56 viewers ആയി. Okay. Hi, hello. Really sorry for the inconvenience. Okay. Hi, hello. Am I audible? മക്കളെ, നമ്മൾ ആദ്യം തന്നെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ആട്ടോ നോക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം വെയിറ്റേജിന് എന്ന ക്വസ്റ്റ്യൻ വരുന്ന ഒരു 3 ക്വസ്റ്റ്യനുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ആർ യു റെഡി ആണെങ്കിൽ റെഡി എന്ന് കമൻറ്റ് ഇട്ടേ മക്കളെ. ഐ എം റിയലി സോറി ഫോർ ബീങ് ലേറ്റ്. ഓക്കെ, നിങ്ങളുടെ 15 മിനിറ്റ് പോയി അല്ലേ? ഓക്കെ മക്കളെ, പ്ലീസ് ഇഫ് യു ആർ റെഡി പ്ലീസ് ഡു കമൻറ്റ്. ഇഫ് യു ആർ റെഡി, നമസ്കാരം. ഇഫ് യു ആർ റെഡി പ്ലീസ് ഡു കമൻറ്റ്. സെറ്റ്. ഓക്കെ, ശരി. യെസ്, കം ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് നോക്കാം. ഞാൻ ആക്ച്വലി ന്യൂറൽ കൺട്രോൾ ഇത് കഴിഞ്ഞിട്ടാട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് കെമിക്കൽ കോർഡിനേഷൻ ആണ്. സോ യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് the neural system provides a point-to-point rapid coordination among organs അല്ലേ? നമ്മുടെ ന്യൂറൽ സിസ്റ്റം എന്താ ചെയ്യുന്നത്? ന്യൂറോണുകളിലൂടെ ഓർഗാനുകൾക്കിടയിൽ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് ആണ്. അതായത് ഒരു ന്യൂറോൺ അല്ലെങ്കിൽ ഒരു നെർവ് കണക്റ്റിംഗ് ബ്രെയിൻ ടു അതർ ഓർഗാൻ, അല്ലെങ്കിൽ ഓർഗാനുകൾക്കിടയിൽ തന്നെ കണക്ഷൻസ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതാണ് പോയിന്റ്സ് ടു പോയിന്റ് കണക്ഷൻ ഫോർ റാപ്പിഡ് കോർഡിനേഷൻ. ഇതൊക്കെ വരികൾക്കിടയിൽ ചോദ്യം വരാം. നമുക്ക് അറിയുന്ന കാര്യമാണ്. വാട്ട് ഈസ് the speciality with neural regulation and endocrine regulation? നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസും ആർ റെഗുലേറ്റഡ് ബൈ ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ടുഗദർ അല്ലേ? നമ്മുടെ ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും ഒന്നിച്ചാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷനെയും റെഗുലേറ്റ് ചെയ്യുന്നത്. ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ജോയിൻലി റെഗുലേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ അവർ ബോഡി. ഓക്കെ, സോ സൗണ്ട് ഇല്ല എന്നാണോ? സൗണ്ട് ഇല്ലേ? ഓക്കെ, സോ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ന്യൂറൽ റെഗുലേഷൻ? ന്യൂറൽ റെഗുലേഷൻ്റെ പ്രത്യേകത എന്താ കുട്ടികളെ? ന്യൂറൽ റെഗുലേഷൻ വിൽ ബി ഫാസ്റ്റ് അല്ലേ? വളരെ ഫാസ്റ്റ് ആയിരിക്കും ന്യൂറൽ റെഗുലേഷൻ. നോ എൻഡോക്രൈൻ റെഗുലേഷനോ കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ലുക്ക്, നിങ്ങളൊരു പാമ്പിനെ കാണാം. ദിസ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. എപ്പോഴും ഞാൻ ബാക്കിയൊക്കെ സ്പീഡ് പറഞ്ഞാലും ചാപ്റ്ററിൻ്റെ തുടക്ക ഭാഗങ്ങളായിരിക്കും ഞാൻ വളരെ സ്ലോയിൽ പറയാം അല്ലേ? നിങ്ങൾക്കറിയാം, നമ്മൾ 3 ദിവസം ലൈവ് പോയിട്ട് ഞാൻ ഇന്നലെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ ലൈവിലൊക്കെ ആണെങ്കിലും ആ തുടക്കത്തെ പാരഗ്രാഫ് ഞാൻ കുറച്ച് സമയം എടുത്താൽ പറയാമല്ലോ. ബിക്കോസ് ലൈക്ക് ഇവിടെയൊക്കെയാണ് കോൺസെപ്റ്റുകൾ കുറേ കിടക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആവും മോസ്റ്റ്ലി. സോ ന്യൂറൽ റെഗുലേഷൻ ഫാസ്റ്റ് ആണ് അല്ലേ? സോ ഹൗ നമുക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ലുക്ക്, നിങ്ങളൊരു പാമ്പിനെ കാണുകയാണ് പെട്ടെന്ന്. സോ വെൻ യു ആർ സീയിങ് എ സ്നേക്ക്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങളുടെ അലേർട്ട്നെസ്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അലേർട്ട്നെസ് കൂടും, നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടും, നിങ്ങളുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടും. ആൻഡ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? നിങ്ങളുടെ ബോഡിയിലെ സിമ്പതറ്റിക് നെർവുകൾ മുഴുവൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. നിങ്ങളുടെ ബോഡിയിലെ സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്ന സിമ്പതറ്റിക് നെർവുകൾ എന്ന് പറയുന്ന നെർവുകൾ മുഴുവൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അവന്മാരാണ് ഈ ഹാർട്ട് റേറ്റ് കൂട്ടുന്നത്, നിങ്ങളുടെ അലേർട്ട്നെസ് കൂട്ടുന്നത്, നിങ്ങളുടെ ബ്രെയിനിൻ്റെ അലേർട്ട്നെസ് ഒക്കെ മൊത്തത്തിൽ കൂട്ടുന്നത് ഈ ഒരു ന്യൂറൽ സിസ്റ്റം ആണ്. ശ്രദ്ധിക്കുക, സിമ്പതറ്റിക് നെർവുകളുടെ ഭാഗമായിട്ടുള്ള ചില സിമ്പതറ്റിക് നെർവുകൾ ആർ കണക്റ്റഡ് ടു യുവർ അഡ്രിനൽ ഗ്ലാൻഡ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എനിക്കതാ പറഞ്ഞുതരാൻ പറ്റുക. നിങ്ങളുടെ അഡ്രിനൽ ഗ്ലാൻഡ്, ദിസ് ഈസ് യുവർ അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡിലേക്കും സിമ്പതറ്റിക് നെർവുകളുടെ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സിമ്പതറ്റിക് നെർവ് സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോൾ അത് സിഗ്നലിന് എങ്ങോട്ടും കൊടുക്കും? അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് സിഗ്നൽ പോകും. അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് സിഗ്നൽ പോകുമ്പോൾ അവിടുന്ന് ആരൊക്കെ റിലീസ് ചെയ്യപ്പെടും കുട്ടികളെ? അഡ്രിനാലിനും അതേപോലെ തന്നെ നോറഡ്രിനാലിനും റിലീസ് ചെയ്യപ്പെടും. ക്യാൻ യു സീ ദിസ്? അഡ്രിനാലിനും അതുപോലെ നോറഡ്രിനാലിനും റിലീസ് ചെയ്യപ്പെടും. ബോത്ത് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ രണ്ടുപേരും റിലീസ് ചെയ്യപ്പെടും. അവർ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ? എസ്, കാർഡിയാക് ആക്ടിവിറ്റി കൂട്ടും, നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂട്ടും, നമ്മുടെ റെസ്പിറേറ്ററി ആക്ടിവിറ്റി, കാർഡിയാക് ആക്ടിവിറ്റി, നമ്മുടെ അലേർട്ട്നെസ്, ഈ കാര്യങ്ങളൊക്കെ കൂട്ടും. അപ്പോൾ സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം ചെയ്യുന്ന ഏകദേശം പരിപാടികളൊക്കെ തന്നെയാണ് ആരും ചെയ്യുന്നത്? അഡ്രിനാലിനും നോറഡ്രിനാലിനും. പക്ഷേ ശ്രദ്ധിക്കുക, വളരെ പെട്ടെന്ന് ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ ആക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ന്യൂറോണുകളാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ആ ന്യൂറോണുകളോട് അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് സിഗ്നൽ എത്തുന്നു. അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിനും നോറഡ്രിനാലിനും കാറ്റക്കോളമീൻസ് ഉണ്ടാക്കുന്നു. ആ കാറ്റക്കോളമീൻസ് ആണ് പിന്നെ കുറേ സമയത്തേക്ക് എന്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുട്ടികളെ? ഈ ഹാർട്ട് റേറ്റ് ഒക്കെ കൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് എൻഡോക്രൈൻ സിസ്റ്റം സ്ലോ ആണെങ്കിലും ഇറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ്. കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ് വെൻ കമ്പയർഡ് ടു, കുറേ സമയത്തേക്ക് ആക്ടിവിറ്റി നിലനിർത്തും വെൻ കമ്പയർഡ് ടു ന്യൂറൽ സിസ്റ്റം. ന്യൂറൽ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ സമയത്തേക്ക് ആക്ടിവിറ്റി നിലനിർത്തുന്നതാണ്. ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഇറ്റ് ഈസ് ഷോർട്ട് ലിവ്ഡ്. കുറച്ച് സമയത്തേക്ക് മാത്രമേ ഈ ന്യൂറൽ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നടക്കുകയുള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി അടുത്ത കാര്യം ന്യൂറൽ സിസ്റ്റം റെഗുലേറ്റ് എൻഡോക്രൈൻ സിസ്റ്റം. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? ന്യൂറൽ സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ? ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? വേഗം ആൻസർ പറ. ന്യൂറൽ സിസ്റ്റം കൺട്രോൾസ് ഫങ്ഷൻസ് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈസ് ദാറ്റ് ട്രൂ ഓർ ഫോൾസ്? അത് ട്രൂ ആണോ ഫോൾസ് ആണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? യെസ്, ട്രൂ ആണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടു അല്ലേ, നമ്മൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം പോയിട്ട് അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിനെയും നോറഡ്രിനാലിനെയും ഉണ്ടാക്കുന്നത്. സോ ഐ ഹാവ് അനദർ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ എൻഡോക്രൈൻ സിസ്റ്റം ന്യൂറൽ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ?
എൻഡോക്രൈൻ സിസ്റ്റം ന്യൂറൽ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഇസ് മൈ അനദർ ക്വസ്റ്റ്യൻ. എൻഡോക്രൈൻ സിസ്റ്റം നിങ്ങളുടെ ഹോർമോണുകൾ ന്യൂറൽ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ? ആൻസർ മീ. രണ്ടാമത്തത് ട്രൂ ആണോ? Then can you give any example for that? നോ. ഓക്കെ, ട്രിവിയ പറഞ്ഞു എൻഡോക്രൈൻ സിസ്റ്റം ഒരിക്കലും ന്യൂറൽ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നില്ല, അതേ സമയത്ത് ന്യൂറൽ സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നാണ് ട്രിവിയ എന്ന് പറഞ്ഞ കുട്ടി ആൻസർ പറഞ്ഞത്. ആൻഡ് കുറേ ആളുകൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. ആക്ച്വലി യുവർ എൻഡോക്രൈൻ സിസ്റ്റം ഓൾസോ റെഗുലേറ്റ്സ് ന്യൂറൽ സിസ്റ്റം. നോക്കിപ്പോൾ നമ്മുടെ ന്യൂറൽ കണ്ടക്ഷൻ്റെ സ്പീഡ്, ന്യൂറോണുകളുടെ ഗ്രോത്ത്, നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി, ഇതിനൊക്കെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും, ഭയങ്കര സന്തോഷമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് യുവർ എൻഡോക്രൈൻ സിസ്റ്റം ക്യാൻ റെഗുലേറ്റ് ന്യൂറൽ ഫംഗ്ഷൻസ്. നിങ്ങളുടെ ന്യൂറോണുകളുടെ ഫംഗ്ഷനെ എൻഡോക്രൈൻ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് ബോത്ത് റെഗുലേറ്റ് ഈച്ച് അതർ, വൈസ് വേഴ്സ അല്ലേ. അയാൾ അങ്ങോട്ടും മറ്റേ ഇങ്ങോട്ടും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദം. ഓക്കെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നോ, എല്ലാ കേസിലും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചെറിയ രീതിയിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നോ, the neural coordination is fast but short lived അല്ലേ. as the nerve ഇനി അടുത്ത് ന്യൂറൽ സിസ്റ്റം ഫാസ്റ്റ് ആണ്, പക്ഷേ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. ബട്ട് എൻഡോക്രൈൻ സിസ്റ്റം സ്ലോ ആണ്, ബട്ട് ഇറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ്. അടുത്തത് as the nerve fibers do not innervate all cells of the body. നോക്കൂ, നമ്മുടെ ബോഡിയിലെ എല്ലാ സെല്ലുകളിലേക്കും നെർവുകളുടെ കണക്ഷൻ ഉണ്ടോ? ഇല്ല, നെർവുകൾ ചില ഭാഗങ്ങളിലേക്ക് കണക്ഷൻ ഉള്ളൂ. ആൻഡ് ദ സെല്ലുലാർ ഫംഗ്ഷൻസ് നീഡ് ടു ബി കണ്ടിന്യൂസ്ലി റെഗുലേറ്റഡ് അല്ലേ. നമ്മുടെ സെല്ലുലാർ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടണം, പക്ഷേ എല്ലാ സെല്ലുകളിലേക്കും ന്യൂറോണിൻ്റെ കണക്ഷൻ ഇല്ല. സോ എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഹാസ് ടു ബി പ്രൊവൈഡഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ ദിസ്, അതായത് ന്യൂറൽ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ന്യൂറൽ സിസ്റ്റം അല്ലാത്ത ഒരു സിസ്റ്റം അവിടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഹോർമോൺസ്. ഈ ഫംഗ്ഷൻ നിർവഹിക്കുന്ന ആരാണ് കുട്ടികളെ? ഹോർമോണുകളാണ്. ദ ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ജോയിൻലി കോർഡിനേറ്റ് ആൻഡ് റെഗുലേറ്റ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് ഇൻ ദ ബോഡി. സോ വാട്ട് ഇസ് മെൻ ബൈ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ? നമ്മുടെ ബോഡിയിലെ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ എന്താ പറയുക? ഫിസിയോളജിക്കൽ പ്രോസസ്സസ് എന്നാണ് പറയുക. സോ ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ്. നൗ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺസ് അല്ലേ. നമ്മുടെ ബോഡിയിലെ മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ആരൊക്കെയാണ്? ഹോർമോണുകൾ ആരൊക്കെയാണ്? നോക്കൂ, ഹോർമോണുകൾ ആരാണ്? ലുക്ക്, അല്ലെങ്കിൽ ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്ലാൻഡുകൾ ആരാന്ന് ചോദിച്ചാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ലാക്ക് ഡക്ട്സ് ആൻഡ് ഹെൻസ് കോൾഡ് ഡക്റ്റിലെസ് ഗ്ലാൻഡ്സ് അല്ലേ. നോക്കൂ, നമ്മുടെ ബോഡിയിൽ 2 തരം ഗ്ലാൻഡുകൾ ഉണ്ട് അല്ലേ, നമുക്കറിയുന്ന കാര്യമാണ്. ഏതൊക്കെയാണ് മക്കളെ നമ്മുടെ ബോഡിയിലുള്ള 2 തരം ഗ്ലാൻഡുകൾ? പറഞ്ഞ 2 ടൈപ്പ് ഗ്ലാൻഡുകൾ ഏതൊക്കെയാണ്? വി ഹാവ് ഒന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡ്, ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് വിളിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഗ്ലാൻഡുകൾ എന്താ കുട്ടികളെ? ദാറ്റ് ഈസ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. എന്താണ്? എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. ഓക്കെ, സോ ലുക്ക്, എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളാണ്. ഇവന്മാരുടെ പ്രത്യേകത, സോ ദേ പ്രൊഡ്യൂസ് ഹോർമോൺസ്. അതേസമയത്ത് എക്സോക്രൈൻ ഗ്ലാൻഡ്സോ ഓൾ സെക്രീഷൻസ് എക്സെപ്റ്റ് ഹോർമോൺസ്. ഹോർമോൺ ഒഴികെ മറ്റെല്ലാ സെക്രീഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് സെബേഷ്യസ് ഗ്ലാൻഡ്, നമ്മുടെ ബോഡി സെബം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഈ ഓയിലി സെക്രീഷൻ ആയിട്ടുള്ള സെബം ഉണ്ടാക്കുന്ന സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. അയാൾ എന്താണ്? ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ് ഈസ് ആൻ എക്സോക്രൈൻ ഗ്ലാൻഡ്. നമ്മുടെ മാമറി ഗ്ലാൻഡ്, മിൽക്ക് ഉണ്ടാക്കുന്നത്, ഇറ്റ്സ് ആൻ എക്സോക്രൈൻ ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. ദെൻ മറ്റ് എൻസൈമുകൾ ഉണ്ടാക്കുന്ന, നമ്മുടെ ടിയേഴ്സ് ഉണ്ടാക്കുന്ന ഗ്ലാൻഡ്, ഓൾ ദീസ് ആർ എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഐഡിയ. നൗ എക്സോക്രൈൻ ഗ്ലാൻഡുകളുടെ പ്രത്യേകത, ദേ പൊസസ് ഡക്ട്സ്. ഓക്കെ, ഇവർക്ക് എന്തുണ്ടാവും കുട്ടികളെ? ഡക്റ്റുകൾ ഉണ്ടാവും. ഡക്റ്റ് ഉള്ള ഗ്ലാൻഡ് അല്ലെങ്കിൽ ദേ ബെയർ ഡക്ട്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ സലൈവറി ഗ്ലാൻഡ്, ഇതൊരു ഗ്ലാൻഡ് ആണെങ്കിൽ അതിന് ഇങ്ങനെ ഡക്റ്റ്, സലൈവ വരാൻ വേണ്ടി ഒരു കുഴലുണ്ടാകും, അതാണ് ഡക്റ്റ് ഉള്ള ഗ്ലാൻഡ്. അതേസമയത്ത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ പ്രത്യേകത, ഇതിപ്പോൾ നിങ്ങളുടെ തൈറോയിഡ് ഗ്ലാൻഡ് ആണെന്ന് ഇമാജിൻ ചെയ്യും, ഇതിന് ഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇയാൾ ഉണ്ടാക്കുന്ന സെക്രീഷനെ ഈ ഗ്ലാൻഡിൻ്റെ ചുറ്റുമുള്ള ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂ സ്പേസിലേക്ക് അങ്ങ് റിലീസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ദേ ആർ ഡക്റ്റിലെസ് ഗ്ലാൻഡ്സ് അല്ലേ. ഇവന്മാരെന്താണ്? ഡക്റ്റ്ലെസ് ഗ്ലാൻഡുകളാണ്. മറ്റേ ടീം എന്താണ് കുട്ടികളെ? ഡക്റ്റുള്ള ഗ്ലാൻഡുകളാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ ദ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഹോർമോൺസ്. ഹോർമോണിൻ്റെ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്താ? അത് കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ആണ്. ആൻഡ് ആർ റിലീസ്ഡ് ഇൻ ടു ബ്ലഡ്. അവർ ബ്ലഡിലേക്ക് എത്തുന്നുണ്ട്, നേരിട്ട് ബ്ലഡിലേക്ക് അങ്ങ് വരുമൊന്നുമല്ല, ബട്ട് ദേ ആർ റിലീസ്ഡ് ഇൻ ടു ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡിലേക്ക് എത്തുന്നുണ്ട്.
and transported to a distantly located target organ. ഓക്കെ, നോക്കൂ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വേണ്ട ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ യു ഹാവ് യുവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലേ, നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നുണ്ടാവുന്ന ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. ഈ ഹോർമോൺ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് സഞ്ചരിച്ച് അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് എത്തുന്നുണ്ട്. സോ ദീസ് ആർ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വിച്ച് ആർ റിലീസ്ഡ് ഇൻ ടു ബ്ലഡ്. അത് ബ്ലഡിലേക്ക് എത്തിപ്പെടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വിച്ച് ആർ റിലീസ്ഡ് ഇൻ ടു ബ്ലഡ് ആൻഡ് ആർ ട്രാൻസ്പോർട്ടഡ് ടു എ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ്, കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ട് ലൊക്കേറ്റ് ആയിട്ടുള്ള ടാർജറ്റ് ഓർഗാനിലേക്ക് എത്തുന്നുണ്ട്. സോ ദാറ്റ് വാസ് ദ ക്ലാസിക്കൽ ഡെഫിനിഷൻ. ബട്ട് as of now നമ്മൾ ആ ഒരു ഡെഫിനിഷൻ മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഡെഫിനിഷൻ എന്താ? ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻറ്റ് കെമിക്കൽസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് നോൺ ന്യൂട്രിയൻറ്റ് കെമിക്കൽസ്? നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത, ബോഡിയുടെ മെറ്റബോളിസത്തിന് വേണ്ടി യൂസ് ചെയ്യാത്ത കെമിക്കൽസ് ആണ്. അതാണ് ഇതിൻ്റെ മീനിങ്. ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻറ്റ് കെമിക്കൽസ് വിച്ച് ആക്ട് as ഇന്റർ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ്. സെല്ലുകൾക്കിടയിൽ മെസ്സേജ് കൊടുക്കുന്ന മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ്, ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് സിഗ്നലിനെ കൊടുക്കുന്ന മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ചില നോൺ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്, കെമിക്കൽസ് ആണ് ഹോർമോണുകൾ. ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് എമൗണ്ട്സ്. നമ്മുടെ ബോഡിയിൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം ഉണ്ടാവുന്ന ആളുകളാണ്. സോ ദാറ്റ്സ് ദ ന്യൂ definition. Okay, that is a current definition. Now the new definition covers a number of new molecules in addition to the hormones secreted by organized endocrine glands. What is the meaning of organized endocrine gland? ഒരു ഉദാഹരണം ഞാൻ പറയാം. Look, thyroid gland, which is an organ in your body. നമ്മുടെ ബോഡിയിൽ ഒരു ഓർഗൻ ആയിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് അല്ലേ? Yes or no? നമുക്കൊരു കൃത്യമായ അവയവമായിട്ട് കാണാൻ പറ്റും. യുവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇറ്റ് ഈസ് ആൻ ഓർഗൻ ഇറ്റ് സെൽഫ്, ഒരു സ്ട്രക്ചർ ഉള്ള ആളാണ്. യുവർ അഡ്രിനൽ ഗ്ലാൻഡ്, ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. യുവർ ടെസ്റ്റിസ് ആൻഡ് ഓവറീസ് ഓർഗനൈസ്ഡ് ആണ്, ഒരു ഓർഗനായി രൂപപ്പെട്ടിട്ടുണ്ട്. ബട്ട് ലുക്ക്, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 2, 3, 4 ഒക്കെ സെല്ലുകൾ മാത്രം കൂടി ചേർന്നിരിക്കുന്ന, ദേ ആർ നോട്ട് ഓർഗനൈസ്ഡ്, പൂർണ്ണമായിട്ടൊരു ഓർഗനായി മാറാത്ത പല ടിഷ്യൂകൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദേ ആർ സെക്രീറ്റിംഗ് ഹോർമോൺസ്. അവർ ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാൻഡുകൾ ഉണ്ടാക്കുന്ന ഹോർമോൺ എന്നതിന് പുറമെ ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള സെല്ലുകൾ ചെറിയ ചെറിയ മൈക്രോ ക്വാണ്ടിറ്റിയിൽ ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്, അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ കുട്ടികളെ? നൗ ഇൻവേർട്ടിബ്രേറ്റ്സ് possess a very simple endocrine system with few hormones, whereas large number of chemicals act as hormones and provide coordination in the vertebrates. The human endocrine system is described here. Okay, അപ്പോൾ നമ്മൾ നമ്മുടെ endocrine system ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മേജർ endocrine ഗ്ലാൻഡുകൾ ഏതൊക്കെയാണെന്നുള്ള പിക്ചറാണിത്. ഞാനിവിടെ വായിക്കുന്നില്ല, ഇവിടെ ഓക്കെ. എക്സോ പ്രൊഡ്യൂസ് എൻസൈം മാത്രമല്ല, എക്സോ പ്രൊഡ്യൂസ് എവറിത്തിങ് അതർ ദാൻ ഹോർമോൺ. ഹോർമോൺ ഒഴികെ ബാക്കി എന്തുണ്ടാക്കുന്ന ഗ്ലാൻഡിനെ, ഇപ്പോൾ നമ്മുടെ ചെവിയിൽ ഇയർ വാക്സ് ഉണ്ടാവുന്നില്ലേ, നമ്മുടെ മ്യൂക്കസ് ഉണ്ടാവുന്നില്ലേ, മ്യൂക്കസ് അവളിപ്പോൾ മ്യൂക്കസ് കിട്ടാറില്ലേ. സോ മ്യൂക്കസ് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്സ് ആർ വാട്ട്? എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. ഇയർ വാക്സ് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്സ് ആർ എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. ഓക്കെ, ഓൾ അതർ ഗ്ലാൻഡ്സ് എക്സെപ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അവരെല്ലാവരെയും നമുക്ക് എക്സോക്രൈൻ എന്ന് വിളിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, അപ്പം നമുക്കിനി നേരെ ഈ ഒരു പിക്ചർ നോക്കാം, മറ്റടുത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ ദീസ് ആർ ദ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ലൊക്കേറ്റഡ് ഇൻ യുവർ ബോഡി. അതിൽ ഹൈപ്പോ തലാമസിനെ നമ്മൾ അസച്ച് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് പരിഗണിക്കാറില്ല കേട്ടോ. Hypothalamus is actually a part of your neural system, but it produces some hormones. Hypothalamus is actually the connection between neural system and endocrine system. ശരിക്കും നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തെയും എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയും ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ഹൈപ്പോതലാമസിനെ പറയാം. ഹൈപ്പോതലാമസ് ഈസ് ദ റെഗുലേറ്റിംഗ് സെൻറ്റർ ഫോർ ദ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഒക്കെ നോക്കി നടത്തുന്ന ഒരാളാണ് ശരിക്കും ഹൈപ്പോതലാമസ്. അപ്പോൾ അയാളെ നമ്മളൊരു എക്സാക്ട് പൂർണ്ണമായിട്ടുള്ളൊരു ഹോർമോൺ പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ് ആയിട്ട് നമ്മൾ പറയാറില്ല. It is a part of your neural system, but it still produces some hormones. Okay, that's all. Now, നമുക്ക് ബാക്കി ഗ്ലാൻഡുകൾ ആരൊക്കെ കുട്ടികളെ? We have the pituitary gland. Pituitary gland പ്രത്യേകത എന്താ? It is the master endocrine gland of your body. നമ്മുടെ ബോഡിയിലെ മാസ്റ്റർ endocrine gland ആരാണ് കുട്ടികളെ? Pituitary gland ആണ്. Okay, so it is the master endocrine gland. Okay, pituitary glandന്റെ മറ്റൊരു പേരെന്താ കുട്ടികളെ? ഹൈപ്പോഫൈസിസ് അല്ലേ? നോക്കൂ, ഹൈപ്പോഫൈസിസ് എന്ന് ഇയാൾക്ക് മറ്റൊരു പേരുണ്ട് കേട്ടോ, ഹൈപ്പോഫൈസിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഹൈപ്പോഫൈസിസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ലുക്ക്, അടുത്ത ആളാരാ കുട്ടികളെ? ദാറ്റ് ഈസ് പിനിയൽ ഗ്ലാൻഡ്. പിനിയൽ ഗ്ലാൻഡ് നോക്കൂ, പിനിയൽ ഗ്ലാൻഡ് പ്രത്യേകത നോക്കൂ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഹൈപ്പോതലാമസ് ഈസ് ദ ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ. നോക്കൂ, നമ്മുടെ ബ്രെയിനിൽ മാത്രമല്ല, ഫോർ ബ്രെയിൻ ഓഫ് നമ്മൾ ഫ്രോഗിന്റെ ഫോർ ബ്രെയിൻ എടുത്തപ്പോൾ എന്തൊക്കെയാണ് പഠിച്ച്? ദേ ഹാവ് ഒൾഫാക്ടറി ലോബ്സ്
അല്ലേ? ഒൾഫാക്ടറി ലോബുകളുണ്ട്, സെറിബ്രം ഉണ്ട്, ഡയൻസെഫലോൺ ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മുടെ ഫോർ ബ്രെയിനിലും വി ക്യാൻ സി സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ശരിക്കും നമ്മുടെ ഫോർ ബ്രെയിനിൻ്റെ ഭാഗമായിട്ട് വി ഹാവ് ഒൾഫാക്ടറി ലോബ്സ്. പക്ഷെ നമുക്ക് അങ്ങനെ അത് കാണാൻ പറ്റൂല എന്നേ ഉള്ളൂ. പിന്നെ വി ഹാവ് ഡയൻസെഫലോൺ. ഈ ഡയൻസെഫലോണിൻ്റെ ഭാഗങ്ങളാണ് കുട്ടികളെ, ശരിക്കും ഡയൻസെഫലോണിൻ്റെ ഭാഗമാണ് തലാമസും ഹൈപ്പോതലാമസും. തലാമസും ഹൈപ്പോതലാമസും എന്തിൻ്റെ ഭാഗമാണ്? ഡയൻസെഫലോണിൻ്റെ ഭാഗമാണ്. തലാമസ് മുകളിലുണ്ടാവും, അതിൻ്റെ താഴെ ഹൈപ്പോതലാമസ്. അപ്പോൾ ഡയൻസെഫലോണിൻ്റെ അടിയിലുള്ള ആളാരാ? ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ വെൻ യു റീഡ് NCERT യു ക്യാൻ സീ ദാറ്റ് ഹൈപ്പോതലാമസ് ഈസ് ദ ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ. എന്നിട്ട് NCERT ഒരു കോമ ഇട്ടിട്ട് ഫോർ ബ്രെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ? ഡയൻസെഫലോൺ ഈസ് എ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ. ആ ഫോർ ബ്രെയിനിലെ ഡയൻസെഫലോണിന്റെ ബേസൽ പാർട്ടാണ് ആര്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന്റെ തൊട്ട് താഴെയായിട്ട്, സോ ദിസ് പാർട്ട് ഈസ് യുവർ ഹൈപ്പോതലാമസ്, ദിസ് ഈസ് യുവർ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന്റെ തൊട്ട് താഴെയായിട്ടാണ് നിങ്ങൾ ആരെ കാണുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കാണുന്നത്. നൗ നിങ്ങളുടെ ഫോർ ബ്രെയിനിന്റെ കുറച്ചുകൂടെ പോസ്റ്റീരിയർ ഭാഗം നോക്കൂ. ലുക്ക്, ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. സോ ദിസ് ഈസ് ദ ആൻറ്റീരിയർ പാർട്ട് ഓർ വെൻട്രൽ പാർട്ട് അല്ലേ? സോ ദിസ് പാർട്ട് ഈസ് യുവർ ഫോർ ബ്രെയിൻ. നിങ്ങളുടെ ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ മുകളിലുള്ള ഭാഗമാണ് ഫോർ ബ്രെയിൻ. അപ്പോൾ നിങ്ങളുടെ ഫോർ ബ്രെയിൻ്റെ കുറച്ചുകൂടെ ബാക്ക് ഭാഗത്തായിട്ടാണ് ആരുള്ള കുട്ടികളെ? പിനിയൽ ഗ്ലാൻഡ്. അതൊക്കെ എങ്ങനെ തന്നെ ഓർത്ത് വെച്ചോ. പിനിയൽ ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ദ പോസ്റ്റീരിയർ സൈഡ് ഓഫ് ഫോർ ബ്രെയിൻ. നമ്മുടെ ഫോർ ബ്രെയിനിന്റെ പോസ്റ്റീരിയർ സൈഡിലായിട്ടാണ് ആര് ലൊക്കേറ്റ് ആയിട്ടുള്ളത്? പിനിയൽ ലൊക്കേറ്റ് ആയിട്ടുള്ളത് അല്ലേ? ആൻഡ് ദെൻ വി ഹാവ് തൈറോയിഡ്. തൈറോയിഡിന്റെ ബാക്കിൽ വി ഹാവ് 4 പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് അല്ലേ? 4 പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഒരു സൈഡിൽ 2 മറ്റേ സൈഡിൽ 2. Now അതിനുശേഷം നമുക്ക് ആരുടെ കുട്ടികൾ? നമ്മുടെ ചെസ്റ്റിൽ വി ഹാവ് ദ തൈമസ് ഗ്ലാൻഡ്, ആൻഡ് ദെൻ വി ഹാവ് പാൻക്രിയാസ്, ആൻഡ് ദെൻ അഡ്രിനൽ ഗ്ലാൻഡ്സ് നമ്മുടെ കിഡ്നിയുടെ ഫ്രണ്ടിലായിട്ട് അല്ലേ? ഫ്രോഗിന്റെ കേസിൽ അഡ്രിനൽ ഗ്ലാൻഡ് എവിടെ ലൊക്കേറ്റ് ആയിട്ടുള്ളത്? കിഡ്നിയുടെ ഫ്രണ്ടിലാണ്. നമ്മുടെ കേസിൽ ഇറ്റ് ഈസ് ഇൻ ദ സുപ്പീരിയർ പാർട്ട് ഓഫ് യുവർ കിഡ്നി. ഓക്കെ, കുറച്ചുകൂടി മുന്നിലേക്കാണ്, ഒരു ഇത്തിരി വെൻട്രലാണ്, ഇത്തിരി സുപ്പീരിയർ ആണ്. വെൻട്രൽ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ കുറച്ച് ഇവിടേക്കാണ്, കുറച്ച് ഫ്രണ്ടിലുമാണ്, കുറച്ച് മുകളിലുമാണ്. സോ ലൈക്ക് വെൻട്രൽ ആൻഡ് സുപ്പീരിയർ ടു കിഡ്നി എന്ന് പറയും നമ്മുടെ കേസിൽ. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ടെസ്റ്റിസ് ആൻഡ് ഓവറീസ് അല്ലേ? ടെസ്റ്റിസും ഓവറീസും. സോ ദീസ് ആർ ദ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ യുവർ ബോഡി. നമ്മൾ ടെസ്റ്റിസിനെയും ഓവറീനെയും കൂടി ഒന്നിച്ച് വിളിക്കുന്ന പേരെന്താ കുട്ടികളെ? വി കോൾ ഇറ്റ് എസ് ഗൊണാഡ്സ് അല്ലേ മക്കളെ? ഗൊണാഡ്സ് എന്നാണ് വിളിക്കുക. നൗ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് പാൻക്രിയാസ്? പാൻക്രിയാസിന്റെ പ്രത്യേകത എന്താ കുട്ടികളെ? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി വിത്ത് പാൻക്രിയാസ്? പാൻക്രിയാസിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഗ്ലാൻഡ് അല്ലേ? ഇതൊരു കോംപ്ലക്സ് ഗ്ലാൻഡ് ആണ്. കോംപ്ലക്സ് ഗ്ലാൻഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഹെറ്റിറോക്രൈൻ ഗ്ലാൻഡ്. ഹെറ്റിറോക്രൈൻ ഗ്ലാൻഡ്. വൈ ഇറ്റ് ഈസ് ഹെറ്റിറോക്രൈൻ ഗ്ലാൻഡ്? ബിക്കോസ് ഇയാൾ എൻസൈം ഉണ്ടാക്കുന്നുണ്ട്, ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് ഹോർമോൺസ് ആസ് വെൽ ആസ് എൻസൈം. രണ്ടും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇയാളെ പറ്റി ഇയാളൊരു കോംപ്ലക്സ് ഗ്ലാൻഡ് ആണ്. ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് ബോത്ത് ഹോർമോൺസ് ആസ് വെൽ ആസ് എൻസൈംസ്. ആൻഡ് ഓൾസോ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ദേ ആർ ഇറ്റ് ഈസ് എ ഹെറ്റിറോക്രൈൻ ഗ്ലാൻഡ്. ഇയാളൊരു ഹെറ്റിറോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് പറയാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹൈപ്പോതലാമസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈപ്പോതലാമസ് ഈസ് ദ ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇറ്റ് റെഗുലേറ്റ് എ വൈഡ് സ്പെക്ട്രം ഓഫ് ബോഡി ഫങ്ഷൻസ്. നിങ്ങളുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ മെയിൻ റെഗുലേറ്ററി സെന്റർ തന്നെ ഹൈപ്പോതലാമസ് ആണ്. നൗ ലുക്ക്, അടുത്ത സെന്റൻസ് നോക്കുക കേട്ടോ. ദിസ് സെന്റൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ ഗ്രൂപ്സ് ഓഫ് ന്യൂറോ സെക്രീറ്ററി സെൽസ് കോൾഡ് ന്യൂക്ലിയൈ. What is this? Look, hypothalamusലെ ന്യൂറോണുകളുടെ പ്രത്യേകത. Suppose this is your hypothalamus. Okay, so hypothalamus has lots of എന്താ പറയുക, ന്യൂറോൺസ്. ഈ ന്യൂറോണുകളുടെ പ്രത്യേകത, ദേ ക്യാൻ പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഹോർമോൺ ഉണ്ടാക്കുന്ന ന്യൂറോണുകൾ ആയതുകൊണ്ടാണ് ഇവരെ ന്യൂറോ സെക്രീറ്ററി സെൽസ് എന്ന് പറയുക. എന്താ പറയുക? ന്യൂറോ സെക്രീറ്ററി സെൽസ്. ഇനി നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽ ബോഡികളുടെ ഗ്രൂപ്പ്, ന്യൂറോൺ സെൽ ബോഡികളുടെ ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ സെൽ ബോഡീസ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഒരു വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നീറ്റ് ഡിസ്കഷൻ വീഡിയോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ന്യൂറോണിന്റെ സെൽ ബോഡികളുടെ കൂട്ടത്തെ നമ്മൾ എന്താ വിളിക്കുക? വേഗം പറ. ന്യൂറോൺ സെൽ ബോഡികളുടെ ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആനിമൽ കിങ്ഡം ഡിസ്കഷന്റെ സമയത്ത്. ആൻസർ മീ, പെട്ടെന്ന് ആൻസർ പറ. ന്യൂറോൺ സെൽ ബോഡീസ് കൂട്ടമായിട്ട് ന്യൂറോണുകളുടെ ആക്സോൺ കൂട്ടമായിരിക്കുമ്പോൾ, ന്യൂറോണുകളുടെ ആക്സോൺ കൂട്ടമായി നിൽക്കുന്നതിനെയാണ് നമ്മൾ നെർവ് എന്ന് പറയുക. അത് നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്, നെർവ് എന്ന് പറയാം. ഇനി നമ്മൾ എപ്പോഴാണ് കുട്ടികളെ നമ്മൾ ന്യൂറോണിന്റെ സെൽ ബോഡി, വെരി ഗുഡ്, ന്യൂറോണിന്റെ സെൽ ബോഡികളുടെ ഗ്രൂപ്പിനെ നമ്മൾ ഗാംഗ്ലിയ എന്നാണ് വിളിക്കുക അല്ലെ? ഗാംഗ്ലിയ. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മുടെ ബ്രെയിനിന്റെ പുറത്ത് ശരീരത്തിന്റെ പല ഭാഗത്തും ന്യൂറോണിന്റെ സെൽ ബോഡികളുടെ ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് പറയാം. നോക്കൂ, നമ്മുടെ ബ്രെയിനിന് പുറത്ത് ശരീരത്തിൽ പല ഭാഗത്തും ന്യൂറോണിന്റെ സെൽ ബോഡികളുടെ ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് പറയാം. നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ
അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ ന്യൂറോണിൻ്റെ സെൽ ബോഡികൾ ഗ്രൂപ്പായിട്ടിരിക്കുന്നതിന് നമ്മൾ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ന്യൂക്ലിയസ് കേട്ടോ. സോ അതാണ് ഈ പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോ സെക്രീറ്ററി സെൽസ്. ആ ന്യൂറോ സെക്രീറ്ററി സെൽസിന്റെ ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയൈ. അല്ലാതെ ഈ ന്യൂറോണുകളെ ന്യൂക്ലിയസ് എന്നല്ല വിളിക്കുക. ക്ലിയർ അല്ലേ? സോ ന്യൂക്ലിയസ് ഈസ് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ സെൽ ബോഡീസ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ സെൽ ബോഡീസ് ഔട്ട്സൈഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് കോൾഡ് ഗാംഗ്ലിയ അല്ലെങ്കിൽ ഗാംഗ്ലിയോൺ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഹൈപ്പോതലാമസിൽ ന്യൂറോൺ സെൽ ബോഡികളുടെ പല ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ ഈ ന്യൂറോ സെക്രീറ്ററി സെല്ലുകളുടെ ഗ്രൂപ്പുകളെ കാണാൻ പറ്റും. അവരെയാണ് നമ്മൾ ന്യൂക്ലിയസുകൾ എന്ന് വിളിക്കുന്നത്. They produce hormones which produce hormones. Set alle. These hormones regulate the synthesis and secretion of pituitary hormones. Set alle. Now, however, the hormones produced by hypothalamus are two types. നോക്കൂ, ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഹോർമോണുകളാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫങ്ഷൻസിനെ എന്താ പറയുക, റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വൺ സെക്കൻഡ്, ഐം സോറി. ഓക്കെ, അപ്പോൾ ഈ റെഗുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സോ ദിസ് ഈസ് യുവർ ഹൈപ്പോതലാമസ്. ഓക്കെ, so this is your this is your hypothalamus which is connected with the help of a stalk അല്ലേ. ഒരു സ്റ്റോക്കിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ആക്ച്വലി 3 ഭാഗമുണ്ട് അല്ലേ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 3 ഭാഗമുണ്ട്. ഏതൊക്കെയാണ് മക്കളെ 3 ഭാഗം? ടെൽ മീ, വാട്ട് ആർ ദ 3 parts of pituitary gland? ഓക്കെ, സോ ദിസ് പാർട്ട് ഈസ് കോൾഡ്, ഇതിന് നമ്മൾ എന്താ വിളിക്കുക കുട്ടികളെ? വേഗം പറ. Pars distalis. Very good. This part is called pars distalis അല്ലെ. pars distalis. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വിളിക്കും കേട്ടോ. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് പാർസ് നെർവോസ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വിളിക്കും അല്ലേ. ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടിരിക്കുന്ന ആളാണ് ആര്? പാർസ് ഇന്റർമീഡിയ അല്ലേ മക്കളെ. രണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടിരിക്കുന്ന ആളാണ് ആര്? പാർസ് ഇന്റർമീഡിയ. പാർസ് ഇന്റർമീഡിയ. പാർസ് ഇന്റർമീഡിയ. ഓക്കെ, ശരി. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഈ പാർസ് ഇന്റർമീഡിയയുടെയും പാർസ് ഡിസ്റ്റാലിസിന്റെയും ഫംഗ്ഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് അറിയോ? നമ്മുടെ ഹൈപ്പോതലാമസിലെ ന്യൂറോ സെക്രീറ്ററി സെല്ലുകളാണിത്. ഹൈപ്പോതലാമസിലെ ന്യൂറോ സെക്രീറ്ററി സെല്ലുകളാണിത്. അവരുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത് അല്ലെ. ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ പ്ലൂരലായി, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ. സോ ഇവർ ചില ഹോർമോൺ ഉണ്ടാക്കും. ആ ഹോർമോൺ ദേണ്ട ഇങ്ങനെ ഹൈപ്പോതലാമസിൽ റിലീസ് ചെയ്യപ്പെടും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഹൈപ്പോതലാമസിനെയും നമ്മുടെ ഈ എന്താ പറയുക, പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഇന്റർമീഡിയ, ഈ ഭാഗങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പോർട്ടൽ സർക്കുലേഷൻ ഉണ്ട്. ഓക്കെ, ദർ ഈസ് എ സ്പെഷ്യൽ പോർട്ടൽ സർക്കുലേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ബ്ലഡ് ഇങ്ങോട്ടേക്ക് എത്താനുള്ള സർക്കുലേഷനാണ്. അപ്പോൾ ആ ബ്ലഡിലൂടെയാണ് ആരെത്തുന്ന കുട്ടികളെ? ഈ ഹോർമോണുകൾ എങ്ങോട്ട് എത്തുന്നത്? പാർസ് ഡിസ്റ്റാലിസിലേക്കും പാർസ് ഇന്റർമീഡിയ റീജിയനിലേക്കും എത്തുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നോക്കൂ, പാർസ് ഡിസ്റ്റാലിസിലേക്കും പാർസ് ഇന്റർമീഡിയയിലേക്കും എവിടുന്ന് ഹോർമോൺ വരുന്നു? ഫ്രം ദ ഹൈപ്പോതലാമസ്. ഏതിലൂടെ വരുന്ന കുട്ടികളെ? ത്രൂ എ പോർട്ടൽ സിസ്റ്റം. ആൻഡ് ദിസ് പോർട്ടൽ സിസ്റ്റം ഈസ് കോൾഡ്, വേഗം പറ, ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം. എന്താ വിളിക്കുക? ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം എന്നാണ് വിളിക്കുക. ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റത്തിലൂടെ ഹോർമോണുകൾ വരും വിച്ച് റെഗുലേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇന്റർമീഡിയ. അതായത് അവിടെ നിന്നുള്ള ഹോർമോണുകളുടെ സെക്രീഷനെ ഈ ഹോർമോണുകളാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി. പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇന്റർമീഡിയയും നോക്കൂ, നമുക്ക് മനസ്സിലായ ഒരു കാര്യം, പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇന്റർമീഡിയയും ദേ ആർ അണ്ടർ ദ ഹോർമോണൽ റെഗുലേഷൻ ഓഫ് ഹൈപ്പോതലാമസ് അല്ലേ. ഹൈപ്പോതലാമസിന്റെ ഹോർമോണൽ റെഗുലേഷനിലാണ് പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇന്റർമീഡിയയും ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലായോ? യെസ്, നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഈ ഭാഗങ്ങൾ നോക്കൂ, ഇവർ രണ്ടുപേരും ഹൈപ്പോതലാമസിന്റെ എന്ത് റെഗുലേഷനിലാണ്? ഹോർമോണൽ റെഗുലേഷനിലായതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഗങ്ങളെയും കൂടി ഒന്നിച്ച് നമ്മൾ അഡിനോ എന്ന് പറഞ്ഞാൽ എന്താ, സെക്രീഷൻ അല്ലെ ഗ്ലാൻഡ് എന്നുള്ള അർത്ഥമാണ്. അഡിനോ എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ് എന്നുള്ള അർത്ഥമാണ്. സോ ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഹോർമോൺ, ഹൈപ്പോതലാമസിലെ ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഹൈപ്പോതലാമസിലെ ന്യൂറോ സെക്രീറ്ററി സെല്ലുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന പിറ്റ്യൂട്ടറിയുടെ ഭാഗം എന്ന അർത്ഥത്തിൽ ഇതിനെ അഡിനോ ഹൈപ്പോഫൈസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ അഡിനോ ഹൈപ്പോഫൈസിസിൽ പാർസ് ഡിസ്റ്റാലിസും ഉണ്ട്, പാർസ് ഇന്റർമീഡിയയും ഉണ്ട്. സെറ്റല്ലേ കുട്ടികളെ? രണ്ടുപേരും എന്തിന്റെ ഭാഗമാണ്? അഡിനോ ഹൈപ്പോഫൈസിസിന്റെ ഭാഗമാണ്. കാരണം ആ പേര് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ബിക്കോസ് ഈ രണ്ട് ഭാഗത്തിന്റെയും ഫങ്ഷൻസ് ആർ റെഗുലേറ്റഡ് ബൈ ഹോർമോൺസ് ഓഫ് ഹൈപ്പോതലാമസ്. നൗ ലുക്ക്, പാർസ് നെർവോസയോ നോക്കൂ, ഹൈപ്പോതലാമസിലെ ചില ന്യൂറോ സെക്രീറ്ററി സെല്ലുകൾ ദേ ആർ ലോങ് ഇനഫ്. ഓക്കെ,
സോ ഇവർ നോക്കൂ, നേരിട്ട് ഇവരുടെ ആക്സോണുകൾ എവിടേക്ക് എത്തുന്നുണ്ട്? ടു യുവർ പാർസ് നെർവോസ. പാർസ് നെർവോസയിലേക്ക് നേരിട്ട് എത്തുന്നുണ്ട് ഇവരുടെ ആക്സോണുകൾ. സോ ദിസ് പാർസ് നെർവോസ ഈസ് അണ്ടർ ദ ഡയറക്റ്റ് ന്യൂറൽ കൺട്രോൾ ഓഫ് ഹൈപ്പോതലാമസ് അല്ലെ. അതുകൊണ്ട് മാത്രം നമ്മൾ ആ ഒരു ഡയറക്റ്റ് ന്യൂറൽ കൺട്രോൾ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് എന്ത് വിളിക്കുന്നതെന്ന് അറിയോ? ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ന്യൂറോ ഹൈപ്പോഫൈസിസ്. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ വരില്ല. ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ മക്കളെ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. There are few hormones which are produced by hypothalamus, and that hormone is transported axonally to the pars nervosa. അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസ്. ന്യൂറോ ഹൈപ്പോഫൈസിസിലേക്ക് ആക്സോണലി ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ന്യൂറോ ഹൈപ്പോഫൈസിസിൽ സൂക്ഷിച്ചു വെക്കുകയും ഇവിടെ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ചില ഹോർമോണുകളുണ്ട് അല്ലേ. ന്യൂറോ ഹൈപ്പോഫൈസിസിൽ സൂക്ഷിച്ചു വെച്ച് അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്ന 2 ഹോർമോണുകളുണ്ട്. അതാരൊക്കെ കുട്ടികളെ? ലുക്ക്, ഹോർമോൺസ് വിച്ച് ആർ സ്റ്റോർഡ് ഇൻ ദ ന്യൂറോ ഹൈപ്പോഫൈസിസ് ആൻഡ് റിലീസ്ഡ്. അതാരൊക്കെയാ? വേഗം പറ. വാസോപ്രസിൻ അല്ലെങ്കിൽ ADH അല്ലെ. വാസോപ്രസിൻ ഓർ ADH. ആൻഡ് രണ്ടാമത്തെ ആളായ കുട്ടികളെ? വെരി ഗുഡ്, ഓക്സിറ്റോസിൻ. ഈ 2 ആളുകളാണ് സ്റ്റോർ ചെയ്ത് അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്നത്. ബാക്കിയുള്ള ഹൈപ്പോതലാമസിലെ എല്ലാ ഹോർമോണുകളും they simply reach adenohypophysis through the portal circulation and they regulate the activities of അഡിനോഹൈപ്പോഫൈസിസ് അല്ലേ മക്കളെ. അപ്പോൾ നമുക്ക് നോക്കൂ. അപ്പോൾ ഈ അഡിനോഹൈപ്പോഫൈസിസിലേക്ക് ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഹോർമോണുകൾ ആക്ച്വലി 2 ഗ്രൂപ്പാണ് അല്ലേ. ആരൊക്കെ കുട്ടികളെ? 2 ഗ്രൂപ്പിൽപ്പെട്ട ഹോർമോണുകളാണ്. ഒന്നാമത്തെ ആള് റിലീസിങ് ഹോർമോൺ അല്ലേ മക്കളെ, റിലീസിങ് ഹോർമോൺ. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ക്ലിയർ ആണോ? ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. അപ്പോൾ റിലീസിങ് ഹോർമോണുകളുടെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? റിലീസിങ് ഹോർമോണുകളുടെ കുറേ എക്സാമ്പിൾ പറയാം. ഒന്നാമത്തെ ആളാണ് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. നോക്കൂ, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. ദിസ് ഈസ് ഫ്രം ഹൈപ്പോതലാമസ്. ഇറ്റ് ആക്ട് ഓൺ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അഡിനോ ഹൈപ്പോഫൈസിസിൽ ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡിനോ ഹൈപ്പോഫൈസിസ് വിൽ പ്രൊഡ്യൂസ് ഗ്രോത്ത് ഹോർമോൺ അല്ലേ. അഡിനോ ഹൈപ്പോഫൈസിസ് ഗ്രോത്ത് ഹോർമോണിനെ റിലീസ് ചെയ്യും. ഗ്രോത്ത് ഹോർമോണിന്റെ മറ്റൊരു പേരെന്താ കുട്ടികളെ? സൊമാറ്റോസ്റ്റാറ്റിൻ അല്ലേ. സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് വിളിക്കും. ഓക്കെ, വെരി ഗുഡ്. നൗ നിങ്ങളുടെ അപ്പോൾ ഇങ്ങനെ ഇയാൾ റിലീസ് ചെയ്യുമ്പോഴാണ് ഗ്രോത്ത് ഹോർമോണിന്റെ റിലീസ് നടക്കുക. ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ എവിടുന്ന് വരിക? ഹൈപ്പോതലാമസിൽ നിന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്ന് ആക്ട് ചെയ്യുക അല്ലെങ്കിൽ പാർസ് ഡിസ്റ്റാലിസിൽ വന്ന് ആക്ട് ചെയ്യുമ്പോഴാണ് ഗ്രോത്ത് ഹോർമോൺ റിലീസ് ആവുന്നത്. ഇനി ഇവിടുന്ന് വരുന്ന ഇൻഹിബിറ്റിംഗ് ഹോർമോണിന്റെ എക്സാമ്പിൾ ആണ് ഗ്രോത്ത് ഹോർമോൺ. നോക്കൂ, GHIH, ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സൊമാറ്റോസ്റ്റാറ്റിൻ. സോ വെൻ ഇറ്റ് ആക്ട് ഓൺ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇയാൾ പോയിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെയാണ് നോക്കൂ, മറ്റൊരു എക്സാമ്പിൾ ആണ് പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ. ഓക്കെ, പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ PRH പോയിട്ട് ഇറ്റ് ആക്ട് ഓൺ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അഡിനോ ഹൈപ്പോഫൈസിസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡിനോ ഹൈപ്പോഫൈസിസ് വിൽ പ്രൊഡ്യൂസ് പ്രൊലാക്റ്റിൻ. അഡിനോ ഹൈപ്പോഫൈസിസ് ആരുണ്ടാക്കൂടാ? പ്രൊലാക്റ്റിൻ ഉണ്ടാക്കും. ബട്ട് ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. സോ ആ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ വന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്താൽ അഡിനോ ഹൈപ്പോഫൈസിസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊലാക്റ്റിന്റെ സെക്രീഷൻ ഇൻഹിബിറ്റഡ് ആകും. എല്ലാ റിലീസിങ് ഹോർമോണിനും ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇല്ല കേട്ടോ. കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഉദാഹരണം GnRH. ശ്രദ്ധിക്ക്, നിങ്ങളോട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. GnRH, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അയാൾ വന്നിട്ട് when it act on the pituitary, then pituitary will produce ഗൊണാഡോട്രോഫിൻസ്. ആരൊക്കെയാ? FSH-നെയും LH-നെയും സെക്രീറ്റ് ചെയ്യും അല്ലേ. പക്ഷേ നമുക്ക് ഗൊണാഡോട്രോഫിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇല്ല. അങ്ങനെ ഒരു ഹോർമോണിനെ പടച്ചുണ്ടാക്കിയിട്ടില്ല, നിങ്ങളായിട്ട് ഉണ്ടാക്കണ്ട. അപ്പൊ എല്ലാ കേസിലും ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇല്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ചില ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളുണ്ട്, കുറെ റിലീസിങ് ഹോർമോണുകൾ. എല്ലാ ഹോർമോണിനും റിലീസിങ് ഹോർമോൺ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലുക്ക്, ഗൊണാഡോട്രോഫിൻസ് FSH-ഉം LH-ഉം റിലീസ് ആവണമെങ്കിൽ എവിടുന്ന് സെക്രീറ്റ് ആവണമെങ്കിൽ ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറിയിലേക്ക് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ വരണം. നോക്കൂ, അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ഈ നിങ്ങളുടെ ആന്റീരിയർ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞുതരാം. നോക്കൂ, ഇതൊക്കെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ അഡിനോ ഹൈപ്പോഫൈസിസിൽ നിന്ന് റിലീസ് ആകുന്ന ഹോർമോണുകളാണ്. ഒന്ന് ഗ്രോത്ത് ഹോർമോൺ, അതിനെന്തുണ്ട്? ഹൈപ്പോതലാമസിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ വരണം. അടുത്താണ് പ്രൊലാക്റ്റിൻ, PRL. ചിലപ്പോൾ ഷോർട്ട് നെയിം വന്നിട്ട് ചോദിക്കാട്ടോ. പ്രൊലാക്റ്റിൻ റിലീസ് ചെയ്യണമെങ്കിൽ പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ വരണം. നോക്കൂ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഇത് നിങ്ങളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോണാണ്.
അഡിനോ ഹൈപ്പോഫൈസിസിൽ നിന്നുള്ള ഹോർമോണാണ്, പാർസ് ഡിസ്റ്റാലിസിലെ ഹോർമോണാണ് ആക്ച്വലി. ഇയാൾ വരണം എന്നുണ്ടെങ്കിൽ തൈറോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്ന് വരണം. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ACTH. ദിസ് ഈസ് ഫ്രം യുവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പക്ഷെ ഇയാൾ റിലീസ് ആവണമെങ്കിൽ എവിടെ നിന്ന്? നിങ്ങളുടെ ഹൈപ്പോതലാമസിൽ നിന്ന് കോർട്ടിക്കോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ വരണം. അതുപോലെ അടുത്ത് നമ്മൾ പറഞ്ഞു ലൂട്ടീനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. ഇവിടെയാണ് നമ്മൾ ഗൊണാഡോട്രോഫിൻസ് എന്ന് വിളിച്ചത്. ഇവർ റിലീസ് ആവണമെങ്കിൽ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ വരണം. സെറ്റ് അല്ലേ? ഇനി അടുത്ത് നിങ്ങളുടെ പാർസ് ഇന്റർമീഡിയയിൽ നിന്ന് വരുന്ന ഹോർമോൺ. നമ്മുടെ മനുഷ്യരുടെ കേസിലെ പാർസ് ഇന്റർമീഡിയ ഈസ് ഓൾമോസ്റ്റ് മെർജ്ഡ് വിത്ത് പാർസ് ഡിസ്റ്റാലിസ് ആണ്. പാർസ് ഡിസ്റ്റാലിസിലോട് മെർജ് ചെയ്തിട്ടാണ് പാർസ് ഇന്റർമീഡിയ കിടക്കുന്നത്. സോ യു കാൺ ഫൈൻഡ് എ സെപ്പറേറ്റ് പാർസ് ഇന്റർമീഡിയ. നമുക്കൊരു സെപ്പറേറ്റ് പാർസ് ഇന്റർമീഡിയ കാണാൻ പറ്റൂല. സോ ലുക്ക്, അടുത്താണ് കുട്ടികളെ, പാർസ് ഇന്റർമീഡിയ റീജിയണിൽ നിന്ന് നമുക്ക് മെയിൻലി ഒരു ഹോർമോണാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സോ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പാർസ് ഇന്റർമീഡിയയിൽ നിന്ന് വരണമെങ്കിൽ ലുക്ക്, അവിടെ നിന്നൊരു റിലീസിങ് ഹോർമോൺ MSH റിലീസിങ് ഹോർമോൺ എവിടെ നിന്ന് വരണം? ഹൈപ്പോതലാമസിൽ നിന്ന് വരണം. എല്ലാവർക്കും റിലീസിങ് ഹോർമോൺ ഉണ്ട്, ബട്ട് എല്ലാവർക്കും എന്തില്ല? ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇല്ല. ക്ലിയർ അല്ലേ കുട്ടികൾ? നോക്കൂ, ഹൗ എവർ ഇൻ ഹ്യൂമൻസ് ദ പാർസ് ഇന്റർമീഡിയ ഈസ് ഓൾമോസ്റ്റ് മെർജ്ഡ് വിത്ത് പാർസ് ഡിസ്റ്റാലിസ്. ക്ലിയർ അല്ലേ? ഇനി ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ ഇവർ രണ്ടുപേരുമാണ് ഹൈപ്പോതലാമസ് സിന്തസൈസ് ചെയ്യുന്നു, ബട്ട് ആർ സ്റ്റോർഡ് ഇൻ ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് റിലീസ്ഡ് ഫ്രം ദർ. സെറ്റ് അല്ലേ? ഇനി കുറേ എല്ലാ ഹോർമോണുകളുടെയും ഫങ്ഷൻസ് അവർ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഈ രണ്ട് കാര്യമാണ് പറയുന്നത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഗ്രോത്ത് ഹോർമോൺ അല്ലെ, സൊമാറ്റോട്രോഫിൻ. എന്താ സൊമാറ്റോട്രോഫിന്റെ ഫംഗ്ഷൻ? ഗ്രോത്ത് ആൻഡ് സിംപ്ലി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബോഡി അല്ലെ, ബോഡി ആൻഡ് ബ്രെയിൻ എന്ന് പറയാം. നമ്മുടെ ബോഡിയുടെയും ബ്രെയിനിന്റെയും ഒക്കെ ഗ്രോത്ത് ഒരു പരിധി വരെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഗ്രോത്ത് ഹോർമോണിന് റോൾ ഉണ്ട്. സോ വാട്ട് വിൽ ഹാപ്പൻ? അപ്പൊ നമ്മുടെ ഗ്രോത്ത് പീരീഡിൽ ഗ്രോത്ത് ഹോർമോൺ വരണം. നൗ ലുക്ക്, ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് ഗ്രോത്ത് പീരീഡ്. നമ്മുടെ ഗ്രോത്ത് പീരീഡിൽ ഗ്രോത്ത് ഹോർമോണിന്റെ ഓവർ സെക്രീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റിമുലേറ്റ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ബോഡി. ബോഡി ഭയങ്കരമായിട്ട് വളരും. അങ്ങനെ ഉണ്ടായാൽ എന്താ? ലീഡിങ് ടു ജൈജാൻഡിസം. എന്താണ്? ജൈജാൻഡിസം ഉണ്ടാവും ഓവർ സെക്രീഷൻ ഡ്യൂറിങ് ഗ്രോത്ത് പീരീഡ്. നമ്മൾ കുട്ടികളിൽ അല്ലേ, നമ്മളൊരു മാക്സിമം ഒരു 20-21 വയസ്സ് വരെയൊക്കെ വളരുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് വളർച്ചയുടെ കാലഘട്ടത്തിൽ സാർ GH സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് എഴുതിയിരിക്കണം. ഞാൻ GH സൊമാറ്റോസ്റ്റാറ്റിൻ എഴുതൂലല്ലോ. ഐ ആം റിയലി സോറി. ദിസ് ഈസ് ആക്ച്വലി സൊമാറ്റോട്രോഫിൻ. റിയലി സോറി കേട്ടോ, ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ, മാറിപ്പോയതാ കേട്ടോ. സോ ഐ ആം സോറി ഫോർ ദാറ്റ്. ദിസ് ഈസ് സൊമാറ്റോട്രോഫിൻ. ദിസ് ഈസ് സൊമാറ്റോട്രോഫിൻ. ഓക്കെ, ദിസ് ഈസ് സൊമാറ്റോട്രോഫിൻ. GH ആണ് സൊമാറ്റോസ്റ്റാറ്റിൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ദർ വിൽ ബി ജൈജാൻഡിസ് അല്ലെ, ജൈജാൻഡിസ് ഉണ്ടാവും. ഇനി ഇഫ് ദർ ഈസ് ലോ സെക്രീഷൻ ഓഫ് GH, ഗ്രോത്ത് ഹോർമോണിന്റെ ഗ്രോത്ത് പീരീഡിൽ ലോവർ സെക്രീഷൻ കുറഞ്ഞാൽ അണ്ടർ സെക്രീഷൻ ഉണ്ടായി, ഡിക്രീസ്ഡ് സെക്രീഷൻ. അങ്ങനെ ഉണ്ടായാലും സ്റ്റണ്ടഡ് ഗ്രോത്ത് മുരടിക്കും, വളർച്ച മുരടിക്കും, റിസൾട്ടിങ് ഇൻ പിറ്റ്യൂട്ടറി ഡോർഫിസം. അതിനെ നമ്മൾ പിറ്റ്യൂട്ടറി ഡോർഫിസം എന്നാണ് വിളിക്കുക. ആക്ച്വലി നിങ്ങൾക്ക് ഒരു 2 വയസ്സ് വരെയൊക്കെയുള്ള നിങ്ങളുടെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ ആരാ അറിയോ? ഗ്രോത്ത് ഹോർമോൺ അല്ല. പ്രത്യേകിച്ച് 1 വയസ്സ് വരെയൊക്കെയുള്ള നിങ്ങളുടെ കംപ്ലീറ്റ് ഗ്രോത്ത് ഈസ് റെഗുലേറ്റഡ് മെയിൻലി ബൈ യുവർ തൈറോയിഡ് ഹോർമോൺസ്. നമ്മൾ ഗർഭപാത്രത്തിൽ വളരുന്ന സമയത്തൊക്കെയുള്ള ഗ്രോത്ത് ഉണ്ടല്ലോ, ഗർഭപാത്രത്തിൽ വളരുന്ന സമയത്തുള്ള ഗ്രോത്ത്, നമ്മളൊരു 1 വയസ്സ് വരെയുള്ള പീരീഡിലുള്ള നമ്മളെ ഗ്രോത്ത്, ദാറ്റ് ഈസ് മെയിൻലി റെഗുലേറ്റഡ് ബൈ തൈറോയിഡ് ഹോർമോൺ. നിങ്ങളുടെ ബ്രെയിനിന്റെ ഗ്രോത്ത് ഈസ് ഓൾസോ റെഗുലേറ്റഡ് ബൈ തൈറോയിഡ് ഹോർമോൺ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. നിങ്ങൾ വളരെ ചെറുതാവുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ യങ് കുട്ടികളായിരിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞാലും സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടാവും. അതിന് നമ്മൾ മറ്റൊരു പേരാണ് പറയുക. സോ ദാറ്റ് ഈസ് കോൾഡ് ക്രെറ്റിനിസം. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ക്രെറ്റിനിസം എന്നാ വിളിക്കുക കേട്ടോ. സോ ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നോക്കൂ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഐ എം സോറി, ഇറ്റ് ഈസ് യെസ് സംവെയർ ഹിയർ. ലുക്ക് ഗൈസ്, ഹൈപ്പോതൈറോയിഡിസം ഡ്യൂറിങ് പ്രഗ്നൻസി. അമ്മമാർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ഇപ്പം ഞാനൊരു അമ്മയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായാൽ, എടാ എൻ്റെ ബോഡിയിൽ തൈറോയിഡ് ഹോർമോൺ ഉണ്ടായില്ലല്ലേ എൻ്റെ കുട്ടിക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായാൽ എൻ്റെ വയറ്റിൽ വളരുന്ന കുട്ടിക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഡിഫക്റ്റീവ് ആവൂലേ? സോ ദാറ്റ് ലീഡ് ടു ഡിഫക്റ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ദ ഗ്രോയിങ് ബേബി. ആ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ ഗ്രോത്ത് ഒക്കെ മൊത്തത്തിൽ പ്രശ്നത്തിലാവും. ലീഡിങ് ടു ആ കുട്ടി ജനിച്ച് വന്നാലും ആ കുട്ടിക്ക് പിന്നെ കാര്യമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല.
കാരണം അമ്മയിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ട് ആ പ്രൊഡക്ഷൻ നടക്കുക ആദ്യത്തെ കുറച്ച് സമയത്തേക്ക്. സോ അമ്മക്ക് ഓൾറെഡി ഹൈപ്പോതൈറോയിഡ്സ് ആണ്, അപ്പോൾ കുട്ടിക്ക് ഇത് കിട്ടൂല അല്ലേ. സോ ദാറ്റ് ലീഡിങ് ടു സ്റ്റെൻഡഡ് ഗ്രോത്ത് ഓഫ് കുട്ടി ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ക്രെറ്റിനിസം. പക്ഷേ നോക്കൂ, ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞിട്ടുണ്ടാവുന്ന സ്റ്റെൻഡഡ് ഗ്രോത്തിനെ നമ്മൾ എന്താ വിളിക്കുക? പിറ്റ്യൂട്ടറി ഡോർഫിസം എന്നാണ് വിളിക്കുക. നോക്കൂ, ക്രെറ്റിനിസത്തിൽ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും കേട്ടോ. ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് കാര്യമായിട്ട് നടക്കുകയില്ല. നോക്കൂ, പിറ്റ്യൂട്ടറി ഡോർഫിസ് ഉള്ള ആളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ ആണ് കുറവ്. അപ്പോൾ അയാൾ മൊത്തത്തിൽ വലിപ്പം കുറവായിരിക്കും, പക്ഷെ പറ്റ മന്ദബുദ്ധി ആവില്ല. അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ടാവും, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇൻ ക്രെറ്റിനിസം ദർ വിൽ ബി മെന്റൽ റിട്ടാർഡേഷൻ. കാരണം എന്താ, ഞാൻ പറഞ്ഞു, ഈ ബ്രെയിനിന്റെ ഗ്രോത്തിലെ മെയിൻ റോൾ വഹിക്കുന്ന ഒരാളാണ് ആര് കുട്ടികളെ? യുവർ തൈറോയിഡ് ഹോർമോൺ. സോ ദർ ഈസ് തൈറോയിഡ് ഹോർമോൺ ഡെഫിഷ്യൻസി. ഇതൊക്കെ ബേസ് ചെയ്ത് ചോദ്യം വരാം. ഇഫ് ദേ ബിക്കം ഇഫ് ദേ വാണ്ട് ടു മേക്ക് ദ എക്സാം ഒരു കുറച്ചുകൂടെ ടൈറ്റ് ഒരു ടഫർ ആക്കാൻ വേണ്ടി, ഇഫ് ദേ ആർ പ്ലാനിങ് ഫോർ ഇറ്റ്, വി ഡോണ്ട് നോ. അങ്ങനെ ആവാതിരിക്കട്ടെ, ജസ്റ്റ് ബിലീവ് ദാറ്റ്. പക്ഷെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദിസ് ഈസ് സിമ്പിൾ കോമൺ സെൻസ്. ഓക്കെ, സിമ്പിൾ കോമൺ സെൻസ് ആണ്. സോ യു ഷുഡ് ആൻസർ ഓൾ ദീസ് തിങ്സ്, യു ഷുഡ് നോ തിങ്സ്. അടുത്തത്, അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക. കണ്ടോ, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉള്ള ഒരാൾ കണ്ടു, അയാൾക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉള്ള ആൾ കണ്ടു, മെന്റൽ റിട്ടാർഡേഷൻ ഇല്ല, ബുദ്ധി വളർച്ച കാര്യമായിട്ട് മുരടിപ്പില്ല. അങ്ങനെയാണെങ്കിൽ അത് പിറ്റ്യൂട്ടറി ഡോർഫിസ് ആയിരിക്കും. മറ്റേ കേസിലാണെങ്കിലോ യെസ്, ഇറ്റ് വിൽ ബി ക്രെറ്റിനിസം. സെറ്റ് അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽട്ടിൽ നമുക്ക് പ്രായമായതിനു ശേഷം, നമ്മുടെ ഗ്രോത്ത് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻ ഭയങ്കരമായിട്ട് വന്നാൽ, അത് എസ്പെഷ്യലി സീൻ ഇൻ മിഡിൽ ഏജ്ഡ് ആളുകളിലാണ് പ്രധാനമായിട്ടും കാണുക. ക്യാൻ റിസൾട്ട് ഇൻ സിവിയർ ഡിസ്ഫിഗർമെന്റ്. കാരണം എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ഗ്രേറ്റ് കാലി ഇല്ലേ, ഗ്രേറ്റ് കാലിയുടെ ഒക്കെ പ്രശ്നം അതാണ്. ദർ വിൽ ബി സിവിയർ ഡിസ്ഫിഗർമെന്റ്. അതായത് നമ്മുടെ ജോ ഒക്കെ ഭയങ്കരമായിട്ട് നീണ്ടു വളരും, അങ്ങനെ കൈയൊക്കെ ഭയങ്കരമായിട്ട്, കൈയിൻ്റെ വിരലൊക്കെ ഭയങ്കര വലുതായിരിക്കും അങ്ങനെ. ഓക്കെ, ദാറ്റ് എസ്പെഷ്യലി ദ ഫേസിലൊക്കെയാണ് മെയിൻ പ്രശ്നം ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് കോൾഡ് അക്രോമെഗാലി. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. ഇവിടെ ഇങ്ങനെ വളർന്ന് വലുതായി മൊത്തത്തിൽ ഭീമാകാരനായ ഒരാളായിട്ട് മാറും. സോ ദാറ്റ് ഈസ് അക്രോമെഗാലി. ഓക്കെ, സോ വിച്ച് മേ ലീഡ് ടു സീരിയസ് കോംപ്ലിക്കേഷൻസ്. അത് പല കോംപ്ലിക്കേഷൻ, ഗ്രേറ്റ് കാലിയൊക്കെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, സോ ഹി കാൺഡ് വാക്ക് പ്രോപ്പർലി. അപ്പോൾ അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആൻഡ് പ്രീമച്വർ ഡെത്ത് ഇഫ് അൺചെക്ക്ഡ്. കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ആൾ തട്ടിപ്പോവാനും സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും അതിൽ ക്യാൻസറൊക്കെ കാരണമായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ദ ഡിസീസ് ഈസ് ഹാർഡ് ടു ഡയഗ്നോസ് ഇൻ ദ ഏർലി സ്റ്റേജസ്. ആദ്യമൊന്നും ഡിസീസ് പെട്ടെന്ന് മനസ്സിലാവില്ല. ആൻഡ് ഓഫൺ ഗോസ് അൺഡിറ്റക്റ്റഡ് ഫോർ മെനി ഇയേഴ്സ്. കുറേ കാലം അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോകും. അണ്ടിൽ ചേഞ്ചസ് ഇൻ ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ബിക്കം നോട്ടീസബിൾ. അതായത് നമ്മളിപ്പോൾ ഗ്രോത്ത് ഹോർമോൺ കൂടിയിട്ടുണ്ടോന്ന് സാധാരണ ആരും പോയി ടെസ്റ്റ് ചെയ്യൂലല്ലോ. നമ്മൾ എക്സ്റ്റേണൽ ചേഞ്ചസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ചിലപ്പോൾ ട്യൂമറൊക്കെ വന്നിട്ട് പ്രശ്നമായിട്ടുണ്ടാവും. അതാണ് പലപ്പോഴും ഡെത്തിലേക്കൊക്കെ പോകും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. അടുത്തത്, ഇപ്പോൾ പല ഗുസ്തി താരങ്ങൾ, ഇപ്പോൾ ഗ്രേറ്റ് കാലിക്ക് മുമ്പുള്ള ലോകത്ത് ഏറ്റവും ആഘോഷിക്കപ്പെട്ട ഒരു ഗുസ്തി താരമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, WWE. അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രിമച്വർ ഡെത്ത് ആവുക ചെയ്തത്. ഓക്കെ, നൗ പ്രൊലാക്റ്റിൻ റെഗുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ദ മാമറി. ഇനി അടുത്ത് പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷനാണ് പറയാൻ പോകുന്നത്. പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താ? ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് മിൽക്ക് ഇൻ ദം. അതെന്താ നോക്കൂ, നമ്മുടെ മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന കുറേ ഹോർമോണുകളുണ്ട്. ഇപ്പോൾ ഈസ്ട്രോജൻ നമ്മുടെ പ്യൂബേർട്ടി സമയത്ത്, ലുക്ക് ഹൂ റെഗുലേറ്റ് ദ അല്ലെങ്കിൽ ഹൂ പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ് ഡ്യൂറിങ് പ്യൂബേർട്ടി, ദാറ്റ് ഈസ് ഈസ്ട്രോജൻ. ഇനി നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മാമറി ഗ്ലാൻഡ് കുറച്ചധികം ഒന്ന് വലുതാവും അല്ലേ. സോ അതിൽ ആക്ച്വലി പ്രൊജസ്റ്റിറോണിന് ചെറിയ റോളുണ്ട്. ഇനി നമ്മൾ ഈ മുലയൂട്ടുന്ന സമയത്തും നമ്മുടെ മാമറി ഗ്ലാൻഡ് കുറച്ചുകൂടെ ഒന്ന് വലുതാവും. അപ്പോൾ അതിൽ ആക്ച്വലി പ്രൊലാക്റ്റിനും റോളുണ്ട്. കാരണം നമ്മുടെ മാമറി ആൽവിയോളസുകൾ നന്നായി വളരാനും ആ സെല്ലുകളൊക്കെ കുറച്ച് നന്നായിട്ട് ഒന്ന് ഇരിക്കാനും, അപ്പോൾ നമ്മൾ മാമറി ഗ്ലാൻഡ് കുറച്ചൊന്ന് ഗ്രോത്ത് ആവും. അതിനകത്ത് മിൽക്ക് നിറയുന്ന ആ രണ്ട് കാര്യത്തിലും പ്രൊലാക്റ്റിൻ റോളുണ്ട്. അപ്പോൾ പ്രൊലാക്റ്റിൻ റെഗുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് മിൽക്ക് ഇൻ ദം. ദാറ്റ് ഈസ് ഡ്യൂറിങ് പ്രഗ്നൻസി സമയത്താണ് നമ്മൾ ഈ പറയുന്നത്. ബട്ട് ഡ്യൂറിങ് പ്യൂബേർട്ടി ഇറ്റ് ഈസ് ഡൺ ബൈ ഈസ്ട്രോജൻ. ദ സെയിം ഫംഗ്ഷൻ ഈസ് ഡൺ ബൈ ഈസ്ട്രോജൻ. സെറ്റ് അല്ലേ? ഇനി അടുത്തത് ഫംഗ്ഷൻസ് ഓഫ് TSH സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺ ഫ്രം തൈറോയിഡ് ഗ്ലാൻഡ്. ആക്ച്വലി നമ്മളിവിടെ തൈറോയിഡ് ഹോർമോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ കുട്ടികളെ? T3 ആൻഡ് T4. ഇവർ രണ്ടുപേരുടെയും സെക്രീഷനെയാണ് TSH സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഫംഗ്ഷൻ ഓഫ് ACTHന്റെ ഫംഗ്ഷൻ എന്താ കുട്ടികളെ? ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസ് കോൾഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഫ്രം അഡ്രിനൽ കോർട്ടെക്സ്. ആക്ച്വലി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് മാത്രമല്ല, അഡ്രിനൽ കോർട്ടെക്സിൽ നിന്ന് വരുന്ന കുറേ കോർട്ടിക്കോയിഡ്സ് ഉണ്ട്. വി ഹാവ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, വി ഹാവ് മിനറലോ കോർട്ടിക്കോയിഡ്സ് ആൻഡ് വി ഹാവ് സെക്സ് കോർട്ടിക്കോയിഡ്സ്. അതിലെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെയും കുറച്ചൊക്കെ മിനറലോ കോർട്ടിക്കോയിഡിൻ്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ. ബട്ട് NCERT സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നാണ് NCERT പറയുന്നത്. സെറ്റ് അല്ലേ? പിന്നെ നമുക്കറിയുന്ന കാര്യമാണ് LH ആൻഡ് FSH സ്റ്റിമുലേറ്റ് ഗൊണാഡൽ ആക്ടിവിറ്റി ആൻഡ് ഹെൻസ് കോൾഡ് ഗൊണാഡോട്രോഫിൻസ്. ഇൻ മെയിൽസ് നമുക്കറിയുന്ന കാര്യമല്ലേ, LH സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ്
hormones called androgen from testis. Testis നിന്നുള്ള ആൻഡ്രോജന്റെ സെക്രീഷനെയാണ് LH സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. Can you give any other name for LH? LHന്റെ മറ്റൊരു പേര് പറയാൻ പറ്റുമോ? Can you give any other name for LH? നമ്മൾ പഠിച്ചാണ്, +2 കഴിഞ്ഞ ആൾക്കാരല്ലേ, പെട്ടെന്ന് പറ. LHന് മറ്റൊരു പേരുണ്ട്. LHന്റെ ആക്ടിവിറ്റി എന്താ? LH ആക്ട് ഓൺ ലേഡിക് സെൽ അല്ലേ, ലേഡിക് സെല്ലിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നു ആൻഡ് ലേഡിക് സെല്ലിൽ നിന്ന് ആൻഡ്രോജൻ വരുന്നു. സോ ദാറ്റ് ഈസ് ദ ആക്ഷൻ ഓഫ് LH. സോ ക്യാൻ യു ഗീവ് എനി അതർ നെയിം ഓഫ് LH? LHന്റെ മറ്റൊരു പേര് പറയാൻ പറ്റുമോ? LHന്റെ പേര് പറയാൻ പറ്റുമോ? ഓക്കെ, കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. വെരി ഗുഡ്. IC അല്ലേ, ഇന്റർസ്റ്റീഷ്യൽ. നോക്കൂ കുട്ടികളെ, നോക്കൂ, ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നോക്കൂ, ബിക്കോസ് ലേഡിക് സെല്ലിനെയാണ് LH ആക്ട് ഓൺ ലേഡിക് സെൽ. ലേഡിക് സെല്ലിന്റെ മറ്റൊരു പേരാണ് എന്താണ്? ഇന്റർസ്റ്റീഷ്യൽ സെൽ അല്ലേ. അപ്പോൾ ഇന്റർസ്റ്റീഷ്യൽ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ട് തന്നെ LH ഈസ് അതർവൈസ് കോൾഡ് ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സെറ്റ് അല്ലേ? നൗ ഇൻ മെയിൽസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, മെയിൽസിൽ FSH ആൻഡ് ആൻഡ്രോജൻ റെഗുലേറ്റ് സ്പെർമാറ്റോജെനസിസ്. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. FSH ആ സ്പെർമിയോജെനസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. സോ രണ്ടുപേരും കൂടി ഒന്നിച്ച് സ്പെർമാറ്റോജെനസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നു. Now in female, LH induces ovulation of fully mature follicle or Graafian follicle ne rupture ആയി ovulation stimulate ചെയ്യുന്നു and maintains the corpus luteum formed from remnants of Graafian follicle. നോക്കൂ, ഈ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവാൻ സഹായിക്കുന്ന ഹോർമോണാണ് LH. ആ കോർപ്പസ് ലൂട്ടിയത്തെ കൊണ്ട് പ്രൊജസ്റ്റിറോണിനെ സിന്തസൈസ് ചെയ്യിപ്പിക്കുന്നതും പ്രൊജസ്റ്റിറോണിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്നതും ആരാണ്? LH ആണ്. ആ ഫംഗ്ഷൻ കൂടി അയാൾക്കുണ്ട് കേട്ടോ. ഓക്കെ, സോ ഓവുലേഷന് ശേഷം ഉണ്ടാകുന്ന കോർപ്പസ് ലൂട്ടിയത്തെ കൊണ്ട് ഇങ്ങനെ LH അങ്ങ് പറഞ്ഞ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. എന്തിനെ? റിലീസ് ഓഫ് പ്രൊജസ്റ്റിറോൺ അല്ലെങ്കിൽ സെക്രീഷൻ ഓഫ് പ്രൊജസ്റ്റിറോൺ. സെറ്റ് അല്ലേ? നൗ FSH in female stimulate the growth and development of ovarian follicles in females. സെറ്റ് ആണല്ലോ. MSHന്റെ ആക്ഷൻ നമുക്കറിയാം. MSH ആക്ട് ഓൺ ദ മെലാനോസൈറ്റ്സ്, ദറ്റ് ഈസ് മെലാനിൻ കണ്ടെയ്നിങ് സെൽസ് ആൻഡ് റെഗുലേറ്റ് പിഗ്മെന്റേഷൻ അല്ലേ. നമ്മുടെ ബോഡിയുടെ പിഗ്മെന്റേഷനെയാണ് ഇയാൾ റെഗുലേറ്റ് ചെയ്യുന്നത്. Now, ഓക്സിറ്റോസിന്റെ ഫംഗ്ഷൻ എന്താ? ഓക്സിറ്റോസിൻ ആക്ട് ഓൺ ദ സ്മൂത്ത് മസിൽസ് ഓഫ് യുവർ ബോഡി ആൻഡ് സ്റ്റിമുലേറ്റ് ദെയർ കൺട്രാക്ഷൻ. നോക്കൂ, ഓക്സിറ്റോസിന് നമ്മുടെ സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന ആളുകളാണ്. എസ്പെഷ്യലി നോക്കൂ, ഫീമെയിൽസിൽ ഒന്ന് നമുക്കറിയാം, ഡ്യൂറിങ് ഡെലിവറി ഓർ പാർച്ചുറേഷൻ അല്ലെ, ഡെലിവറിയുടെ സമയത്ത് യൂട്രസിലെ സ്മൂത്ത് മസിലുകളുടെ കൺട്രാക്ഷൻ ഈസ് ബൈ ഓക്സിറ്റോസിൻ. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ബ്രസ്റ്റ് ഉണ്ടല്ലോ, ബ്രസ്റ്റിലെ ആൽവിയോളസുകൾ ഉണ്ടല്ലേ, മാമറി ആൽവിയോളസുകൾ. ഈ മാമറി ആൽവിയോളസുകൾക്ക് ചുറ്റും ദർ ഈസ് മയോ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്ന സ്മൂത്ത് മസിൽ സെല്ലുകൾ ഉണ്ട് അറൌണ്ട് യുവർ ആൽവിയോളൈ. സോ വെൻ ദീസ് മയോ എപ്പിത്തീലിയൽ സെൽസ് കൺട്രാക്ട്, ദ ആൽവിയോളൈ സ്ക്യൂസസ് ആൻഡ് ദർ വിൽ ബി മിൽക്ക് ഇജക്ഷൻ. സെറ്റാണോ? ലുക്ക്, ദിസ് ഈസ് യുവർ ആൽവിയോളൈ. ആൽവിയോളൈക്ക് ചുറ്റും there are myoepithelial cells. These are smooth muscle cells. So when these myoepithelial cells contract, the alveoli get squeezed and that lead to milk ejection of milk through nipple. Okay, so ഇത് രണ്ടുമാണ് ഓക്സിറ്റോസിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഫങ്ഷൻസ്. സോ ഇൻ ഫീമെയിൽസ് ഇറ്റ് സ്റ്റിമുലേറ്റ് വിഗറസ് കൺട്രാക്ഷൻ ഓഫ് യൂട്രസ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത് ആൻഡ് മിൽക്ക് ഇജക്ഷൻ ഫ്രം ദ മാമറി ഗ്ലാൻഡ്. നോക്കൂ, ദിസ് ഈസ് നോട്ട് മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോൺ. മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോൺ ഏതാ? പ്രൊലാക്റ്റിൻ ആണ്. ആൻഡ് ദിസ് ഈസ് മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ. മിൽക്ക് ഇജക്ട് ചെയ്യുന്ന ഹോർമോൺ ആണ്. Now let's talk about vasopressin. Vasopressin act mainly at the kidney and stimulate reabsorption of water and electrolyte by the distal tubules and thereby distal tubules എന്ന് പറഞ്ഞാൽ ആരാ? ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി DCT ആൻഡ് കളക്ടിംഗ് ഡക്ട്, മെയിൻലി കളക്ടിംഗ് ഡക്റ്റ് ആണ്. ആൻഡ് thereby reduce loss of water through urine. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. Now, an impairment affecting synthesis of ADHന്റെ സിന്തസിസോ റിലീസോ ഉണ്ടായി അഫക്റ്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് റിസൾട്ടിങ് ഡിമിനിഷ്ഡ് എബിലിറ്റി ഓഫ് ദ കിഡ്നി ടു കൺസർവ് വാട്ടർ. വാട്ടറിനെ കൺസർവ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടും, വാട്ടറിനെ സംരക്ഷിക്കാനുള്ള റീഅബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടും. ദാറ്റ് ലീഡിങ് ടു വാട്ടർ ലോസ് ആൻഡ് ഡീഹൈഡ്രേഷൻ. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കുട്ടികളെ? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Okay, now we are going to talk about pineal gland. I hope it is clear. Ready അല്ലേ മക്കളെ? Shall we move to pineal gland? നോക്കടാ. So the pineal gland located on the dorsal side of forebrain. അല്ലേ, നമ്മൾ ആ ചിത്രത്തിൽ തന്നെ കണ്ടു. ഡോർസൽ സൈഡ് ഓഫ് ഫോർബ്രെയിനിലാണുള്ളത്. Now pineal secrete a hormone called melatonin. അല്ലേ, പിനിയൽ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഉണ്ടാക്കുന്നത്. And melatonin plays a very important role in the regulation of 24-hour rhythm of your body. നമ്മുടെ ബോഡിക്ക് ഒരു 24-hour rhythm ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേസിൽ കോർട്ടിസോൾ എപ്പോഴും ബോഡിയിൽ മോർണിംഗിലായിരിക്കും കൂടുതൽ.
നമ്മുടെ BP ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്തിരി കൂടും. സോ നമ്മുടെ ബോഡിയിൽ ഓരോ കാര്യം നമ്മുടെ ഹാർട്ടിൻ്റെ റേറ്റ് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് വല്ലാണ്ട് കുറയും. സോ ദർ ഈസ് എ ബാലൻസ്. നമ്മുടെ ബോഡിക്ക് ഒരു കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നതിന് ദർ ഈസ് എ ബയോളജിക്കൽ ക്ലോക്ക്, ദർ ഈസ് എ ഡയേണൽ റിതം. ഓക്കെ, സോ ആ ഡയേണൽ റിതം അല്ലെങ്കിൽ 24 hour റിതം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ആര് കുട്ടികളെ? മെലറ്റോണിൻ. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെലറ്റോണിൻ നമ്മുടെ ബോഡിയിൽ നന്നായി സെക്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് ഉറങ്ങണം എന്നാണ് പറയുക. നമ്മൾ വെയിലുണ്ടായി വെളിച്ചത്ത് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ മെലറ്റോണിൻ സെക്രീറ്റ് ആവില്ല എന്നാണ് പറയാറ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ നോർമൽ റിതംസ് ഓഫ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ. അതിൻ്റെ മറ്റൊരു പേരാണ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ. ആൻഡ് ഇറ്റ് ഓൾസോ റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ മെറ്റബോളിസം. ബോഡിയിലെ മെറ്റബോളിസത്തെ അയാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിഗ്മെന്റേഷൻ ഓഫ് ബോഡി പിഗ്മെന്റേഷനിൽ റെഗുലേറ്റ് ചെയ്യുന്നതിൽ അയാൾക്ക് റോൾ ഉണ്ട്. ഇത് എസ്പെഷ്യലി ഇൻ നമ്മുടെ ഈ ഫിഷുകളുടെ ഒക്കെ കേസിൽ അതിൻ്റെ പിഗ്മെന്റേഷനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ ദ പിനിയൽ ഗ്ലാൻഡ് ഹാസ് എ റോൾ. അതുപോലെ തന്നെ ആംഫീബിയകളുടെ കേസിൽ ആംഫീബിയകളുടെ മെറ്റമോർഫോസിസ് ഉണ്ടല്ലോ, ഫ്രോഗൊക്കെ ഈ ടാഡ്പോൾ അഡൽട്ട് ആവുന്ന പരിപാടി, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിലൊക്കെ മെലറ്റോണിന് റോളുണ്ട്. മെലറ്റോണിന് പിനിയൽ ഗ്ലാൻഡ് ഫ്രോഗിനും ഉണ്ട്, നമുക്ക് മാത്രമല്ല. ആൻഡ് നമ്മുടെ കേസിൽ ഫീമെയിൽസിലെ മെൻസ്ട്രൽ സൈക്കിൾ ആസ് വെൽ ആസ് ഡിഫൻസ് ക്യാപ്പബിലിറ്റി. വാട്ട് ഈസ് മെൻ ബൈ ഡിഫൻസ് ക്യാപ്പബിലിറ്റി? നമ്മുടെ ഇമ്മ്യൂണിറ്റി കേട്ടോ. ഇറ്റ് ഹാസ് റോൾ ഇൻ റെഗുലേറ്റിംഗ് യുവർ ഇമ്മ്യൂണിറ്റി. മെൻസ്ട്രൽ സൈക്കിൾ ഇൻ ഫീമെയിൽ, അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ, മെറ്റബോളിസം. സെറ്റ് അല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, നമുക്ക് ഫീമെയിലിൻ്റെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ആരൊക്കെയാണ്? വി നോ അബൌട്ട് ഈസ്ട്രോജൻ. We know progesterone has some role. We know FSH has a role. We know LH has some role. Okay, and we know that the melatonin has some role, and also thyroid hormone. All these hormones have some roles. Set alle makkale? Thyroid hormone, melatonin okke role undu. Okay, I hope it is clear. Now let's talk about thyroid gland. നമുക്ക് thyroid gland consists of 2 lobes. ഓക്കെ, പിക്ചർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. തൈറോയിഡ് ഗ്ലാൻഡിന് 2 ലോബുണ്ട്. ദിസ് ഈസ് 1 lobe, another lobe, which are located on either side of trachea. നമ്മുടെ ട്രക്കിയയുടെ 2 സൈഡിലായിട്ടാണ് ലൊക്കേറ്റ് ആയിട്ടുള്ളത്. സോ ദിസ് ഈസ് യുവർ ട്രക്കിയ. ഇവിടെ ദിസ് ഈസ് യുവർ ഗ്ലോട്ടിസ് റീജിയൻ. ഗ്ലോട്ടിസിനകത്ത് നോക്കൂ, യു ക്യാൻ സി യുവർ വോക്കൽ കോഡ്. ഓക്കെ, വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൗണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചറാണ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ ഗ്ലോട്ടിസ്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ഗ്ലോട്ടിസ്, sorry, which is located in the larynx. Glottis alla, I'm sorry, which is located in the larynx alle. Glottis allada, larynx alle. Okay, so this part is actually ഇവിടെയാണ് നമ്മുടെ larynx region ഉള്ളത്. അവിടെ നമുക്ക് എന്തുണ്ട്? vocal cord ഉണ്ട് കേട്ടോ. glottis അല്ല, sorry, larynx. Okay, so the thyroid gland is composed of 2 lobes which are located on either side of trachea. Both the lobes are interconnected with a thin flap of connective tissue. ആ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടില്ലേ, this thin flap of, ഇതൊരു ശരിക്കും ഒരു thin flap of connective tissue ആണ്, connective tissue ആണ്, and this is called isthmus. Okay, that's it, connective tissue called isthmus. Now the thyroid gland is composed of follicles and stromal tissue. What is meant by this? നോക്കൂ, നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഒരു പീസ് എടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ മെനി ഫോളിക്കിൾസ്. ഓക്കെ, ഇങ്ങനെ കുറേ ഫോളിക്കിൾസ് കാണാം. ഇതൊരു ഫോളിക്കിളാണ്, അടുത്ത ഫോളിക്കിൾ, ഇങ്ങനെ കുറേ ഫോളിക്കിൾസ് കാണാൻ പറ്റും. ഫോളിക്കിളിൻ്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ സ്ട്രോമൽ ടിഷ്യൂ അല്ലെങ്കിൽ സ്ട്രോമ എന്ന് പറയുക. ഈ സ്ട്രോമയിൽ വി ഹാവ് സ്പെഷ്യൽ സെൽസ് കോൾഡ് പാരാഫോളിക്കുലാർ സെൽസ്. എന്താ വിളിക്കുക? പാരാഫോളിക്കുലാർ സെൽസ് ഇൻ ദ സ്ട്രോമ. ഓക്കെ, പാരാഫോളിക്കുലാർ സെൽസ് ഇൻ ദ സ്ട്രോമ, ആൻഡ് ദീസ് ആർ തൈറോയിഡ് ഫോളിക്കിൾസ്. ഓക്കെ, ദീസ് ആർ ഫോളിക്കിൾസ്. അവിടുത്തെ സെല്ലുകളെയാണ് ഫോളിക്കുലാർ സെൽസ് എന്ന് വിളിക്കുക. എന്താണ്? ഫോളിക്കുലാർ സെൽസ്. ഓക്കെ, സോ വിത്തിൻ ദ തൈറോയിഡ് ഫോളിക്കിൾസ് യു ക്യാൻ സീ ഫോളിക്കുലാർ സെൽസ്. ഓക്കെ, വിത്തിൻ ദ തൈറോയിഡ് വിത്തിൻ ദ ഫോളിക്കിൾസ് വാട്ട് യു ക്യാൻ സീ ഈസ് ഫോളിക്കുലാർ സെൽസ്. ഓക്കെ, നൗ ഔട്ട്സൈഡിൽ നമുക്ക് പാരാഫോളിക്കുലാർ സെൽസ് കാണാൻ പറ്റും. എവിടെ? ഇൻ ദ സ്ട്രോമൽ ടിഷ്യൂ. സ്ട്രോമൽ ടിഷ്യൂവിൽ യു ക്യാൻ സീ പാരാഫോളിക്കുലാർ സെൽസ്. സെറ്റ് അല്ലേ കുട്ടികളെ? നൗ ലുക്ക്, each thyroid follicle is composed of follicular cells enclosing a cavity. കണ്ടോ, ഈ ഫോളിക്കിളിന്റെ ഉള്ളിൽ യു ക്യാൻ സീ എ ക്യാവിറ്റി. കണ്ടോ, ഫോളിക്കിളിന്റെ സെല്ലുകൾ ഇവിടെയൊക്കെ ഉണ്ടാവുക, അതിൻ്റെ ഉള്ളിൽ യു ക്യാൻ സീ എ ക്യാവിറ്റി.
Now these follicular cells synthesize two hormone, രണ്ട് ഹോർമോണുകൾ ഉണ്ടാക്കും. ആരൊക്കെ കുട്ടികളെ? ടെട്രാ അയഡോതൈറോണിൻ ഓർ തൈറോക്സിൻ, T4 എന്ന് പറയും. ടെട്രാ അയഡോതൈറോണിൻ ഓർ തൈറോക്സിൻ ആൻഡ് ട്രൈ അയഡോതൈറോണിൻ, അതാണ് T3. ഇവ രണ്ടുപേരെയാണ് നമ്മൾ തൈറോയിഡ് ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത്. Now അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ നോർമൽ റേറ്റ് ഓഫ് ഹോർമോൺ സിന്തസിസ് ഇൻ തൈറോയിഡ്. നമുക്ക് തൈറോയിഡ് ഹോർമോണുകളുടെ കൃത്യമായ സിന്തസിസ് നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി അയഡിൻ, അല്ലേ? കാരണം നമ്മൾ ട്രൈ അയഡോ ടെട്രാ അയഡോ തൈറോണിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൈറോസിൻ എന്ന് പറയുന്ന, നോക്കൂ, തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കണമെങ്കിൽ ഏത് അമിനോ ആസിഡ് ആവശ്യമായിട്ട് വരിക? നമ്മൾ പല അമിനോ ആസിഡിൻ്റെയും പേര് പഠിച്ചിട്ടില്ലേ? ദാറ്റ് ഈസ് തൈറോസിൻ. ഓക്കെ, തൈറോസിൻ വേണം, അയഡിൻ വേണം. അങ്ങനെയാണ് നമ്മൾ തൈറോയിഡ് ഹോർമോണുകൾ T3യും T4ഉം ഉണ്ടാവുന്നത്. സെറ്റല്ലേ മക്കളെ? ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഇൻ അവർ ഡയറ്റ് റിസൾട്ട് ഇൻ ഹൈപ്പോതൈറോയിഡിസം. നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാം. നമ്മുടെ ഡയറ്റിൽ അയഡിൻ കുറഞ്ഞാലും ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകും. നമ്മുടെ ഡയറ്റിൽ അയഡിൻ കുറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും. അതിൻ്റെ കൂടെ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ആവാൻ തുടങ്ങും. നോക്കൂ, എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ആ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ആവുന്നതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് വിളിക്കുക. ശ്രദ്ധിക്കടാ, തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ആവുന്നതിനെയാണ് ഗോയിറ്റർ എന്ന് വിളിക്കുക. നോക്കൂ, തൈറോയിഡ് ഗ്ലാൻഡ് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ അയഡിൻ കുറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും, തൈറോയിഡ് ഹോർമോൺ ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവുകയും ചെയ്യും. യെസ്, മെക്കാനിസം നമ്മളിപ്പോൾ പറയുന്നില്ല. തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവുകയും ചെയ്യും. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും അല്ലേ? മുമ്പ് നമ്മുടെ പെയ്ഡ് കുട്ടിയൊക്കെ അറിയാം, ഞാൻ മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ മെക്കാനിസം എന്താണ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവുന്ന അവസ്ഥനെ ഗോയിറ്റർ എന്ന് വിളിക്കും. സെറ്റ് അല്ലേ? അപ്പോൾ ഇത് ഹൈപ്പോ തൈറോയിഡിസം വിത്ത് ഗോയിറ്റർ ആണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് സിമ്പിൾ ഗോയിറ്റർ എന്നാണ് പറയുന്നത്. എന്താ വിളിക്കുക? സിമ്പിൾ ഗോയിറ്റർ. ഇനി തൈറോയിഡ് ഹോർമോൺ ഭയങ്കരമായിട്ട് ഉണ്ടാവുക, തൈറോയിഡ് ഗ്ലാൻഡ് ഒരുപാട് സെക്രീഷൻ ഉണ്ടാക്കി തൈറോയിഡ് ഹോർമോൺ ഭയങ്കരമായിട്ട് ഉണ്ടാവുക. അപ്പോൾ എന്താണ്ടാവുമെന്ന് അറിയോ? ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹോർമോൺ നിറയും. ഇതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തത്തിൽ ഹോർമോൺ അങ്ങ് വന്ന് നിറയും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോഴും തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവും. അതിനെയും നമ്മൾ ഗോയിറ്റർ എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് അതിനെ നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുക കുട്ടികളെ? എക്സോഫ്താൽമിക് ഗോയിറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ. ലുക്ക്, എക്സോഫ്താൽമിക് ഗോയിറ്റർ. സോ ഇൻ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവും, പിന്നെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കും. ഓക്കെ, സോ ഹൈപ്പർ സെക്രീഷനിലും ദിസ് എക്സോഫ്താൽമിക് ഗോയിറ്റർ ക്യാൻ ബി അതർവൈസ് കോൾഡ് ഗ്രേവ്സ് ഡിസീസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഗോയിറ്റർ സിംപ്ലി മീൻസ് ദ എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി സോ ദിസ് ഈസ് ഹൈപ്പോതൈറോയിഡിസം ഇൻ അഡൽട്ടിൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നം. കാരണം എന്താ? അഡൽട്ടിൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായാൽ തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, പല ഫംഗ്ഷൻ ഉണ്ടാവും, നടക്കൂല. അതുകൊണ്ടാണ്. ഇനി കുട്ടികളിൽ ഹൈപ്പോതൈറോയിഡിസം ഇൻ ചിൽഡ്രൻ ഓർ ഹൈപ്പോതൈറോയിഡിസം ഓഫ് മദർ ഡ്യൂറിങ് പ്രഗ്നൻസി, ഒരു കുട്ടിയെ പ്രഗ്നന്റ് ആയിട്ട് ഒരു കുട്ടി വളരുന്ന സമയത്ത് മദറിന് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ കുട്ടിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുക. ഈ കേസിൽ നോക്കൂ, അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദർ വിൽ ബി സ്റ്റെൻഡഡ് ഗ്രോത്ത്. അതിനെയാണ് ക്രെറ്റിനിസം എന്ന് വിളിക്കുക. ആ കുട്ടിയുടെ ബ്രെയിൻ വളരൂല. അപ്പോൾ ദർ വിൽ ബി മെന്റൽ റിട്ടാർഡേഷൻ. അവിടെ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും. ആ കുട്ടിയുടെ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടായ കുട്ടിക്ക് ഇന്റലിജൻസ് ഉണ്ടാവുമോ മക്കളെ? ഉണ്ടാവില്ലല്ലോ. ദർ വിൽ ബി ലോ ഇന്റലിജൻസ് കോഷ്യന്റ് കുറവായിരിക്കും, IQ കുറവായിരിക്കും. ഇനി സ്കിന്നിന്റെ ഗ്രോത്ത് ഒന്നും നടക്കാത്തതുകൊണ്ട് അബ്നോർമൽ സ്കിൻ ആയിരിക്കും. കുട്ടിക്ക് ചെവിയും കേൾക്കൂല, സംസാരിക്കാനും പറ്റില്ല. അതാണ് ഡഫ് മ്യൂട്ടിസം. എന്താണ് മക്കളെ? ഡഫ് മ്യൂട്ടിസം. നോക്കൂ, നമ്മുടെ നാട്ടിലെ നമുക്ക് ദ മോസ്റ്റ് കോമൺ ട്രീറ്റബിൾ കോസ് ഓഫ് മെന്റൽ റിട്ടാർഡേഷന്റെ മോസ്റ്റ് കോമൺ ട്രീറ്റബിൾ കോസ് എന്താണെന്ന് അറിയും നിങ്ങൾക്ക്? ദാറ്റ് ഈസ് ഹൈപ്പോതൈറോയിഡിസം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഹൈപ്പോതൈറോയിഡിസം കാരണം എന്താ പറയുക, മെന്റൽ റിട്ടാർഡേഷൻ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ആ കുട്ടികളെ ആ രീതിയിലേക്ക് മാറും. മെന്റൽ റിട്ടാർഡേഷൻ വരുന്ന ഒരുപാട് കുട്ടികളുടെ, എസ്പെഷ്യലി ഇൻ ദ ട്രൈബൽ വില്ലേജസ് ഓഫ് കേരള. കേരളത്തിലെ ട്രൈബൽ വില്ലേജുകളിൽ സ്റ്റിൽ റിപ്പോർട്ടഡ് ദീസ് കേസസ്. ഓക്കെ, സോ ലൈക്ക് സാധാരണ നമ്മുടെ ഹോസ്പിറ്റൽ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യും കുട്ടികളെ. തൈറോയിഡ് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. തൈറോയിഡും മഞ്ഞയും ഇത് രണ്ടും ഡോക്ടർമാർ എന്തായാലും ചെക്ക് ചെയ്യും അല്ലേ, കുട്ടിക്ക് ഉണ്ടോ എന്ന്. കാരണം തൈറോയിഡ് ഇല്ലെങ്കിൽ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി, അവിടെ തീരുന്നൊരു കാര്യമാണത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ ഇൻ അഡൾട്ട് വുമൺ ഹൈപ്പോതൈറോയിഡിസം മേ കോസ് മെൻസ്ട്രൽ സൈക്കിൾ ടു ബിക്കം ഇറഗുലർ. കണ്ടോ, അഡൾട്ട് വുമണിൽ മെൻസ്ട്രൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്ന തൈറോയിഡ് ഹോർമോൺ. സോ മെൻസ്ട്രൽ സൈക്കിൾ ബിക്കം ഇറഗുലർ. നൗ ലുക്ക്, ഇനി എങ്ങനെ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുമെന്ന്? ഡ്യൂ ടു ക്യാൻസർ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൽ ക്യാൻസർ വന്നാൽ തൈറോയിഡ് ഗ്ലാൻഡിലെ സെല്ലുകളുടെ എണ്ണമൊക്കെ മൊത്തത്തിൽ കൂടും. അപ്പോൾ ഹൈപ്പർ സെക്രീഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ ഓർ ഡ്യൂ ടു ഡെവലപ്മെന്റ് ഓഫ് നോഡ്യൂൾസ് ഇൻ ദ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ? മാലിഗ്നന്റ് ട്യൂമറിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയാം.
തൈറോയിഡ് ഗ്ലാൻഡിൽ ഭയങ്കരമായിട്ട് ഹോർമോൺ ഉള്ള നൊഡ്യൂൾ ഉള്ള ഫോളിക്കിളുകളിൽ, തൈറോയിഡ് ഗ്ലാൻഡിൽ കുറേ ഫോളിക്കിൾസ് ഉണ്ടല്ലോ, ഇതിലെ ഫോളിക്കിളുകൾ ഭയങ്കരമായിട്ട് തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കുക. അങ്ങനെ എന്താ ഉണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ഫോളിക്കിളിൻ്റെയും ഉള്ളിൽ ഹോർമോൺ അങ്ങ് നിറയൂടാ. അപ്പോൾ ഈ ഫോളിക്കിളൊക്കെ അങ്ങനെ ഉണ്ടയായിട്ട് നിൽക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കിങ്ങനെ നൊഡ്യൂളായിട്ട് കഴുത്തിൽ കാണാൻ പറ്റും. അതാണ് ഈ പറയുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ കാണാൻ പറ്റും പേഷ്യൻസിൻ്റെ കഴുത്തിൽ നൊഡ്യൂളായിട്ട് കുറേ. നൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഉണ്ടകൾ. ഓക്കെ, സോ ഡ്യൂ ടു ക്യാൻസർ, ഒന്നുകിൽ ഡ്യൂ ടു ക്യാൻസർ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ഓർ ഡ്യൂ ടു ഡെവലപ്മെന്റ് ഓഫ് നൊഡ്യൂൾസ് ഇൻ ദ തൈറോയിഡ് ഗ്ലാൻഡ്സ്, ദ റേറ്റ് ഓഫ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺ ഇൻക്രീസ്ഡ് ടു an abnormal high level, leading to a condition called hyperthyroidism, which adversely affect the body physiology. ബോഡിയുടെ ഫിസിയോളജിയെ മൊത്തത്തിൽ ബാധിക്കാം. അത്തരത്തിൽ ഹൈപ്പർ തൈറോയിഡിസം നോക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ ക്യാൻസർ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് കാരണം ഹൈപ്പോതൈറോയിഡിസം വരാം, അല്ലെങ്കിൽ MNG നമ്മൾ പറയും, മൾട്ടി നോഡുലാർ ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് വിത്ത് നൊഡ്യൂൾസ്. പല നൊഡ്യൂളുകൾ കാണാൻ പറ്റും. ഇത്തരം കേസിലൊക്കെ കൂടാം. ക്ലിയർ അല്ലേ? അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാം. അത്തരം ഒരു കണ്ടീഷനാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. So exophthalmic goiter is a form of hyperthyroidism characterized by enlargement of thyroid gland. അതുകൊണ്ടാണല്ലോ ഇതിനെ ഗോയിറ്റർ എന്ന് വിളിച്ചത്, അല്ലേ? പിന്നെന്താ ഉണ്ടാവുക? പ്രൊട്രൂഷൻ ഓഫ് ഐബോൾ. അതുകൊണ്ടാണ് എക്സോഫ്താൽമിക്. ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ്. ഒഫ്താൽമിക്, കണ്ണ് പുറത്തേക്ക് തള്ളുന്നു. ആൻഡ് ഇൻക്രീസ്ഡ് ബേസൽ മെറ്റബോളിക് റേറ്റ്. നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്ന ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. സോ തൈറോയിഡ് ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടിയാൽ ദ മെറ്റബോളിക് റേറ്റ് വിൽ ഇൻക്രീസ്. ഓക്കെ, ആൻഡ് വെയിറ്റ് ലോസ്. ഭയങ്കരമായിട്ട് മെറ്റബോളിസം നടന്ന് എന്താ ഇവിടെ ബോഡിയിലെ ന്യൂട്രിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് മെറ്റബോളിസം നടന്ന് ഇതൊക്കെ ഇങ്ങനെ കത്തിപ്പോവുക, അല്ലേ? ഈ ഫാറ്റ് ഒന്നും സ്റ്റോർ ചെയ്യൂല, കാരണം എല്ലാ ന്യൂട്രിയൻസും മെറ്റബോളിസം സെല്ല് ഇങ്ങനെ എനർജി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ഉപയോഗിച്ച് വെറുതെ എടുത്തേക്കുന്ന പരിപാടിയൊക്കെ നിൽക്കും. അതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്രേവ്സ് ഡിസീസ്. സെറ്റ് അല്ലേ? അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം വന്നു കഴിഞ്ഞാലോ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക, വെയിറ്റ് കൂടും. മെറ്റബോളിസം കുറയല്ലേ ചെയ്യുക, മെറ്റബോളിസം കൂട്ടുന്ന ആളാണ് തൈറോയിഡ് ഹോർമോൺ. അപ്പോൾ മെറ്റബോളിസം നടക്കാതെ കഴിക്കുന്ന ഫുഡൊക്കെ ഇങ്ങനെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും, ആകെ വെയിറ്റ് ഒക്കെ കൂടി വരും. സെറ്റ് ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ ഓൾസോ മെയിൻറ്റെയിൻസ് ദ അയോണിക് ആൻഡ് വാട്ടർ ബാലൻസ് ഇൻ യുവർ ബോഡി. നമ്മുടെ ഓസ്മോട്ടിക് ബാലൻസ്, നമ്മുടെ ബോഡിയിലെ അയോണിക് ആൻഡ് വാട്ടർ ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിലും തൈറോയിഡ് ഹോർമോണിന് റോൾ ഉണ്ട്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങും, വെള്ളം ഒന്നും പോകില്ല. അതൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിലെ പ്രശ്നമാണ്. നമുക്ക് വായിച്ചു നോക്കാം. What are the functions of thyroid hormone? Thyroid hormone play an important role in the regulation of basal metabolic rate. No, it is the main hormone that regulates the basal metabolism. These hormones also support the process of RBC formation, erythropoiesis. നോക്കൂ, നിങ്ങളുടെ ബോഡിയിൽ RBC ഫോർമേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണുകൾ ആരൊക്കെയാണ്? നമ്പർ 1 തൈറോയിഡ് ഹോർമോൺ. നമുക്ക് നമ്പർ 1 മെയിൻ ആളെടുക്കാം. എറിത്രോപോയറ്റിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ഓഫ് കിഡ്നി. നമ്മൾ JG എന്ന് പഠിച്ചിട്ടില്ല, ഈ JG ഉണ്ടാക്കുന്ന ഹോർമോണാണ് എറിത്രോപോയറ്റിൻ. അതുപോലെ തൈറോയിഡ് ഹോർമോൺ, അതുപോലെ കോർട്ടിസോൾ, അതുപോലെ മെയിൽസിന്റെ കേസിൽ ആൻഡ്രോജൻ. ദീസ് ആർ ദ ഹോർമോൺസ് that regulate erythropoiesis or RBC production. സെറ്റ് അല്ലേ? Now, thyroid hormone control the metabolism of carbohydrate. ബോഡിയിലെ കാർബോഹൈഡ്രേറ്റ്സിന്റെ മെറ്റബോളിസം. അതാണ് ബേസൽ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് അല്ലേ? അതേ കാര്യം വീണ്ടും പറയാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ്, ഇവരുടെയൊക്കെ മെറ്റബോളിസം ദാറ്റ് ഈസ് ബേസൽ മെറ്റബോളിസം, മൊത്തത്തിലുള്ള മെറ്റബോളിസം. മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ദാറ്റ് ഈസ് ഓസ്മോട്ടിക് ബാലൻസ്, ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ തൈറോയിഡ് ഹോർമോൺ. അപ്പോൾ നമ്മൾ T3 T4നെയാണ് തൈറോയിഡ് ഹോർമോണുകൾ എന്ന രീതിയിൽ പറയാറ്. ഇനി ഇത് പാരാഫോളിക്കുലാർ സെൽസ്, സ്ട്രോമയിൽ കാണുന്ന, സ്ട്രോമൽ ടിഷ്യൂവിൽ കാണുന്ന പാരാഫോളിക്കുലാർ സെൽസ് ഉണ്ടല്ലോ. സോ ദേ സെക്രീറ്റ് എ ഹോർമോൺ കോൾഡ് തൈറോകാൽഷിറ്റോണിൻ വിച്ച് റെഗുലേറ്റ് ബ്ലഡ് കാൽഷ്യം ലെവൽ. ഇയാൾ ബ്ലഡിലെ കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ്. ഇറ്റ് ഡിക്രീസ് ബ്ലഡ് കാൽഷ്യം ലെവൽ, നമ്മുടെ ബ്ലഡിലെ കാൽഷ്യം കുറക്കുന്ന ആളാണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് പാരാതൈറോയിഡ് ഹോർമോൺ. പാരാതൈറോയിഡ് ഗ്ലാൻഡ്. സെറ്റ് അല്ലേ മക്കളെ? I hope it is clear. Ready അല്ലേ? Ready ആണോ? Okay, good. Now parathyroid gland. In humans, there are 4 parathyroid glands which are present on the back side of thyroid gland. അല്ലേ? thyroid gland ബാക്കിലായിട്ട് we have 4 parathyroid glands. 1 pair each in the 2 lobes. അല്ലേ? നമുക്ക് 2 ലോബുള്ള 2 ലോബിൻ്റെയും ബാക്കിൽ ഓരോന്ന് വെച്ചിട്ട്, ഓരോ പെയർ വെച്ചിട്ടാണ് നമുക്കുള്ളത് of the thyroid gland. Now, the parathyroid gland secrete a peptide hormone called parathyroid. ഈ പെപ്റ്റൈഡ് ഒക്കെ വിട്ടേക്ക് ഞാൻ പിന്നെ പഠിപ്പിച്ചുതരാം. ലുക്ക്, ഹോർമോണുകൾ ഒന്നുകിൽ പ്രോട്ടീനിൽ നിന്നുണ്ടായ ഹോർമോണുകളാവാം, അല്ലെങ്കിൽ അമിനോ ആസിഡിൽ നിന്നുണ്ടായ ഹോർമോണുകളാവാം. അങ്ങനെയൊക്കെ ഹോർമോണുകൾ പല ടൈപ്പിലാവാം. ഓക്കെ, നൗ parathyroid gland secrete a peptide hormone called parathyroid hormone
the secretion of parathyroid hormone is regulated by the circulating level of calcium ion. അതായത് നിങ്ങളുടെ ബ്ലഡിൽ കാൽഷ്യം അയോൺ കുറഞ്ഞാൽ പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ആവും. അപ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ത് ചെയ്യും? കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കൂട്ടും. അതാണ് when the blood calcium decreases, ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറഞ്ഞാൽ the body അല്ലെങ്കിൽ parathyroid gland secrete PTH. PTH increase your blood calcium. Now when the blood calcium increases, then what happens? TCT is released from thyroid gland. Thyroid gland നിന്ന് thyrocalcitonin വരും, which decrease blood calcium. So the secretion of PTH as well as TCT രണ്ടുപേരുടെയും secretion ആരെ റെഗുലേറ്റ് ചെയ്യുന്നത് കുട്ടികളെ? By circulating calcium ions. Okay, circulating എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലേഷനിലുള്ള കാൽഷ്യം അയോണിന്റെ ലെവലാണ്. Now look, parathyroid hormone increases calcium level in the blood. ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടുന്നു അല്ലെ? എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ബ്ലഡിലേക്ക് കാൽഷ്യം എത്തുക? നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒന്ന്, ബോണിൽ ഇഷ്ടം പോലെ കാൽഷ്യം ഉണ്ട്. അപ്പോൾ ബോണിലെ കാൽഷ്യത്തെ ബ്ലഡിലേക്ക് എത്തിക്കുക. ദാറ്റ് ഈസ് വൺ മെക്കാനിസം. മെക്കാനിസം നമ്പർ 2, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ. നമ്മൾ കഴിച്ച ഫുഡിൽ ഇഷ്ടം പോലെ കാൽഷ്യം ഉണ്ടാവും, അതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുക. വാട്ട് ഈസ് മെക്കാനിസം 3? നമ്മുടെ യൂറിനിലൂടെ നഷ്ടപ്പെടാൻ പോകുന്ന കുറേ കാൽഷ്യം ഉണ്ടാവും. നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടന്നിട്ട് അയോണുകളൊക്കെ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ലൂമനിലേക്ക് എത്തുന്നുണ്ട്. ആ അയോണുകളെ മാക്സിമം റീഅബ്സോർബ് ചെയ്തെടുക്കണം അല്ലേ? ആ റീഅബ്സോർപ്ഷൻ്റെ സമയത്ത് അവിടെ നിന്നുള്ള കാൽഷ്യത്തെ പരമാവധി, ഒരു പൊടിയും നഷ്ടപ്പെടാതെ പരമാവധി റീഅബ്സോർബ് ചെയ്യണം. സോ ദീസ് ആർ ദ 3 മെക്കാനിസംസ് ടു ഇൻക്രീസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. അത് 3 ഇയാൾ ചെയ്യുക. ലുക്ക്, PTH ആക്ട് ഓൺ ബോൺ ആൻഡ് സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ്, നോക്കൂ, ബോണിൽ നിന്ന് കാൽഷ്യം എടുക്കുന്ന പരിപാടിനെ വിളിക്കുന്ന പേരാണ് ബോൺ റീസോപ്ഷൻ ഓർ ബോൺ ഡിസൊല്യൂഷൻ ഓർ ബോൺ ഡീമിനറലൈസേഷൻ. ബോണിലെ മിനറലിനെ ഇങ്ങോട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഡീമിനറലൈസേഷൻ ഓഫ് ബോൺ. Now, reabsorption of calcium by renal tubules, അതിനെ stimulate ചെയ്യുന്നു. Calcium absorption from the digested food. So that is the mechanism. So it is thus clear that PTH is a hypercalcemic hormone. Hypercalcemic, blood calcium കൂട്ടുന്ന ഹോർമോൺ ആണ്. It increases blood calcium level. Along with TCT, it plays a significant role in the calcium balance in the body. Now TCT എന്താവും ചെയ്യുക? TCT, look, it transfer blood calcium into bone. ഓക്കെ, ബോൺ മിനറലൈസേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് TCT. കാരണം എന്താ? ബ്ലഡിലെ കാൽഷ്യത്തെ TCT കുറക്കും. സോ ഹൗ TCT ഡിക്രീസ് ബ്ലഡ് കാൽഷ്യം? സോ ഇറ്റ് സ്റ്റിമുലേറ്റ് ദ മൂവ്മെന്റ് ഓഫ് കാൽഷ്യം ഫ്രം ബ്ലഡ് ടു ബോൺ. It decrease calcium absorption from the intestine. It decrease calcium reabsorption from the renal tubules. അങ്ങനെയാണ് TCT ബ്ലഡിലെ കാൽഷ്യം കുറക്കുന്നത്. എക്സാക്ട് ഓപ്പോസിറ്റ്. I hope it is clear. Now let's talk about thymus. The thymus gland is a lobular structure. കുറേ ലോബുകളുള്ള ഗ്ലാൻഡ് ആണ്. Located between lungs, behind sternum. ലങ്സിന്റെ ഇടയിലാണ്, സ്റ്റേണത്തിന്റെ നേരെ ബാക്കിലാണ്. On the ventral side of aorta. അയോട്ടയുടെ ഫ്രണ്ടിലായിട്ട്. Now the thymus plays a major role in the development of immune system. അല്ലേ? Now look, the gland secrete a peptide ഒക്കെ വിട്ടേക്ക്. It secrete a hormone called thymo. It secrete a group of hormone. നമുക്ക് thymus gland പലതരം ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. So it's a group of hormones and they are called thymosins. എന്താ വിളിക്കുക? Thymosins. തൈമോസിൻസിന്റെ ഫംഗ്ഷൻ എന്താ? ഒന്ന്, ഡെവലപ്മെന്റ് ഓഫ് T lymphocytes. T lymphocyteകളുടെ ഡെവലപ്മെന്റിനെ ഇറ്റ് സ്റ്റിമുലേറ്റ്സ്. ആൻഡ് ഇറ്റ് ഓൾസോ സ്റ്റിമുലേറ്റ് പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ് ബൈ B lymphocytes. സോ ഇറ്റ് റെഗുലേറ്റ് ബോത്ത് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആസ് വെൽ ആസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. രണ്ടിനെയും ഇയാൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? So look, thymosins play a major role in the differentiation of T lymphocytes. What is the meaning of differentiation? സെല്ലുകൾ, നോക്കൂ, ഒരു ഇമ്മച്വർ സെല്ല് മെച്വർ ആയിട്ടുള്ള സ്പെഷ്യൽ സെല്ലായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡിഫറൻസിയേഷൻ. ലുക്ക്, വാട്ട് ഇസ് മീനിങ് ഓഫ് ഡിഫറൻസിയേഷൻ? ഒരു സെല്ല് ഉണ്ടാവുന്നു. സോ ദാറ്റ് ഇസ് എൻ ഇമ്മച്വർ സെൽ. ആ ഇമ്മച്വർ സെല്ല് പൂർണ്ണമായിട്ട് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്ന സെല്ലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. സോ T lymphocyte ഡിഫറൻസിയേഷൻ അയാൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, വിച്ച് പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. In addition, thymosins also promote production of antibodies to provide humoral immunity by B lymphocytes. Now look, this thymus is degenerated in old individuals, resulting in decreased production of thymosins. Look, this thymus gland will be large at the time of your birth. നിങ്ങളുടെ ബർത്തിന് സമയത്ത് തൈമസ് നല്ല വലിപ്പം ഉണ്ടാവും. ദാറ്റ് കീപ്സ് ഓൺ ഡിക്രീസിങ് ഇൻ സൈസ്. അതിൻ്റെ സൈസ് കുറഞ്ഞു വരും. ആൻഡ് വെൻ യു ബിക്കം എൽഡർലി, നിങ്ങൾ ഭയങ്കര പ്രായമായി കഴിഞ്ഞാൽ ദ തൈമസ് ദാറ്റ് ലീഡിങ് ടു കംപ്ലീറ്റ് ഡീജനറേഷൻ ഓഫ് തൈമസ് പൂർണ്ണമായിട്ട് ഏകദേശം നന്നായിട്ട് ഡീജനറേറ്റ് ആയി പോകും. സോ ദാറ്റ് ലീഡ് ടു ഡിക്രീസ്ഡ് ഇമ്മ്യൂണിറ്റി. തൈമസ് മാത്രമല്ല കേട്ടോ, പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിന് എല്ലാം ഡീജനറേറ്റ് ആവും. എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ നമ്മളൊരു 83 വയസ്സായൊരു സ്ത്രീ, എന്താ പേര്, ജാനകി. ഓക്കെ,
അപ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ദ ബ്രെയിൻ വാസ് സച്ച് എ സ്മോൾ ബ്രെയിൻ. കാരണം ഇറ്റ് ഈസ് കോൾഡ്, അവർക്ക് 83 അല്ല 93 വയസ്സുള്ള വീട്ടിൽ അബോധാവസ്ഥയിൽ മരിച്ചു കിടന്നിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അവർക്ക് ക്യാൻസറാണ് തോന്നുന്നു. നമ്മൾ റിപ്പോർട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ആ സാധനം അന്ന്. ഓക്കെ, മറ്റേ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, പാത്തോളജി റിപ്പോർട്ട് കിട്ടാൻ. വയറിൽ പിന്നെ പ്രായമായ ആൾക്കാർ വയറിൻ്റെ പ്രശ്നം വരുമ്പോൾ ആരും ചികിത്സിക്കൂലല്ലോ, ഒന്നും എടുത്തു നോക്കിയിട്ടൊന്നുമില്ല. ആക്ച്വലി ക്യാൻസറാണ് കണ്ടിട്ട് തോന്നിയത്. ആൻഡ് ഞാനത് പറയാൻ കാരണം, ഒരു 10 വയസ്സായ ഒരു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. അപ്പോൾ അവൻ്റെ ബ്രെയിൻ ഈസ് സച്ച് എ ലാർജ് ബ്രെയിൻ. ബോഡി ഭയങ്കര ചെറുതാണെങ്കിലും ബ്രെയിൻ ഈസ് സച്ച് എ ലാർജ് വൺ. ഓക്കെ, സോ പ്രായമാകുമ്പോൾ എല്ലാം ഡീജനറേറ്റ് ആവും. ആ കൂട്ടത്തിൽ തൈമസും ഡീജനറേറ്റ് ആവും. ദാറ്റ് ലീഡിങ് ടു ഡിക്രീസ്ഡ് ഇമ്മ്യൂണിറ്റി കുറയും. ആസ് എ റിസൾട്ട് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ഓൾഡ് പേഴ്സൺസ് ബിക്കം വീക്ക്. ഓൾഡ് പേഴ്സണിൻ്റെ ഇമ്മ്യൂണിറ്റി വീക്ക് ആവും. സോ ദാറ്റ്സ് ഇറ്റ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അഡ്രിനൽ ഗ്ലാൻഡ്. സെറ്റല്ലേ മക്കളെ? സെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഷാജി കുമാർ എന്ന് പറഞ്ഞ ആൾ യൂത്ത് ഹോർമോൺ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല തൈമോസിൻസിന് യൂത്ത് ഹോർമോൺ എന്നുള്ളൊരു പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഐ ഹാവ് ബിൻ ഹിയർഡ് എനിവെയർ. ഓക്കെ, സെറ്റാണല്ലേ? ഓക്കെ, ഗുഡ്. Now look, let's talk about adrenal gland. Our body has one pair of adrenal gland, one at the anterior part of each kidney. കണ്ടോ? ലുക്ക്, കിഡ്നിയുടെ മുകളിലാണ്, എന്നാൽ കുറച്ച് ഫ്രണ്ടിലേക്കും കൂടി ആയിട്ടാണ്. അതാണ് ഇവർ ഈ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ഈച്ച് കിഡ്നി എന്ന് പറഞ്ഞുള്ളത്. ആക്ച്വലി കിഡ്നിയുടെ ഫ്രണ്ടിലാണ് കിഡ്നിയുടെ മുകളിലാണ്. സപ്പോസ് ദിസ് ഈസ് യുവർ കിഡ്നി. കിഡ്നിയുടെ മുകളിലാണ്, ഒരു ഇത്തിരി ഫ്രണ്ടിലേക്കും കൂടിയാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഈച്ച് കിഡ്നി. നൗ the gland is composed of two type of tissue, അല്ലെ 2 type of tissue ഉള്ളത്. the centrally located tissue called adrenal medulla. ഓക്കെ, 10ൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ബുക്കിലൊന്നും ഞാൻ അങ്ങനെ യൂത്ത് ഹോർമോൺ എന്നുള്ള പേരൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറേ സാധനങ്ങളെ ഈ PSC ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ടാവുന്ന പോലെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിടുന്ന കുറേ സാധനങ്ങളാണ് തോന്നുന്നു. നമ്മൾ മെഡിക്കൽ ബുക്സിലൊന്നും ഇങ്ങനത്തെ പേര് കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, എനിവേ, അപ്പോൾ നടുവിലുള്ള ടിഷ്യൂ ആണ്, സെൻട്രൽ ടിഷ്യൂ ആണ് അഡ്രിനൽ മെഡുല്ല. ആൻഡ് ദ ഔട്ട്സൈഡ് ദിസ് ലൈസ് അഡ്രിനൽ കോർട്ടെക്സ്. അല്ല, ഇതിന് പുറത്തായിട്ട് തന്നെ അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ട്. നൗ ലുക്ക് ഗൈസ്, അണ്ടർ പ്രൊഡക്ഷൻ ഓഫ്, ഇനി ഇവരുടെ ഫംഗ്ഷൻ നമുക്ക് നോക്കിയാലോ. ആദ്യം ഇത് പഠിച്ചോ. അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ബൈ അഡ്രിനൽ കോർട്ടെക്സ് ആൾട്ടേഴ്സ്. ലുക്ക്, അഡ്രിനൽ കോർട്ടെക്സിലെ മെയിൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ കാർബോഹൈഡ്രേറ്റിന്റെ ഒക്കെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അതാണ് അയാൾക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. ഗ്ലൂക്കോ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ആ പേര് വന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നുള്ള ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം മൊത്തത്തിൽ കുറയും. സോ ദാറ്റ് ലീഡിങ് ടു അക്യൂട്ട് വീക്ക്നെസ് ആൻഡ് ഫാറ്റീഗ്, ലീഡിങ് ടു എ ഡിസീസ് കോൾഡ് അഡിസൺസ് ഡിസീസ്. നമ്മൾ +2 കുറേ ഡിസീസ് ആണുങ്ങൾക്കാണ് കൂടുതൽ ഇങ്ങനെ കേട്ടിട്ട് നമുക്കൊരു സങ്കടമല്ലായിരുന്നു അല്ലേ? എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ഒക്കെ പേടിക്കണ്ട. അഡിസൺസ് ഡിസീസ് ഒക്കെ നമ്മൾ പെണ്ണുങ്ങളിലാണ് കൂടുതൽ കാണല്. ഓക്കെ, സോ ദാറ്റ് ഈസ് അഡിസൺസ് ഡിസീസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അക്യൂട്ട് വീക്ക്നെസ്. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ക്ഷീണവും തളർച്ചയും ഒക്കെ ഡങ്ങറായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഓക്കെ, അക്യൂട്ട് വീക്ക്നെസ്. ആൻഡ് ദ ഡിസീസ് ഈസ് കോൾഡ് അക്യൂട്ട് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നല്ല വീക്ക്നെസ്സും ഇതൊക്കെ ഉണ്ടാവും. സോ അഡിസൺസ് ഡിസീസ്. ഓക്കെ, പെൺപിള്ളേർ ഇപ്പം എന്നെ ഫ്രാഗുണ്ടാവും, ഇയാൾ എന്തായി പറയുന്നത് അല്ലേ, പണ്ടാരക്കാലം എന്നൊക്കെ പറയുണ്ടാവും എന്നെ. അങ്ങനെയൊന്നും പറയല്ലേ. ഓക്കെ, ശരി. ഞാൻ ശരിക്കും പറഞ്ഞാലേ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ കുറേ. ഞാനിപ്പോൾ ഇവിടെ വന്നാൽ ഉള്ളത് പറയല്ലേ, എജുപോർട്ടിൽ വന്നാൽ ഇവൻ നമ്മളെ എന്താ പറയുക, നിങ്ങളെ തീപ്പൊരി സാറില്ലേ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ ഉനൈസ് എന്ന് പറയും. എൻ്റെ കട്ട ഫ്രണ്ടാണ്, തിക്ക് ഫ്രണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ കാണാനില്ല. ബിക്കോസ് നൗ ഹീ ഈസ് സ്റ്റഡിങ് DCH, മറ്റേ ഇത് കുട്ടികളെ ഇത് പഠിക്കുകയാണ്, DNB പീഡിയാട്രിക്സ്. അപ്പം ഇയാളെടുത്ത് കിട്ടിയാണ് എല്ലാവരെയും ദജ്ജാലിങ്ങളെ എന്ന് വിളിക്കുക. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ പിശാച് എന്നാണ്. അപ്പോൾ ആ ഒരു സാധനം. പിന്നെ മാതിരി ഇയാളെപ്പോൾ കണ്ടാലും തന്നെ ഇറ്റ്സ് അൺപാർലമെൻ്ററി ബട്ട് സ്റ്റിൽ ഒരു സാധനമാണ്. ഹി ഓൾവേസ് യൂസ് ഇറ്റ് കോൾ എന്താ പറയുക, ഡോഗ് ഫേസ്, നായ്മോറൻ. ഓക്കെ, അപ്പോൾ സ്നേഹത്തിൽ വിളിക്കുന്നതാണ്. പക്ഷെ അത് ആ ഒരു സാധനം സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മളൊപ്പം നടന്നിട്ട് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇൻ ബിറ്റ്വീൻ ഞാൻ വിളിക്കുന്നതൊക്കെ. സോറി ഫോർ ദാറ്റ്. നൗ ലുക്ക്, ദ അഡ്രിനൽ മെഡുല്ലാസ്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എന്താ അല്ലേ, ഈ സാധനം ഉണ്ടല്ലോ, നായ്മോറൻ, മൊച്ചമോറൻ, അതേമാതിരി സ്നേഹത്തിൽ മറ്റേ വിളിച്ചാലും ഡോഗേന്ന് വിളിച്ചാലും. ദ അഡ്രിനൽ മെഡുല്ല സെക്രീറ്റ്, ഞാൻ അത് ശരിയാണെന്ന് കരുതുന്നില്ല, ബട്ട് സ്റ്റിൽ പറ്റിപ്പോവും. ദ അഡ്രിനൽ മെഡുല്ല സെക്രീറ്റ് 2 ഹോർമോൺസ് കോൾഡ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അല്ലേ, 2 ഹോർമോൺ അഡ്രിനൽ മെഡുല്ലയിൽ നിന്ന്
സാറ് വിളിക്കുന്ന കേട്ട് ഞാനും ദജ്ജാലിനാ വിളിക്കുന്നതെന്ന് അല്ലേ? ആടാ എല്ലാവരെയും ഞാൻ അജാസ്ഖാൻ വരെ മനസ്സിലായത് ദജ്ജാൽ എന്നൊക്കെ പറയലുണ്ട്. ഓക്കെ, അഡ്രിനൽ മെഡുല്ല ഉണ്ടാകും. നമ്മൾ കോർട്ടെക്സിന്റെ ഹോർമോണിലേക്ക് വരാം. കോർട്ടെക്സിന്റെ ഹോർമോൺ സെക്രീറ്റ് ആയില്ലെങ്കിൽ, മെഡുല്ലയിലല്ല കോർട്ടെക്സിലെ ഹോർമോൺ സെക്രീറ്റ് ആയില്ലെങ്കിൽ ഉണ്ടാവുന്ന നമുക്ക് ഉണ്ടാവുന്ന രോഗമാണ് എന്ത്? അഡിസൺസ് ഡിസീസ് അല്ലേ? ഇനി നമ്മൾ മെഡുല്ലയുടെയും കോർട്ടെക്സിന്റെയും ഹോർമോണുകൾ ഏതാണെന്ന് നോക്കാൻ പോകുന്നത്. സോ അഡ്രിനൽ മെഡുല്ല സെക്രീറ്റ് 2 ഹോർമോൺസ് കോൾഡ് അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിൻ അല്ലെ? അഡ്രിനാലിന്റെ വേറെ പേരാണ് എപ്പിനെഫ്രിൻ. അതേപോലെ നോറഡ്രിനാലിൻ ഓർ നോറെപ്പിനെഫ്രിൻ. Now these are commonly called catecholamines. ഇനി ഇവരുടെ ഫംഗ്ഷൻ നോക്ക്. അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ നോക്ക്. അടുത്ത ചാപ്റ്റർ ചെറുതാട്ടോ, സമയത്തിൽ ഓൺ ടൈമിൽ നമ്മൾ തീർക്കും, പേടിക്കണ്ട. അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ ആർ rapidly secreted in response to stress of any kind and during emergency situation. അല്ലെ, സ്ട്രെസ് ഹോർമോണുകളാണ് ഇവർ, അല്ലെങ്കിൽ എമർജൻസി ഹോർമോണുകളാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം FFF ഹോർമോണാണ് അല്ലേ? ഫ്രൈറ്റ് ഫൈറ്റ് ഫ്ലൈറ്റ്, അതിൻ്റെ ഹോർമോണുകളാണ് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ആർ കോൾഡ് എമർജൻസി ഹോർമോൺസ് ഓർ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രൈറ്റ് ആണ് FFF എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രൈറ്റും കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട്. Now these hormones increase alertness, they increase your alertness, മൊത്തത്തിൽ നമ്മളെ ഭയങ്കര വിജിലൻ്റ് ആക്കും. പ്യൂപ്പിലറി ഡയലേഷൻ. വേറെന്താ? ആദ്യത്തിനൊരു ചോദ്യം ചോദിക്കണ്ടല്ലോ, ഞാൻ ഒരു ഉത്തരം പറയട്ടെ. എവിടെ വരെ? നായിൻ്റെ ഡേഷ് കൂട്ടണമെന്നോ? ഇല്ല, വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതേ പറയാറുള്ളൂ, ഈ കൂടുതലൊന്നുമില്ല. ഓക്കെ, നമ്മൾ സ്നേഹത്തിൽ വിളിക്കുന്നതല്ലേ, ദേഷ്യത്തിലല്ലല്ലോ. ദേഷ്യത്തിലാണെങ്കിൽ മനസ്സിൽ ചിലപ്പോൾ വലിയൊക്കെ വിളിച്ചേക്കാം. ഐ ഡോണ്ട് വാണ്ട് ടു ഷെയർ ഹിയർ. ഓക്കെ, ഉള്ളത് പറയാലോ. ദീസ് ഹോർമോൺസ് ഇൻക്രീസസ് അലേർട്ട്നെസ് അല്ലേ? അലേർട്ട്നെസ് കൂട്ടും. പ്യൂപ്പില്ലറി ഡയലേഷൻ, നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് കൂടും. സോ എന്തിനാ പ്യൂപ്പിളിന്റെ സൈസ് കൂടുന്നത്? നമ്മളിപ്പോൾ ഒരു ഇരുട്ടൊക്കെയുള്ള റൂമിലാണെങ്കിൽ ഒരു പാമ്പിനെ കണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മോർ വിജിലൻ്റ് ആവണം. അപ്പോൾ മോർ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് കയറിയാൽ നോക്കും, നമ്മുടെ പ്യൂപ്പിൾ വലുതായാലേ കണ്ണിലേക്ക് കൂടുതൽ ലൈറ്റ് വരുള്ളൂ. കൂടുതൽ ലൈറ്റ് വന്നാൽ നമുക്ക് കൂടുതൽ വിഷൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പൈലോ ഇറക്ഷൻ, റൈസിങ് ഓഫ് ഹെയർസ് അല്ലെ? ഹെയർ ഒക്കെ പൊന്തും, സ്വെറ്റിംഗ്, വിയർക്കും അല്ലെ? ഇതെല്ലാം ആർ റെഗുലേറ്റഡ് ബൈ ദീസ് അഡ്രിനൽ മെഡുലറി ഹോർമോൺസ് ഓർ catecholamines. Okay, now both the hormones increase the heartbeat അല്ലെങ്കിൽ heart rate, the strength of contraction of heart, അതുപോലെ rate of respiration. Catecholamines also stimulate. ഇനി അപ്പോൾ നോക്കൂ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾ എമർജൻസി സിറ്റുവേഷനിലാണ്, അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടണം, റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ കൂടണം. എടാ മക്കളെ, എമർജൻസി സിറ്റുവേഷനിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എമർജൻസി സിറ്റുവേഷനിൽ വൈ ഹാർട്ട് റേറ്റ് ആൻഡ് റെസ്പിറേറ്ററി റേറ്റ് ഈസ് ഇൻക്രീസിങ്? എന്തിനാ ഹാർട്ട് റേറ്റ് കൂടുന്നത്? എമർജൻസിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എമർജൻസിയിൽ എന്തിനാണ് ഹാർട്ട് റേറ്റ് കൂടുന്നത്? ബിക്കോസ് ലുക്ക്, യുവർ ബോഡി ഡിറ്റക്ട്സ് ദാറ്റ് യു ആർ ഇൻ ആൻ എമർജൻസി, സോ യു ആർ ഗോയിങ് ടു ഫൈറ്റ് ഓർ യു ആർ ഗോയിങ് ടു ഫ്ലൈറ്റ്. ഓടാൻ പോവാണ് അല്ലെങ്കിൽ അടിക്കാൻ പോവാണ്. അങ്ങനെ അടിക്കാൻ പോകുമ്പോൾ യുവർ മസിൽസ് റിക്വയർ മോർ ഓക്സിജൻ. യെസ് ഓർ നോ? യെസ്. അപ്പോൾ മസിലുകളിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യുവർ റെസ്പിറേറ്ററി റേറ്റ് ഈസ് ഇൻക്രീസിങ്. മസിലുകളിലേക്ക് കൂടുതൽ ഓക്സിജൻ, റെസ്പിറേഷൻ കൂടിയോണ്ട് കാര്യമില്ലല്ലോ, അവിടെ ബ്ലഡും ഫ്ലോ കൂടണ്ടേ. സോ അതിന് വേണ്ടിയാണ് ഹാർട്ട് റേറ്റ് ഈസ് ഇൻക്രീസിങ്. മസിലിന് ഓക്സിജൻ കിട്ടി. എടാ, ഓക്സിജൻ ഉപയോഗിച്ചിട്ട് എന്തിനാണ് മസിലിന് ഓക്സിജൻ? ടു ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ്. സോ ബ്ലഡിൽ ഗ്ലൂക്കോസും കൂടി കൂടണ്ടേ? ബൈ ഇൻക്രീസിങ് ദ റെസ്പിറേഷൻ യുവർ ബ്ലഡ് ഓക്സിജൻ ലെവൽ ഈസ് ഇൻക്രീസിങ്. Now your blood glucose level has to be increased. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടണം. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യണടാ. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ പോളിമറാണ്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താ കിട്ടുക? ഗ്ലൂക്കോസ് കിട്ടും. ഇനി ചില സമയത്തുണ്ടല്ലോ, ഫാറ്റിനെ വരെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇവന്മാർ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. കാരണം ബ്ലഡിൽ ഗ്ലൂക്കോസ് നല്ലോണം വേണം. ഈ ഫാറ്റിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന പരിപാടി. അതേപോലെ പ്രോട്ടീനിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാക്കും ഇടയ്ക്ക്, ഓർ പ്രോട്ടീൻ. നോക്കൂ, അപ്പൊ എങ്ങനെയും ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂട്ടണം. നോക്കൂ, ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന പരിപാടിനെ നമ്മൾ ഗ്ലൈക്കോജീനോലൈസിസ് എന്നാ പറയാ. എന്താ പറയാ? ഗ്ലൈക്കോജീനോലൈസിസ്. നിങ്ങളുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂട്ടണമെങ്കിൽ ഗ്ലൈക്കോജീനോലൈസിസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫാറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന പരിപാടിനെ ഗ്ലൂക്കോനിയോജനസിസ് എന്നാ വിളിക്കുക. ഗ്ലൂക്കോനിയോജനസിസ്. ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ബോഡിയിൽ എപ്പോൾ ഗ്ലൂക്കോസ് കൂട്ടണം തോന്നിയാലും യു ഹാവ് 2 ഓപ്ഷൻസ്. ഒന്നുകിൽ ഗ്ലൈക്കോജീനോലൈസിസ് നടത്തുക, ഗ്ലൈക്കോജിൻ ലൈസിസ്, അതാണ് ലൈസിസ് എന്ന് പറഞ്ഞാൽ പൊട്ട്, ഗ്ലൈക്കോജീനോലൈസിസ് അല്ലെങ്കിൽ ഗ്ലൂക്കോനിയോജനസിസ് നടത്തുക. ഈ രണ്ട് പരിപാടിനെയും ഇയാൾ സ്റ്റിമുലേറ്റ് ചെയ്യടാ. നോക്കൂ, എമർജൻസിക്ക് വേണ്ടി. ഓക്കെ, സോ കാറ്റക്കോളമീൻസ് ഓൾസോ സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ റിസൾട്ടിങ് ഇൻ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. ഇൻ അഡീഷൻ, ഇതിന് പുറമെ ദേ ഓൾസോ സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. നോക്കൂ, ലിപ്പിഡിന്റെയും പ്രോട്ടീന്റെയും ബ്രേക്ക് ഡൗൺ നടന്നാൽ നിങ്ങൾക്ക് എന്നാ കോപ്പാക്കിയിട്ട് യു ആർ ഗെറ്റിംഗ് ഗ്ലൂക്കോസ്. ദാറ്റ് ഈസ് ഗ്ലൂക്കോനിയോജനസിസ്. സെറ്റ് അല്ലേ? ദാറ്റ്സ് ഇറ്റ്. നൗ ഇനി അഡ്രിനൽ കോർട്ടെക്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദ അഡ്രിനൽ
cortex can be divided into 3 layers. Outer layer is zone. Look, ഏറ്റവും പുറത്ത് you have zona glomerulosa. You can study with the code GFR. GFR നമ്മൾക്ക് അറിയാം, glomerular filtration rate. അതേ കോഡ് ഉപയോഗിച്ച് പഠിക്കാം. Zona glomerulosa is the outermost layer. അടുത്താണ് കുട്ടികളെ zona fasciculata, which is the middle layer. ഏറ്റവും ഉള്ളിലാണ് zona reticularis. സെറ്റ് അല്ലേ? Now adrenal cortexൽ നിന്നുള്ള ഹോർമോണുകളെ മൊത്തത്തിൽ നമ്മൾ എന്താ വിളിക്കുക? കോർട്ടിക്കോയിഡ്സ് എന്നാണ് വിളിക്കുക, കോർട്ടിക്കോയിഡ്സ്. Now look, the corticoids which are involved in carbohydrate metabolism are called glucocorticoid. In the body, നമ്മുടെ ബോഡിയിൽ പലതരം ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾ ഉണ്ട്. ആ കൂട്ടത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് കോർട്ടിസോൾ. ഇൻ അവർ ബോഡി കോർട്ടിസോൾ ഈസ് ദ മെയിൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഓക്കെ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. അടുത്തത് കോർട്ടിക്കോയിഡ്സ് വിച്ച് റെഗുലേറ്റ് ദ ബാലൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഇൻ ദ ബോഡി. ബോഡിയിലെ മെയിൻ ആയിട്ട് വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്ന കോർട്ടിക്കോയിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് വിളിക്കുക. എന്താ മിനറലോ കോർട്ടിക്കോയിഡ്? Now aldosterone is the main mineralocorticoid in the body. Look, you can get statements like aldosterone is the only mineralocorticoid in the body. തെറ്റാണ്. Cortisol is the only glucocorticoid in the body. തെറ്റാണ്. Okay, there is ഡീഹൈഡ്രോ കോർട്ടിസോളും ഹൈഡ്രോകോർട്ടിസോളും വേറെ ആളുകളുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കോർട്ടിസോൾ ഈസ് ദ മെയിൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. അതേപോലെ ആൽഡോസ്റ്റിറോൺ ഈസ് ദ മെയിൻ മിനറലോകോർട്ടിക്കോയിഡ്. നൗ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന്റെ ഫംഗ്ഷൻ, അതുപോലെ തന്നെ സെക്സ് കോർട്ടിക്കോയിഡ്സ് ഉണ്ട്. അവരെയാണ് നമ്മൾ ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുക. ദാറ്റ് ഈസ് ആൻഡ്രോജൻ. നോക്കൂ, ആൻഡ്രോജൻ തന്നെയാണ് കേട്ടോ. ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് എന്നാണ് നമ്മൾ സെക്സ് കോർട്ടിക്കോയിഡിനെ പറ്റി പറയുക. ഓക്കെ, ദാറ്റ് ഈസ് സോണ റെറ്റിക്കുലാരിസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ സെക്സ് കോർട്ടിക്കോയിഡ്സ്. 3 കോർട്ടിക്കോയിഡ്സ് ആണ് ശരിക്കും എവിടെ നിന്ന് വരുന്നത്? നമ്മുടെ അഡ്രിനൽ കോർട്ടക്സിൽ നിന്ന് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സെയിം ആൻഡ്രോജൻ. നോക്കൂ, അപ്പോൾ ശരിക്കും ഫീമെയിലിൽ ആൻഡ്രോജൻ ഉണ്ടാവുന്നില്ലേ? യെസ്, ഫീമെയിൽസ് ഹാവ് ആൻഡ്രോജൻസ് ഇൻ ദെയർ ബോഡി. ആ ഫീമെയിൽസിൽ ആൻഡ്രോജൻ ഉള്ളത് കൊണ്ടാണ് ആ ഫീമെയിൽസിൽ പ്യൂബിക് ഹെയർ ഒക്കെ വളരുന്നത്. ദ ഗ്രോത്ത് ഓഫ് പ്യൂബിക് ഹെയർ in females is due to action of androgenic steroids which are produced by adrenal cortex. Settle? So androgen is present in both males and females. Now look, നമുക്ക് ഓരോരുത്തരുടെ ഫംഗ്ഷൻ സ്പീഡിൽ നോക്കാം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സ്റ്റിമുലേറ്റ്. നോക്കൂ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഇതേപോലെ തന്നെ ഗ്ലൂക്കോനിയോജനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലിപ്പിഡിൽ നിന്നും പ്രോട്ടീനിൽ നിന്നൊക്കെ എന്തുണ്ടാവുക? ഗ്ലൂക്കോസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ലൈപ്പോലൈസിസ് ആൻഡ് പ്രോട്ടിയോലൈസിസ്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. And look, it inhibit the cellular uptake and utilization of amino acids. നോക്കൂ, ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ, പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പോൾ യു ഗെറ്റ് ഇനഫ് അമിനോ ആസിഡ്സ്. എടാ, അമിനോ ആസിഡിനൊക്കെ ലിവർ എടുത്തിട്ട് അതിൽ നിന്ന് എന്തുണ്ടാക്കും? ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ആ അമിനോ ആസിഡിനെ സെല്ലുകൾ വലിച്ചെടുത്തിട്ട് സെല്ലുകൾ വീണ്ടും എന്താ പറയുക, പ്രോട്ടീൻ ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ എന്തിനാ കോർട്ടിസോൾ? കോർട്ടിസോൾ മണ്ടനായില്ലേ? ലുക്ക്, കോർട്ടിസോൾ സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് ഫോർ വാട്ട്? ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ സെല്ലുകൾ ഈ അമിനോ ആസിഡെല്ലാം വലിച്ചെടുത്താൽ എന്താ ഉണ്ടാവുക? പണി പാടൂലേ? സോ ദാറ്റ് ഇൻഹിബിറ്റ് ദ സെല്ലുലർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. സെറ്റാണോ? ദാറ്റ്സ് ഇറ്റ്. അതാണ് ഉദ്ദേശിച്ചത്. നൗ ലുക്ക്, cortisol also involved in maintaining the cardiovascular system as well as kidney function. നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിലും റോൾ ഉണ്ട്, അതുപോലെ തന്നെ കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷനിലും കോർട്ടിസോളിന് റോൾ ഉണ്ട്. ഇനി കോർട്ടിസോളിന്റെ മെയിൻ ഒരു ആക്ഷൻ ഇതൊന്നുമല്ല. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, particularly cortisol produces anti-inflammatory reactions and suppress immune response. സെറ്റാണോ? നിങ്ങൾ കേട്ടില്ലേ? ഡ്രഗ്സ് ലൈക്ക് ആന്റിഹിസ്റ്റാമിൻസ്, സ്റ്റിറോയിഡ്സ് ആൻഡ് അഡ്രിനാലിൻ ക്വിക്ലി റിലീവ്സ് ദ സിംറ്റം ഓഫ് അലർജി. +2 ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലെ അലർജി നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അലർജി കൊടുക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്? ആന്റിഹിസ്റ്റാമിൻസ് കൊടുക്കാം, സ്റ്റിറോയിഡ്സ് കൊടുക്കാം, അതുപോലെ തന്നെ യു ക്യാൻ ഗീവ് വാട്ട്? അഡ്രിനാലിൻ. നമുക്ക് അവിടെ നിങ്ങൾ പഠിച്ച സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ കൊടുക്കൽ കോർട്ടിസോൾ ആണ് മക്കളെ, ഹൈഡ്രോകോർട്ടിസോൺ ആണ്. ഓക്കെ, അതാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഇറ്റ് സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അമിതമായിട്ടുണ്ടാവുന്ന ഇമ്മ്യൂൺ റെസ്പോൺസുകളെ സപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാം. സോ ഇറ്റ് പ്രൊഡ്യൂസ് ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ആൻഡ് സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. സോ ആന്റി അലർജിക് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളിൽ നിങ്ങൾക്ക് കൊടുക്കാം. സെറ്റല്ലേ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ യുവർ ഇമ്മ്യൂണിറ്റി ഈസ് വർക്കിംഗ് ഹാർഡർ ആൻഡ് ഹാർഡർ. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇമ്മ്യൂൺ റെസ്പോൺസ് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ, യു ക്യാൻ ഗീവ് ദി സ്റ്റിറോയിഡ്സ്. You can give this glucocorticoids. Steroids എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെയാണ്. In allergic reactions you can give glucocorticoids. ഇതൊന്നും ഔട്ട് ഓഫ് സിലബസ് അല്ല. It is there in your NCERT somewhere around. അല്ലേ? കോൺസെപ്റ്റ്സ് ആണ്. അടുത്ത നോക്കൂ, കോർട്ടിസോൾ സ്റ്റിമുലേറ്റ് RBC പ്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞു, RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പല ഹോർമോണുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ആര്? കോർട്ടിസോൾ. Now let's talk about aldosterone. ഈ പറഞ്ഞൊക്കെ റെഡിയാണോ മക്കളെ? പുകയല്ലല്ലോ? റെഡിയല്ലേ? റെഡിയല്ലേ? ഈ പറഞ്ഞൊക്കെ റെഡിയല്ലേ? റെഡിയാണെങ്കിൽ റെഡിന്ന് കമന്റ് ഇട്ടെ നിങ്ങൾ.
നമ്മളിപ്പോഴും പാൻക്രിയാസ് എത്തിയിട്ടേ ഉള്ളൂ അല്ലേ. അടുത്ത ചാപ്റ്റർ പിന്നെ വളരെ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഓക്കെ, ready. Now, come here. Now let's talk about aldosterone. Aldosterone act mainly at the renal tubules, അല്ലേ, DCT-ലും കളക്ടിങ് ഡക്റ്റിലുമാണ്, and stimulate reabsorption of Na+ and water and excretion of potassium and phosphate ions. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പൊട്ടാസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും എക്സ്ക്രീഷൻ കൂട്ടും, അവരുടെ അബ്സോർപ്ഷൻ കൂട്ടും, Na+ൻ്റെയും വാട്ടറിൻ്റെയും. Thus aldosterone helps in the maintenance of electrolyte balance and body fluid volume balance. അല്ലേ, നമ്മുടെ ബോഡിയിലെ അയോണുകളും ഫ്ലൂയിഡുകളും ഒക്കെ കൂടി അതിൻ്റെ ബാലൻസ് തന്നെയല്ലേ നമ്മുടെ ബോഡിയിലെ ഓസ്മോട്ടിക് പ്രഷർ. യെസ് ഓർ നോ? യെസ്. പിന്നെ ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ മക്കളെ, ആൽഡോസ്റ്റിറോൺ റിലീസ് ആയാൽ കൂടുതൽ Na+ൻ്റെയും വാട്ടറിൻ്റെയും അബ്സോർപ്ഷൻ വരും കിഡ്നിന്ന്. അപ്പം നമ്മുടെ ബ്ലഡിലേക്ക് കൂടുതൽ വാട്ടർ എത്തും. ബ്ലഡിലേക്ക് കൂടുതൽ വാട്ടർ എത്തിയാൽ BP-ക്ക് എന്താടാ സംഭവിക്കുക? ദ BP വിൽ ഇൻക്രീസ് ബിക്കോസ് ബ്ലഡ് വോളിയം വിൽ ഇൻക്രീസ്. അപ്പോൾ BP കൂടും. സോ ഇറ്റ് ഇൻക്രീസ് യുവർ ബ്ലഡ് പ്രഷർ. ഇനി നോക്കൂ മക്കളെ, സ്മോൾ എമൗണ്ട് ഓഫ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ് ഓൾസോ സെക്രീറ്റഡ് ബൈ അഡ്രിനൽ കോർട്ടെക്സ് വിച്ച് പ്ലേ എ റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ആക്സിയൽ ഹെയർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആക്സിയൽ ഹെയർ? സിംപ്ലി മീൻസ് ബോഡി ഹെയർ, ആക്സിലറി ഹെയർ അല്ല. ആക്സിലറി ഹെയർ എന്ന് പറഞ്ഞാൽ എന്നതാ? നമ്മുടെ ആക്സിലയിൽ ഉണ്ടാവുന്ന ഹെയർ ആണ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ബോഡി ഹെയർ. അതാണ് ആക്സിയൽ ഹെയർ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഇവിടെ ഉണ്ടാവുന്ന ഹെയർ. അടുത്താണ് പ്യൂബിക് ഹെയർ ആൻഡ് ഫേഷ്യൽ ഹെയർ ഡ്യൂറിംഗ് പ്യൂബർട്ടി. പ്യൂബർട്ടിയുടെ സമയത്ത് മെയിലായാലും ഫീമെയിലായാലും there will be axial hair growth, that is by hormones of adrenal cortex. Okay, അതുപോലെ pubic hair, that is by adrenal cortex in both males and females. Yes, believe me. And then facial hair in males. Set ആണല്ലോ, that's it. Now let's talk about pancreas. Pancreas is a composite gland or a complex gland which acts both exocrine and endocrine gland. The endocrine pancreas consists of islets of Langerhans. നോക്കൂ, ലൈക്ക് നമ്മൾ പാൻക്രിയാസ് എടുത്താൽ പാൻക്രിയാസ് ഇസ് എ ലാർജ് ലീഫ് ലൈക്ക് ഗ്ലാൻഡ് ആണ്. നോക്കൂ, പാൻക്രിയാസിലെ മെയിൻ ഭാഗം മൊത്തം എന്താണ്? എക്സോക്രൈൻ ആണ്, എൻസൈം ഉണ്ടാക്കുന്ന ഭാഗമാണ്. ബട്ട് പാൻക്രിയാസിൽ നമുക്ക് സെല്ലുകളുടെ ഗ്രൂപ്പ്, പല ഭാഗത്തും സെല്ലുകൾ ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. സോ ദീസ് ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് which is present in the pancreas, these are called islets of Langerhans. എന്താ വിളിക്കുക കുട്ടികളെ? islets of Langerhans. ഈ islets of Langerhansൽ പലതരം സെല്ലുണ്ട്. ആൽഫ സെല്ല്, ബീറ്റ സെല്ല്, ഡെൽറ്റ സെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലെ ഓരോ സെല്ലുകളും ഓരോ ഹോർമോണാണ് ഉണ്ടാക്കുക. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ്. അപ്പോൾ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഈ ഐലൻഡുകൾ പോലെ കിടക്കുന്ന, അല്ലെ, ഒരു വലിയ കടലിൽ സമുദ്രത്തിൽ ഐലൻഡുകൾ കിടക്കുന്ന പോലെ കിടക്കുന്ന ഈ ഭാഗങ്ങളുണ്ടല്ലോ. സോ ദീസ് ആർ ആക്ച്വലി എന്താ പറയുക, ഇതാണ് എൻഡോക്രൈൻ പോർഷൻ എന്ന് പറയുന്നത്. ലുക്ക്, ദർ ആർ അബൌട്ട് 1 to 2 മില്യൺ ഐലറ്റ്സ്. ഇത്തരത്തിലുള്ള 1 മുതൽ 2 മില്യൺ, 20 ലക്ഷത്തോളം സെൽ ഗ്രൂപ്പുകൾ കാണാൻ പറ്റും, ഐലറ്റ്സുകൾ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്, ഓഫ് ലാംഗർഹാൻസ് ഇൻ എ നോർമൽ പാൻക്രിയാസ്. ബട്ട് ലുക്ക്, ടോട്ടൽ വെയിറ്റ് ഓഫ് പാൻക്രിയാസിന്റെ വെറും 1 to 2% വരുള്ളൂ, വിച്ച് ഈസ് റെപ്രസെന്റിംഗ് ഓൺലി 1 to 2% ഓഫ് ടോട്ടൽ പാൻക്രിയാറ്റിക് ടിഷ്യൂ. സോ ദാറ്റ് മീൻസ് പാൻക്രിയാസിൽ അത്രയധികം ടിഷ്യൂ ഉണ്ട്. പക്ഷേ ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് സെല്ലുകളുടെ ഗ്രൂപ്പാണ്. അപ്പം അങ്ങനത്തെ കുറേ ഗ്രൂപ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സെല്ലുകളല്ലേ. പാൻക്രിയാസിന്റെ ടോട്ടൽ വെയിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓൺലി 1 to 2%. നൗ ദ 2 മെയിൻ ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ദ ഐലറ്റ്സ്, 2 മെയിൻ ടൈപ്പ് ആണ്, 2 ഓൺലി ടൈപ്പ് അല്ല. That's important. In islets of Langerhans are called alpha cell, beta cell. B for insulin, കണ്ടോ, ബീറ്റ ഫോർ ഇൻസുലിൻ ആൻഡ് ആൽഫ ഫോർ ഗ്ലൂക്കഗോൺ. സെറ്റ് അല്ലേ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഓരോരുത്തരെയും ഫംഗ്ഷൻ നോക്കാം. സിമ്പിൾ ആടാ. ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുക? ഗ്ലൂക്കഗോൺ ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂട്ടുന്ന ആളാണ്. ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോണാണ്. എന്താണ് ഹൈപ്പർ ഗ്ലൈസീമിക്? അപ്പോൾ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂട്ടാൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫാറ്റായിട്ട് നോക്കൂ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേ എന്താ സംഭവിക്കുക? നമ്മൾ ചോറ് കഴിച്ചു, ഉച്ച കഴിച്ച ചോറിൽ അന്നജാണുള്ളത്, സ്റ്റാർച്ച്. വാട്ട് ഈസ് സ്റ്റാർച്ച്? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ബയോമോളിക്യൂൾസിൽ. അപ്പോൾ സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്, അല്ലേ? സ്റ്റാർച്ച് ഈസ് പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ സ്റ്റാർച്ചിനെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വെച്ചിട്ട്, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് മൊത്തത്തിൽ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസുകളാക്കി മാറ്റും. ആൻഡ് ദീസ് ഗ്ലൂക്കോസ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലേക്ക് ധാരാളം ഗ്ലൂക്കോസ് എത്തും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ. ദെൻ വെൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസസ്, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. ഫുഡ് കഴിച്ച പാട് ബ്ലഡിലെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്താലേ 600 ഉണ്ടാവും ചിലപ്പോൾ. ബ്ലഡ് ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് കൂടും ഫുഡ് കഴിച്ച ഉടനെ, ബിക്കോസ് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് ഇങ്ങനെ എത്തുകയല്ലേ. സോ വെൻ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസസ്, a hormone called insulin is released. കാരണം ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്താ? ടു ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ്, ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻസുലിന്റെ ഫംഗ്ഷൻ. സോ the secretion of insulin is regulated by circulating glucose level. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾ. സോ വെൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസസ്, ഇൻസുലിൻ ഈസ് റിലീസ്ഡ്. ഇൻസുലിൻ എന്താ ചെയ്യാന്ന് അറിയോ? ഇൻസുലിൻ ആക്ട് ഓൺ യുവർ ലിവറിൽ പോയിട്ട് ആക്ട് ചെയ്യും.
ലിവർ സെല്ലുകൾ എന്താ വിളിക്കുക? ഹെപ്പാറ്റോസൈറ്റ്സ് എന്നാ വിളിക്കുക അല്ലേ? സോ വെൻ ഇൻസുലിൻ ആക്ട് ഓൺ ഹെപ്പാറ്റോസൈറ്റുകൾ എന്ത് ചെയ്യും കുട്ടികളെ? they absorb glucose, they intake glucose, they uptake, look, it increase uptake of glucose by hepatocytes. ഹെപ്പാറ്റോസൈറ്റുകൾ ഗ്ലൂക്കോസിന്റെ ബ്ലഡിൽ നിന്ന് വലിച്ചെടുക്കും ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻടു ഗ്ലൈക്കോജൻ. എന്നിട്ട് ലിവർ സെല്ലുകളിൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. സെറ്റാണോ? സോ ലുക്ക്, ദാറ്റ് ഈസ് ഗ്ലൈക്കോജൻ സിന്തസിസ്. ഗ്ലൈക്കോജൻ സിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ ലിവർ. ശ്രദ്ധിക്കുക, നിങ്ങൾ കുറേ ഫുഡ് കഴിച്ചു, കുറേ ഗ്ലൂക്കോസ് എത്തി, ലിവർ സെല്ലുകൾ മാക്സിമം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി സംഭരിച്ചു, ലിവർ സെല്ലുകളുടെ പരമാവധി എത്തി. എന്നിട്ടും ബ്ലഡിൽ ഗ്ലൂക്കോസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ വീണ്ടും ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ലുക്ക്, യുവർ ഇൻസുലിൻ ആക്ട് ഓൺ ദ ഫാറ്റ് സെൽസ്. ഇൻസുലിൻ ഫാറ്റ് സെല്ലുകളെ നമ്മൾ എന്താ വിളിക്കുക? അഡിപ്പോസൈറ്റ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക കുട്ടികളെ? അഡിപ്പോസൈറ്റ്സ്. അവരൊക്കെ പറ അഡിപ്പോസൈറ്റ്സ്. ഇൻസുലിൻ ആക്ട് ഓൺ ദ ഫാറ്റ് സെൽസ് ഓർ അഡിപ്പോസൈറ്റ്സ്. അഡിപ്പോസൈറ്റുകൾ എന്നതാ ചെയ്യുക? ഗ്ലൂക്കോസിനെടുത്ത് ഫാറ്റാക്കി മാറ്റും. ദാറ്റ് ഈസ് കോൾഡ് ലൈപ്പോജനസിസ്. ലിപ്പിഡ് ഉണ്ടാവും. നമ്മളെ തടിപ്പിക്കുന്ന ഹോർമോൺ ആരാന്നറിയോ? നമുക്കൊരു ധാരണയുണ്ട്, നമ്മൾ ഫാറ്റി ഫുഡ് കഴിച്ചാലാ തടിക്കുകയാണ്. നോ, ഫാറ്റി ഫുഡ് കഴിക്കണം എന്നൊന്നുമില്ല. യു സിംപ്ലി ഈറ്റ് ചോർ തടിച്ച് എന്നെ പോലെ അങ്ങ് കൊഴുത്തോളും. ഓക്കെ, ഫാറ്റ് കഴിച്ചാലും തടിക്കും, അങ്ങനെയല്ല. ബട്ട് ലൈക്ക് ദ മെയിൻ വില്ലൻ ഈസ് കാർബോഹൈഡ്രേറ്റ്. ചോറ് എന്ന് പറയില്ല, ചോറായാലും ചപ്പാത്തി ആയാലും തന്തൂർ റൊട്ടി ആയാലും എന്ത് കോപ്പായാലും ഒക്കെ കണക്ക് തന്നെ. കപ്പ പുഴുങ്ങിയതായാലും ഒക്കെ ഇതിനകത്ത് എന്താ ഉള്ളത്? സ്റ്റാർച്ച് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് എ ഫംഗ്ഷൻ. സോ ഇൻസുലിൻ എവിടെ ആക്ട് ചെയ്യുന്നത്? ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ് അല്ലേ? സോ ലൈപ്പോജനസിസ് ആൻഡ് ഗ്ലൈക്കോജൻ സിന്തസിസ് ഇത് രണ്ടിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻസുലിൻ ചെയ്യുക. സോ അങ്ങനെയാണ് ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറയ്ക്കുക. അങ്ങനെ നമ്മൾ ഗ്ലൂക്കോസ് മൊത്തം ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും, ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. നൗ ഗ്ലൂക്കോഗോണിന്റെ ഫംഗ്ഷൻ എന്താ? when the blood glucose level decreases, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞാൽ that lead to synthesis or secretion of glucagon സെക്രീറ്റ് ആവും. ഗ്ലൂക്കോഗോൺ നേരെ ഓപ്പോസിറ്റഡാ. ഗ്ലൂക്കോഗോൺ ആക്ട് ഓൺ ദ ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ്. ഹെപ്പറ്റോസൈറ്റിൽ ഗ്ലൂക്കോഗോൺ ആക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക? ഗ്ലൈക്കോജീനോലൈസിസ്. ഗ്ലൈക്കോജൻ മുറിഞ്ഞ് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. നേരത്തെ സംഭരിച്ച ഗ്ലൈക്കോജൻ, നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്ലൈക്കോജൻ മുറിഞ്ഞ് ഗ്ലൂക്കോസ് ആയിട്ട് ബ്ലഡിലേക്ക് വരും. സോ ബ്ലഡ് ഗ്ലൂക്കോസ് ഇൻക്രീസസ്. അങ്ങനെ ലിവറിൽ സൂക്ഷിച്ച ഗ്ലൈക്കോജൻ മൊത്തം ഗ്ലൂക്കോസ് ആക്കി മാറ്റി. നിങ്ങൾ ഫുഡ് കഴിക്കുന്നേ ഇല്ല, നിങ്ങൾ ഫുഡ് തീരെ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ പുതിയ ഗ്ലൂക്കോസ് കിട്ടാനുമില്ല, ലിവറിൽ മൊത്തം കഴിഞ്ഞു. അപ്പം ഇനി എന്താ ചെയ്യുക? ഗ്ലൂക്കോഗോൺ ആക്ട് ഓൺ ദ ഫാറ്റ് സെൽസ് ഓർ അഡിപ്പോസൈറ്റ്സ്. എന്നിട്ടോ ഫാറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് ഗ്ലൂക്കോനിയോജനസിസ്. എന്താണ് ഗ്ലൂക്കോനിയോജനസിസ്? സെറ്റാണോ മക്കളെ? ഓക്കെ, അപ്പൊ അതാണ് ഇയാളുടെ ഫംഗ്ഷൻ. ഇങ്ങനെ പഠിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. റെഡി അല്ലേ മക്കളെ? ഓക്കെ, സോ ലുക്ക്, ഗ്ലൂക്കോഗോൺ റെഡ്യൂസസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. വാട്ട് ഈസ് മെൻ ബൈ ദിസ്? ഈ സെല്ലുലാർ എന്ന് ഉദ്ദേശിച്ചത്, നോക്കൂ, ലിവർ സെല്ലുകൾ ഗ്ലൂക്കോസിനെ വീണ്ടും വലിച്ചെടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ട് എന്താ പറയാ, വീണ്ടും ഗ്ലൈക്കോജൻ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ലിവർ സെല്ലുകൾ പിന്നീട് ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യുന്നത് ഇയാൾ പ്രിവെന്റ് ചെയ്യും. ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കണം, അതാണ് ഇയാളുടെ ആവശ്യം. സോ ഇറ്റ് ഇൻഹിബിറ്റ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് ബൈ ദ എസ്പെഷ്യലി സെൽസ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്, ബട്ട് ഇറ്റ് ഈസ് ബൈ ലിവർ സെൽസ്. അപ്പോൾ ലിവർ സെല്ലുകൾ ഗ്ലൂക്കോസ് വലിച്ചെടുക്കാതെ പരമാവധി ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എത്തിക്കും. സോ ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ. നൗ ഇൻസുലിൻ അതിന് നേരെ ഓപ്പോസിറ്റ്. ഇൻസുലിൻ മെയിൻലി ആക്ട് ഓൺ ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ്. ഓക്കെ, ആൻഡ് എൻഹാൻസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ അല്ലേ? ഈ സെല്ലുകളെ കൊണ്ട് ഗ്ലൂക്കോസ് വലിച്ചെടുപ്പിക്കും, എന്നിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഹെപ്പറ്റോസൈറ്റുകൾ എന്താ ഉണ്ടാക്കുക? ഗ്ലൂക്കോസ് വെച്ച് ഗ്ലൈക്കോജൻ ഉണ്ടാക്കും, അഡിപ്പോസൈറ്റുകൾ ഗ്ലൂക്കോസ് വെച്ച് ഫാറ്റ് ഉണ്ടാക്കും. സോ ആസ് എ റിസൾട്ട് ദർ ഈസ് റാപ്പിഡ് മൂവ്മെന്റ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം ബ്ലഡ് ടു ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ് റിസൾട്ടിങ് ഇൻ ഡിക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ദാറ്റ് ഈസ് ഹൈപ്പോഗ്ലൈസീമിയ. നൗ ഇൻസുലിൻ ഓൾസോ സ്റ്റിമുലേറ്റ് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ. അതാണല്ലോ, അതിന് വേണ്ടിയിട്ടല്ലേ ഈ അപ്ടേക്ക് നടത്തിപ്പിക്കുന്നത്. വലിച്ചെടുത്തിട്ട് അതിന് മൊത്തം ഗ്ലൈക്കോജൻ ആക്കി മാറ്റും ഇൻ ദ ടാർഗറ്റ് സെൽസ്. The glucose homeostasis in blood is, homeostasis എന്ന് പറഞ്ഞാൽ control, okay, in blood is thus jointly maintained by insulin and glucagon. I hope it is clear. Now prolonged hyperglycemia lead to a complex disease called diabetes mellitus. നോക്കൂ, നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് കുറയുകയോ അങ്ങനെ എന്തെങ്കിലും രീതി കൊണ്ട് ബോഡിയിൽ നിരന്തരമായിട്ട് ഗ്ലൂക്കോസ് ലെവൽ കൂടി നിന്നാൽ ആ അവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുക, വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലോസ് ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ. കാരണം ബ്ലഡിൽ ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് എന്നാൽ യൂറിനിലൂടെ ഗ്ലൂക്കോസ് കുറേ പുറത്തോട്ട് പോകും. ആൻഡ് ഫോർമേഷൻ ഓഫ് ഹാംഫുൾ കോമ്പൗണ്ട്സ് നോൺ ആസ് കീറ്റോൺ ബോഡീസ്. ബോഡിയിൽ കീറ്റോൺ ബോഡികൾ ഉണ്ടാവും. ഡയബറ്റിക് പേഷ്യൻസ് ആർ സക്സസ്ഫുള്ളി ട്രീറ്റഡ് വിത്ത് ഇൻസുലിൻ തെറാപ്പി. ഓക്കെ, മറ്റു മരുന്നുകളുണ്ട്, ആ കൂട്ടത്തിൽ ഇൻസുലിൻ തെറാപ്പിയും നമുക്ക് കൊടുക്കാൻ പറ്റും. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ടെസ്റ്റിസ് ആൻഡ് ഓവറി. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് മെയിൻലി കോൾഡ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, ലൈക്ക് ലുക്ക്,
interstitial cells or Leydig cell അവരെവിടെയുള്ളത് interstitial സ്പേസിലാണ്, that is intertubular സ്പേസിലാണ്. And it produces a group of hormones called androgen. നോക്കൂ, testosterone is only one androgen. നമ്മുടെ ലേഡിക് സെല്ല് പല ടെസ്റ്റോസ്റ്റിറോൺ, ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ പറയുന്ന ആളുണ്ട്. ടെസ്റ്റോസ്റ്റിറോണിനേക്കാളും സ്ട്രോങ് ആയുള്ള ആളാണ് ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, സോ ലൈക്ക് പല ആളുകളെയും ഉണ്ടാക്കുന്നുണ്ട്. അതിൽ മേജർ ആളാണ് ആര്? ടെസ്റ്റോസ്റ്റിറോൺ, മെയിൻലി ടെസ്റ്റോസ്റ്റിറോൺ. സെറ്റല്ലേ കുട്ടികളെ? I hope it is clear. Now, androgens regulate the development and maturation functions of male sex organs like epididymis, vas deferens, seminal vesicle, prostate, urethra, etc. എല്ലാവരുടെയും മെയിലിൻ്റെ സെക്ഷൽ ഫംഗ്ഷന് വേണ്ടിയുള്ള എല്ലാ അവയവങ്ങളുടെയും ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ദീസ് ഹോർമോൺസ് ഓൾസോ സ്റ്റിമുലേറ്റ് മസ്കുലാർ ഗ്രോത്ത് ഇൻ മെയിൽ, growth of facial hair and axillary hair in male, aggressiveness of male, low pitch of voice. Androgens play a major stimulatory role in the process of spermatogenesis. നമുക്ക് അറിയുന്ന കാര്യമാണ്. Androgens act on this. Look, this point is very important. Look, androgens act on the central neural system and influence male sexual behavior, libido. What is libido? A desire for sex. A desire for sex. That is libido. That is male sexual behavior, which is regulated by androgen. Now, these hormones produce anabolic effects on protein and carbohydrate metabolism. And it also stimulates erythropoiesis. NCERT summary il parayunnundu. It also stimulates erythropoiesis. It also stimulates erythropoiesis. It stimulates libido. സെറ്റല്ലേ കുട്ടികളെ? ഗ്ലൈക്കോസ്യൂറിയ ലീഡ് ടു കീറ്റോൺയൂറിയ അങ്ങനെയല്ല. ഗ്ലൈക്കോസ്യൂറിയൻ്റെ കൂടെ നിങ്ങൾക്ക് കീറ്റോൺയൂറിയ ഉണ്ടാവും. ഇനീഷ്യലി ഉണ്ടായിക്കോളുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ. ദറ്റ് ഈസ് ബിക്കോസ് ഈ ഫാറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ കീറ്റോൺ ബോഡികളും ഉണ്ടാവും. വെൻ ഫാറ്റ് കൺവേർട്ട് ഇൻ ടു ഗ്ലൂക്കോസ്, whenever there is gluconeogenesis, fat is getting converted into glucose, അതിൻ്റെ കൂടെ കീറ്റോൺ ബോഡികൾ ഉണ്ടാവും. So that's the reason. Now look, let's talk about ovary. മറ്റേ നിങ്ങൾക്ക് അറിഞ്ഞോട്ടെ, സ്പീഡിൽ വായിച്ചു പോയത്. ഫീമെയിൽസ് ഹാവ് എ പെയർ ഓഫ് ovaries located in the abdomen. Yes, ovary is the primary female sex organ which produce ovum, one ovum during each menstrual cycle. Yes, in addition, ovary also produce two groups of steroid hormones called estrogen, progesterone. Ovary is composed of ovarian follicles and stromal tissue. What is that? Look, ovariയുടെ ഉള്ളിലുള്ള ഫോളിക്കിൾസ് അല്ലാത്തതിന് പുറത്തുള്ള ടിഷ്യൂവിനെയാണ് സ്ട്രോമൽ ടിഷ്യൂ എന്ന് പറയുക. The estrogen is synthesized and secreted by growing follicles. After ovulation, ruptured follicle converted into corpus luteum, which secrete mainly progesterone. And the mainly progesterone. Is there any importance? ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പെയ്ഡ് കുട്ടികളെങ്കിലും ആൻസർ പറയണം. ആദിത്യൻ MS ട്രിവിയ, അതിൽ ആൻസർ പറയാൻ പറ്റും. വൈ ഇറ്റ് ഈസ് മെയിൻലി പ്രൊജസ്റ്റിറോൺ? NCERT പറയാണ് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് മെയിൻലി പ്രൊജസ്റ്റിറോൺ. ഇസ് ദർ എനി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ്? ആൻസർ മീ മാൻ. വെരി ഗുഡ്, ഐശ്വര്യ പറഞ്ഞാണ് ആൻസർ. The corpus luteum also produce small amount of estrogen. അതുകൊണ്ടാണ് നമ്മൾ +2 മെൻസ്ട്രൽ സൈക്കിളിന്റെ ഡയഗ്രാം പഠിക്കുമ്പോൾ, whenever I taught you diagrams in your +2, അല്ലേ, നമ്മൾ ആ +2 ഡയഗ്രാം പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ലുക്ക് ഈസ്ട്രോജന് 2 പീക്ക് വരുന്നുണ്ട്. ദ റീസൺ ഈസ് ബിക്കോസ് കോർപ്പസ് ലൂട്ടിയം ഓൾസോ പ്രൊഡ്യൂസ് സം എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ അല്ലേ, അതാണ് അതിൻ്റെ മീനിങ്. മെയിൻറ്റെയിനിങ് എൻഡോമെട്രി ഒന്നും അല്ല ഇവിടെ. ഇവിടെ എന്താണ്? ഇവിടെ നോക്കൂ, മെയിൻലി പ്രൊജസ്റ്റിറോൺ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മെയിൻറ്റെയിനിങ് എൻഡോമെട്രി ഉണ്ട്. കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് സ്മോൾ എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ ഓൾസോ. അതുകൊണ്ടാണ് ഇവിടെ കോർപ്പസ് ലൂട്ടിയം വിച്ച് മെയിൻലി പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ, അല്ലാതെ കോർപ്പസ് ലൂട്ടിയം ഓൺലി പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. യെസ്, കോർപ്പസ് ലൂട്ടിയം ഓൾസോ പ്രൊഡ്യൂസ് റിലാക്സിൻ അല്ലേ. ഞാൻ പിന്നെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ അത്ര ഡീറ്റെയിൽസിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ടോ, റിലാക്സിൻ്റെയും ഇൻഹിബിൻ്റെയും ഒന്നും കാര്യം ഇവിടെ പറയാത്ത ഞങ്ങൾക്ക് വൃത്തി അബിലുഫി പറഞ്ഞു റിലാക്സിൻ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ട്രൂ. ഓക്കെ, റിലാക്സിൻ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഇൻഹിബിൻ ഉണ്ടാക്കുന്ന ആരാന്നൊക്കെ നമുക്കറിയില്ലേ. ഓക്കെ, അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി നമ്മൾ പെയ്ഡ് ആ ക്ലാസ്സിലൊക്കെ വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് സ്പീഡിൽ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ മാക്സിമം NCERT കവർ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ വൃത്തിക്ക് പഠിപ്പിച്ചു തന്നെ, നമ്മൾ പെയ്ഡ് സ്റ്റുഡൻസിന് അറിയാം വാട്ട് ഇസ് ദ റോൾ ഓഫ് റിലാക്സിൻ അല്ലേ. NCERT കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യത്തിൽ എന്താ ഉണ്ടായത് എന്നൊക്കെ. ഇനി വലിയ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് വൈഡ് റേഞ്ചിങ് ആക്ഷൻസ് സച്ച് ആസ് സ്റ്റിമുലേഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫീമെയിൽ സെക്സ് ഓർഗൻസ്. ആൻഡ്രോജൻ മെയിൽ സെക്സ് ഓർഗൻ ആണെങ്കിൽ ഇത് ഫീമെയിൽ സെക്സ് ഓർഗൻ. ഡെവലപ്മെന്റ് ഓഫ് ഗ്രോയിങ് ഒവേറിയൻ ഫോളിക്കിൾസ്, ഫോളിക്കിൾസിന്റെ ഗ്രോത്ത്. നമുക്ക് ഫോളിക്കിൾസ് ഈസ്ട്രോജൻ ഉണ്ടാക്കും, ആ ഈസ്ട്രോജൻ അഗെയിൻ ഫോളിക്കിൾസിന്റെ ഗ്രോത്തിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഫോളിക്കിൾ, ഈ ഗ്രോയിങ് ഫോളിക്കിൾ ഈസ്ട്രോജൻ ഉണ്ടാക്കും, ആ ഈസ്ട്രോജൻ ഇറ്റ്സെൽഫ് ഈ ഫോളിക്കിളിന്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പിയറൻസ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്
and the female secondary development of breast during puberty. Puberty female breast വളരുന്നത് ഫീമെയിലിന്റെ ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ആണ്. അതുപോലെ ഹൈ പിച്ച് ഓഫ് വോയിസ്, ഫീമെയിലിന്റെ പിച്ച് വോയിസ് കുറച്ചുകൂടെ ഹൈ പിച്ച് ആവും. കണ്ടോ, മാമറി ഗ്ലാൻഡ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് പ്യൂബർട്ടി, പ്യൂബർട്ടിയുടെ സമയത്തുള്ള ഡെവലപ്മെന്റ് ആണ് ഈ പറയുന്നത്. Now estrogen also regulate female sexual behavior, ഫീമെയിൽ സെക്ഷൽ ബിഹേവിയറിനെ ഇയാൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് അല്ലേ? മറ്റേത് മെയിൽ സെക്ഷൽ ബിഹേവിയർ ആണ്, ഇത് ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ. അടുത്തത് പ്രൊജസ്റ്റിറോൺ സപ്പോർട്ട് പ്രഗ്നൻസി. പ്രൊജസ്റ്റിറോൺ ഓൾസോ ആക്ട് ഓൺ മാമറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ഫോർമേഷൻ ഓഫ് ആൽവിയോളൈ. ദാറ്റ് ഈസ് മാമറി ഗ്ലാൻഡിലെ ആൽവിയോളസിന്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൽ പ്രൊജസ്റ്റിറോൺ ഹാസ് എ റോൾ. പ്രൊജസ്റ്റിറോൺ ഹാസ് എ റോൾ. സോ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി, പ്രൊലാക്റ്റിനും റോൾ ഉണ്ട്, പ്രൊജസ്റ്റിറോണിനും റോൾ ഉണ്ട്. അടുത്ത് വിച്ച് സ്റ്റോർ മിൽക്ക് ആൻഡ് മിൽക്ക് സെക്രീഷനിൽ റോൾ ഉണ്ട്. ഇത് ശരിക്കും കറക്റ്റ് അല്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. ഇറ്റ് ഓൾസോ ഹാസ് റോൾ ഇൻ മിൽക്ക് സെക്രീഷൻ. അപ്പോൾ മിൽക്ക് സെക്രീഷനിൽ റോളുള്ള രണ്ടാളുകൾ ആരൊക്കെയാണെന്ന് അറിയോ? പ്രൊലാക്റ്റിന് റോൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജസ്റ്റിറോണിന്. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പെയ്ഡ് സ്റ്റുഡൻസിന് പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ പണ്ടെടുത്തപ്പോൾ. ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടി കിട്ടും. ഓക്കെ, ഈ രണ്ട് പേരും ഇറ്റ് ഹാസ് റോൾ ഇൻ മിൽക്ക് സെക്രീഷൻ. ഇനി ഇജക്ഷനിൽ റോളുള്ള ആളാരാ? ഒരാൾ മാത്രം. ആരാ? ഓക്സിറ്റോസിൻ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. Now hormones of heart, kidney, gastrointestinal tract. Look, when there is high BP, the atrial wall, the atrial wall secrete a very important hormone. Peptide ഒക്കെ വിട്ടേക്ക്, ഹോർമോൺ പെപ്റ്റൈഡ് ഒക്കെ എന്താ ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം. ഹോർമോൺ കോൾഡ് atrial natriuretic factor അല്ലേ? ANF എന്താ ചെയ്യുക? which decrease blood pressure. When blood pressure is increased, ANF is secreted, which causes dilation of blood vessel. This reduce BP അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ANF ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്ത് BP കുറക്കുന്ന ആളാണ്. നമ്മൾ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സിൽ ഡിസ്കസ് ചെയ്തതാണ്. Now the juxtaglomerular cells of kidney produce a peptide hormone called erythropoietin, which stimulate erythropoiesis. നമുക്ക് അറിയുന്ന കാര്യമാണ്. Now endocrine cells present in different parts of gastrointestinal tract secrete four major peptide hormones. Peptide വിട്ടേക്ക് four major hormones. They are gastrin, secretin, cholecystokinin and gastric inhibitory peptide അല്ലേ? Gastrin, secretin, cholecystokinin and gastric inhibitory peptide. Look, gastrin stimulate gastric activity. Look, gastrin act on gastric gland. നമ്മുടെ സ്റ്റൊമക്കിൽ ഇഷ്ടംപോലെ ഗ്ലാൻഡുകളുണ്ട്, അവരെയാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് വിളിക്കുക. സ്റ്റൊമക്കിന്റെ മ്യൂക്കോസ, സ്റ്റൊമക്കിന്റെ ഉള്ളിലെ ലെയറിൽ ധാരാളം ഗ്ലാൻഡുകളുണ്ട്. ദേ ആർ കോൾഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. അതിന്റെ ഫംഗ്ഷൻ, അതിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് പെപ്സിനോജൻ. പെപ്സിനോജൻ ഈസ് എ ഹോർമോൺ ഫ്രം ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ചിലപ്പോൾ ചോദിക്കും, ഇത് ചോദ്യമായിട്ട് വരും. Name the hormone which is secreted by gastric gland. You will get options like pepsinogen, carboxypeptidase, പിന്നെ ട്രിപ്സിൻ, ഇങ്ങനെ ഓപ്ഷൻ തരും. ലൈക്ക് ഇത് NCERT. ഇപ്പോൾ ട്രിപ്സിൻ ഏത് ചാപ്റ്ററിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? ബയോമോളിക്യൂളിൽ. അതുപോലെ തന്നെ കാർബോക്സിപെപ്റ്റിഡേസ് ബയോമോളിക്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. പെപ്സിനോജൻ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണാണ്. HCl ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന മറ്റൊരാളാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. Okay, that's it. Now secretin act on the exocrine pancreas. Secretin pancreasന്റെ exocrine ഭാഗത്ത് ആക്ട് ചെയ്യും and stimulate secretion of water and bicarbonate ion. പാൻക്രിയാസിൽ നിന്ന് വാട്ടറും ബൈകാർബണേറ്റ് അയോണിന്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. Look, bicarbonate ion is a basic ion. Bicarbonate ion ബേസിക് നാച്ചുറൽ അയോൺ ആണ്. ഓക്കെ, അത് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇനി ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് HCl ഉണ്ടാക്കുന്നുള്ളതും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അല്ലേ? ഞാനിപ്പോൾ നമ്മളെ കുട്ടികളോട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം ഇട്ടാ, ഫ്രോഗിൻ്റെ കേസിൽ. ഇൻ കേസ് ഓഫ് ഫ്രോഗ്, ദ ഗ്യാസ്ട്രിക് സെക്രീഷൻ ഈസ് അസിഡിക് ആൻഡ് പാൻക്രിയാറ്റിക് സെക്രീഷൻ, പാൻക്രിയാസിൽ നിന്ന് വരുന്ന സെക്രീഷൻ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന സെക്രീഷൻ അസിഡിക് ആയിരിക്കും. പാൻക്രിയാസിൽ നിന്ന് വരുന്ന സെക്രീഷൻ വിൽ ബി ബേസിക് ബിക്കോസ് ഓഫ് ബൈകാർബണേറ്റ് അയോൺ. പിള്ളേരെല്ലാം പ്രശ്നം ഉണ്ടാക്കി, സാർ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്, ഔട്ട് ഓഫ് സിലബസ് ആണ്. നോ, ഇറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് സിലബസ്. ഫ്രോഗിൻ്റെ കേസിൽ പറയുന്നുണ്ട് ഗ്യാസ്ട്രിക് സെക്രീഷൻ അസിഡിക് ആണ്. എടാ, പാൻക്രിയാറ്റിക് സെക്രീഷൻ ബേസിക് ആണ് ഈ ചാപ്റ്ററിൽ NCERT പറയുന്നില്ലേ? ഞാൻ ഒരു ചോദ്യം ഇട്ടതാണ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ടു ബി ഫ്രം ഒരു സിംഗിൾ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദ്യം വരുന്നൊന്നും എക്സ്പെക്ട് ചെയ്തത്. ദേ ക്യാൻ ആസ്ക് ഫ്രം എനിവർ, മിക്സ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇപ്പോൾ മിക്കവാറും സിമ്പിൾ ചോദ്യങ്ങളാണ് ഇപ്പോൾ വരാറ്. ഇപ്പോൾ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആക്കാറില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ആക്കണം എന്നുള്ളതാണ്. എന്നാലേ നമ്മൾ ആ ഒരു റാങ്ക് നമുക്ക് വേഗം കിട്ടുള്ളൂ. ഭയങ്കര സിമ്പിൾ ആയാലേ എല്ലാവരും സ്കോർ ചെയ്യും. പക്ഷെ നമുക്ക് ഉപകാരമായിട്ടോ ഭയങ്കര സിമ്പിൾ ആക്കുന്നത് +2കാർക്ക്. പക്ഷേ റിപ്പീറ്റേഴ്സിനൊരു പ്രശ്നം, നിങ്ങളെല്ലാവരും അടിച്ച് റാങ്ക് കയറൂലേ. CCK ആക്ട് ഓൺ. നോക്കപ്പോൾ നമ്മൾ ഗ്യാസ്ട്രിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകളുടെ മൊത്തത്തിൽ സെക്രീഷൻ, വാട്ടർ, ബൈകാർബണേറ്റ്, സോറി. ഇനി സെക്രീറ്റിൻ, ഗ്യാസ്ട്രിൻ്റെ പഠിച്ചു. സെക്രീറ്റിന്
പാൻക്രിയാസിൽ പോയി ആക്ട് ചെയ്ത് പാൻക്രിയാസിൽ നിന്ന് വാട്ടറും നമുക്ക് പാൻക്രിയാസിന്റെ പ്രത്യേകത അയാൾ വാട്ടർ സെക്രീറ്റ് ചെയ്യാൻ പറ്റും, അയാൾക്ക് ബൈകാർബണേറ്റ് അയോൺ ബേസിക് ആയിട്ടുള്ള ബൈകാർബണേറ്റ് അയോൺ സെക്രീറ്റ് ചെയ്യാൻ പറ്റും. There are different types of hormones, different types of enzymes from the pancreas. എൻസൈമുകളെയും സെക്രീറ്റ് ചെയ്യാൻ പറ്റും. But when secretin act, pancreas secrete only water and bicarbonate. Now when CCK act on pancreas, CCK പാൻക്രിയാസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാൻക്രിയാറ്റിക് എൻസൈമുകളുടെ സെക്രീഷനാണ് നടക്കുക. മറ്റയാൾ ആക്ട് ചെയ്ത വാട്ടർ ബൈകാർബണേറ്റ് വരിക സെക്രീറ്റിന്, ഇയാൾ ആക്ട് ചെയ്യുമ്പോൾ എൻസൈമുകളാണ് വരിക. അതുപോലെ CCK ഓൾസോ ആക്ട് ഓൺ ഗോൾ ബ്ലാഡർ, പിത്തസഞ്ചിയിൽ പോയിട്ട് ആക്ട് ചെയ്യും. പിത്തസഞ്ചിയിൽ നിന്ന് ബൈൽ ജ്യൂസ് സെക്രീറ്റ് ആവും, ബൈൽ സെക്രീറ്റ് ആവും. സെറ്റ് അല്ലേ? നോ GIP ഗ്യാസ്ട്രിന്റെ നേരെ ഓപ്പോസിറ്റ്. GIP ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റി, സ്റ്റൊമക്കിന്റെ മൂവ്മെന്റും ഇൻഹിബിറ്റ് ചെയ്യും, സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യും. നോ സെവറൽ അതർ നോൺ എൻഡോക്രൈൻ ടിഷ്യൂ സെക്രീറ്റ് ഹോർമോൺസ് കോൾഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ടിഷ്യൂ, നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ പ്രൊഡ്യൂസ് എപ്പിത്തീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സ്. എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ എപ്പിത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ ഉണ്ടാവും. ഓക്കെ, നൗ നിങ്ങളുടെ ബോൺ ടിഷ്യൂ പ്രൊഡ്യൂസ് ഓസ്റ്റിയോജനിക് ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഓക്കെ, ശരീരത്തിലെ ഓരോ ടിഷ്യൂവും അതാത് ടിഷ്യൂവിന്റെ ഗ്രോത്തിന് ആവശ്യമായ ഫാക്ടറുകൾ ആ ടിഷ്യൂവിലെ സെല്ലുകൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ലുക്ക്, there are different നോൺ എൻഡോക്രൈൻ ടിഷ്യൂസ്. എൻഡോക്രൈൻ ഹോർമോൺ ഉണ്ടാക്കുന്ന ടിഷ്യൂ അല്ലാത്ത സാധാരണ ടിഷ്യൂകൾ പോലും they secrete hormones called growth factors. ഗ്രോത്ത് ഫാക്ടേഴ്സിന് ഉണ്ടാക്കുന്നുണ്ട്. These factors are essential for the normal growth of tissues and their repair or regeneration. I hope it is clear. Now, മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ഹോർമോണുകളുടെ ക്ലാസിഫിക്കേഷൻ. ഹോർമോണുകൾ 4 ഗ്രൂപ്പാണ്: പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ആൻഡ് പ്രോട്ടീൻ ഹോർമോൺസ്. പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പെപ്റ്റൈഡ് ബോണ്ടുള്ള ആളുകൾ, ദാറ്റ് ഈസ് അമിനോ ആസിഡിന്റെ ചെയിന്. പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ അതേ സാധനം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാലും അത് തന്നെയല്ല, അമിനോ ആസിഡിന്റെ ചെയിൻ. അത്തരം ഹോർമോൺ. പിന്നെ അടുത്ത സ്റ്റിറോയിഡ് ഹോർമോണുകൾ, അയഡോ തൈറോണിൻസ്, അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കാറ്റക്കോളമീൻസ്. ഓക്കെ, അഡ്രീനാലിനും നോർ അഡ്രീനാലിനും. അയഡോ തൈറോണിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, T3 T4 ട്രൈ അയഡോ തൈറോണിൻ, ടെട്രാ അയഡോ തൈറോണിൻ. സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോൺ, ദാറ്റ് ഈസ് ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള എല്ലാവരും. ഈസ്ട്രോജൻ, പ്രൊജസ്റ്റോജൻ അല്ലെങ്കിൽ പ്രൊജസ്റ്റിറോൺ, എങ്ങനെ വേണമെങ്കിലും പറയാം. ദെൻ കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, അഡ്രിനൽ കോർട്ടക്സിൽ നിന്നുള്ള എല്ലാവരും കേട്ടോ ആളുകൾ ആണ് സ്റ്റിറോയിഡ്. പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ഹോർമോൺ ബാക്കി എല്ലാവരും, നമ്മൾ ഈ പറയാത്ത ബാക്കി എല്ലാവരും ആരൊക്കെ? നോക്കൂ, നിങ്ങളുടെ എല്ലാ ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഹോർമോണുകളും, ഓൾ ഹൈപ്പോതലാമിക് ഹോർമോൺസ്, ഹൈപ്പോതലാമസ് എന്നുള്ള എല്ലാവരും, ഓൾ പിറ്റ്യൂട്ടറി ഹോർമോൺ, പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള എല്ലാവരും. അടി കൂടുന്ന ഹോർമോൺ എന്താ? ഇൻസുലിൻ ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കഗോൺ ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ്. അപ്പൊ അടി കൂടുന്ന ആൾക്കാരായി. ബ്ലഡ് ഗ്ലൂക്കോസ് കൂട്ടാനും കുറക്കാനും അടി കൂടുന്ന ആള്. ദെൻ ബ്ലഡ് കാൽഷ്യം കൂട്ടാനും കുറക്കാനും അടി കൂടുന്ന ആള് TCT PTH. പിന്നെ നമ്മൾ പറഞ്ഞ ANF. പിന്നെ നമ്മൾ പറഞ്ഞ ബാക്കി ആളുകൾ ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോക്കിനിൻ, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, എല്ലാവന്മാരും ദേ കം ഇൻ ദിസ് പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് ഗ്രൂപ്പ്. സെറ്റല്ലേ കുട്ടികളെ? ഓക്കെ, നൗ ലുക്ക്, ഇതിലെ സ്റ്റിറോയിഡ് ഹോർമോണുകളും അയഡോ തൈറോണിൻസും ഇവന്മാരുടെ റിസപ്റ്റർ സെല്ലിനകത്താണ് ഉണ്ടാവുക. സെല്ലിനകത്ത് എന്ന് പറഞ്ഞാൽ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ ആയിരിക്കും. ദാറ്റ് ക്യാൻ ബി വിത്തിൻ ദ ന്യൂക്ലിയസ്, അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ റിസപ്റ്റർ എന്ന് പറയും. ദാറ്റ് ക്യാൻ ബി വിത്തിൻ ദ സൈറ്റോപ്ലാസം, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റർ എന്ന് പറയും. ഓക്കെ, ഹോർമോണിന്റെ റിസപ്റ്റർ സെല്ലിനകത്തായിരിക്കും. ദാറ്റ് ക്യാൻ ബി വിത്തിൻ ദ സൈറ്റോപ്ലാസം ഓർ ഇറ്റ് ക്യാൻ ബി വിത്തിൻ ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയർ ഓർ സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റർ ആയിരിക്കും. സോ അതാണ് ഇങ്ങനെ വരുന്നു. ഇത് ഈസ്ട്രോജന്റെ എക്സാമ്പിൾ ആണ്. സ്റ്റിറോയിഡ് ഹോർമോണിന്റെ റിസപ്റ്റർ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയർ റിസപ്റ്റർ ആണ്. ഇറ്റ് ഇന്ററാക്ട് വിത്ത് ദ ജീനോം. അപ്പോൾ ജീനിൽ നിന്ന് mRNA ഉണ്ടാവും, mRNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാവും. ദാറ്റ് ലീഡ് ടു ഫിസിയോളജിക്കൽ റെസ്പോൺസസ് അല്ലേ? ഇപ്പോൾ യൂട്രസിന്റെ നോക്കൂ, യൂട്രസിന്റെ ഗ്രോത്ത് ആണല്ലോ ഈസ്ട്രോജന്റെ മെയിൻ. യൂട്രസിലെ എൻഡോമെട്രിയത്തിന്റെ ഗ്രോത്ത് ആണല്ലോ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. നൗ ലുക്ക്, അതർ ഹോർമോൺസ്, കാറ്റക്കോളമീൻസ്, അതുപോലെ തന്നെ പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ഹോർമോണുകളൊക്കെ ദേ ആക്ട് ഓൺ ദ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. കണ്ടോ, റിസപ്റ്റർ സെൽ മെംബ്രെയിനിലുള്ളത്. സോ വെൻ ഹോർമോൺ ബൈൻഡ് ടു ദ റിസപ്റ്റർ ദർ ഈസ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ദാറ്റ് ലീഡ് ടു എ റെസ്പോൺസ് വിത്തിൻ ദ സെൽ ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി റെസ്പോൺസ്. അതിന്റെ ഫലമായി സെല്ലിനകത്ത് ദർ വിൽ ബി ജനറേഷൻ ഓഫ് സൈക്ലിക് AMP, അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അഡിനൈലിക് ആസിഡ്. അതാണ് സൈക്ലിക് AMP. ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ, സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. ഓക്കെ, ദെൻ കാൽഷ്യം പോലത്തെ സെക്കൻഡ് ബെസ്റ്റ്, കാൽഷ്യത്തിന്റെ അളവ് കൂടും. അതാണ് ഉദ്ദേശിച്ചത്. കാൽഷ്യം എന്ന് പറഞ്ഞ ആൾ ഉണ്ടാവില്ല, സെല്ലിനകത്തെ കാൽഷ്യത്തിന്റെ അളവ് കൂടും. അപ്പോൾ അത് ചില പ്രവർത്തനങ്ങൾക്ക് കാരണമാവും. അതുപോലെ സെല്ലിനകത്ത് സൈക്ലിക് AMP രൂപപ്പെടും ധാരാളമായിട്ട്. അത് സെല്ല് ചില റെസ്പോൺസുകൾ ഉണ്ടാക്കും. അത് അവസാനം സെല്ലിന്റെ ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.
ഓക്കെ, FSHൻ്റെ ആക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. സമ്മറിയിലൊന്നും വേറെ എക്സ്ട്രാ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. സമ്മറിയിൽ എക്സ്ട്രാ ആയിട്ട് പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെയിലിൻ്റെ ആൻഡ്രോജൻ സ്റ്റിമുലേറ്റ് വാട്ട് എറിത്രോപോയിസിസ്, ആ ഒരു കാര്യമേ പറയുന്നുള്ളൂ കേട്ടോ. സോ ഷാൾ വി മൂവ് ടു ദിസ് ചാപ്റ്റർ, ദിസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ, 1 സെക്കൻഡ്. യാ, പറഞ്ഞോ, ആൻസർ പറഞ്ഞോ, വേഗം പറഞ്ഞോ. ചാപ്റ്റർ അടിപൊളിയായില്ലേ? ഇങ്ങനെ ആൻസർ എവറി ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറയും, ഞാൻ ഒന്നും പറയില്ല കേട്ടോ, നിങ്ങൾ ആൻസർ പറയും. 2 സ്റ്റേറ്റ്മെന്റ് ഇതാ, ഇതിൽ ഏതാ കറക്റ്റ് ഏതാണ് തെറ്റ്, വേഗം പറഞ്ഞു. വിച്ച് ഈസ് ട്രൂ, വിച്ച് ഈസ് ഫോൾസ്? വേഗം പറ, ക്ലിയർ ആണെന്ന് മനസ്സിലായി. ഇതിന്റെ ആൻസർ പറ. അത് ഭയങ്കര സ്ലോ ആവണ്, നെറ്റ് സ്ലോ ഉണ്ടോ? നിങ്ങളുടെ കമന്റ് ഭയങ്കര സ്ലോ ആണല്ലോ. നജിമൽ എന്ന് പറഞ്ഞിട്ട് ഉത്തരം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഫോൾസ് ആണോ? പാരാതൈറോയ്ഡ് ഹോർമോൺ ആക്ട് ഓൺ ബോൺ ആൻഡ് സ്റ്റിമുലേറ്റ് പ്രോസസ് ഓഫ് ബോൺ റീസ്, ഓപ്ഷൻ ശരിയാണ്. പാരാതൈറോയ്ഡ് ഹോർമോൺ അലോങ് വിത്ത് തൈറോ കാൽസിറ്റോണിൻ പ്ലേ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഇത് തെറ്റാണ് അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഗുഡ്. അടുത്ത ചോദ്യം വേഗം പറഞ്ഞു, ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ബി എന്നാ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ തൈറോ കാൽസിറ്റോണിൻ റെഗുലേറ്റ് ബ്ലഡ് കാൽഷ്യം ലെവൽ, ശരിയാണല്ലോ. ഇൻ മെയിൽസ് FSH ആൻഡ് ആൻഡ്രോജൻ റെഗുലേറ്റ് സ്പൂമാറ്റോജെനസിസ്, ശരിയാണല്ലോ. ഓക്കെ, ഇനി ഇത് ശരിക്കും പറഞ്ഞാല് ഈ മണ്ടന്മാര് വിവരമില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും ഹൈപ്പർ തൈറോയിഡിസം ക്യാൻ ലീഡ് ടു ഗോയിറ്റർ എന്നുള്ളതും ആക്ച്വലി ശരിയാണ് അല്ലേ? നോക്കൂ, എക്സോഫ്താൽമിക് ഗോയിറ്ററിലെ പ്രത്യേകത എന്താ? മൾട്ടിനോഡുലാർ ഗോയിറ്ററിലെ പ്രത്യേകത എന്താ? ഹൈപ്പോതൈറോയിഡിസവും അത് കാരണം ഗോയിറ്ററും ഉണ്ട്. ഇതൊക്കെ ചോദ്യം ഇട്ടവനുണ്ടല്ലോ, ബേസിക് വിവരമില്ലാത്തവനാണ് നീറ്റിന് ചോദ്യം ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സി ശരിയാണ് ശരിക്കും. ഓക്കെ, പക്ഷെ NCERT-യിൽ ഇത് പ്രകാരം ഒരു ഗോയിറ്റർ നോക്കൂ, ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? NCERT-ക്കാർ ഗോയിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സിമ്പിൾ ഗോയിറ്ററിനെയാണ്. അവര് മറ്റേ ഗോയിറ്ററിനെ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്നുള്ള പേരിട്ടിട്ടുണ്ട്. അതാണ് ഇവർക്ക് ഇതിൽ ആകെ ന്യായവാദം പറയാനുള്ളത്. നോക്കൂ, അവര് വെറും ഗോയിറ്റർ എന്ന് അവർ വിളിച്ചത് ആരെയാണ്? സിമ്പിൾ ഗോയിറ്ററിനെയാണ്. അവർ പറഞ്ഞില്ലേ ഡിക്രീസ്ഡ് അയഡിൻ ഇൻ ഡയറ്റ്. നോക്കൂ, ഡിക്രീസ്ഡ് അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഡിക്രീസ്ഡ് അയഡിൻ ഇൻ ഡയറ്റിൽ അയഡിൻ കുറയുമ്പോൾ അത് കാരണം ഗോയിറ്റർ ഉണ്ടാകും. അതിന്റെ മെക്കാനിസം ഈസ് എൻറ്റയർലി ഡിഫറെന്റ് കേട്ടോ. തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവും, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവും, തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവുകയും ചെയ്യും. ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് സിമ്പിൾ ഗോയിറ്റർ. അതിന് ഇവന്മാര് വെറും ഗോയിറ്റർ എന്ന് പേരിട്ട് കൊടുത്തു. അങ്ങനെ വെറും ഗോയിറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിസീസ് ഇല്ല. ഗോയിറ്റർ ഈസ് ആക്ച്വലി എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. പക്ഷേ എനിവേ നമുക്ക് അതിനെ ഇവന്മാർ ദാറ്റ് ഈസ് ആക്ച്വലി സിമ്പിൾ ഗോയിറ്റർ, പക്ഷേ ഈ മണ്ട ശിരോമണികൾ അതിന് ഗോയിറ്റർ എന്ന് പേരിട്ടു. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാം. ഇനി തൈറോയിഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടാവുന്ന ഗോയിറ്ററിനെ ഇവരെന്ത് പേരിട്ട്? എക്സോഫ്താൽമിക് ഗോയിറ്റർ. അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ശരിക്കും ഇങ്ങനെ ചോദിക്കരുത്. ഹൈപ്പർ തൈറോയിഡിസം ക്യാൻ ലീഡ് ടു ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു ഡോക്ടർക്ക് കാണിച്ചു കൊടുത്താൽ അയാൾ ട്രൂ ആയിട്ട് എടുക്കുള്ളൂ. ബട്ട് ദ തിങ് ഈസ് അവന്മാർക്ക് വിവരമില്ലാത്തതാണ്. അപ്പൊ അവരുടെ NCERT കൊടുത്ത സെന്റൻസ് പ്രകാരം നമുക്കിത് തെറ്റാണ് എന്ന് എടുക്കാം. പക്ഷെ ശരിക്കും അത് ശരിയാണ്. ഇനി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സെക്രീറ്റഡ് മെഡുല്ല, തെറ്റാണ്. പാരാതൈറോയിഡ് അപ്പൊ ഈ ചോദ്യം ഞാൻ ഇങ്ങനെ പഠിത്തൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് കേട്ടോ. 2023 ചോദ്യം കൺഫ്യൂസ്ഡ്. ഇത്ര വിവരമില്ലാത്തവരാ നീറ്റിൽ ചോദ്യം ഉണ്ടെന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയത്. പാരാതൈറോയിഡ് ഹോർമോൺ ഈസ് റെഗുലേറ്റഡ് ബൈ സർക്കുലേറ്റഡ് ലെവൽ ഓഫ് സോഡിയം അയൺസ്, അത് തെറ്റാ. അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ ഇപ്പൊ ഏതാ എടുക്കാൻ പറ്റുക അല്ലെ? അത് ശരിക്കും A and C ഓപ്ഷൻ ഇല്ല. അത് ഇതിലൊരു ഗുണമാണ്. A and C ഓപ്ഷൻ ഇല്ലല്ലോ. ഈ കൺഫ്യൂഷൻ അടിച്ചാൽ പോലും A and C ഉള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ പിന്നെ ഏതാ? A and B എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലെറ്റ്സ് ടേക്ക് B. സോ ഐ ഹോപ്പ് ഇറ്റ് യു ഈ NCERT മാറ്റിയാന്നാ പറഞ്ഞു കേട്ടത്. ഇങ്ങനെ കുറെ പൊട്ടത്തരം ഉള്ളതുകൊണ്ടായിരിക്കും അവർ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ഓപ്ഷൻ. 2023 എത്ര ചോദ്യം ചോദിച്ചു നോക്കൂ. 1 2 3 3 ചോദ്യം. ഞാൻ പറഞ്ഞ 3 ചോദ്യം. വേഗം പറഞ്ഞോ, സിമ്പിൾ ചോദ്യം അല്ലേ? ഇവന്മാരിങ്ങനെ സിമ്പിൾ ചോദ്യം ഇടലേ നടക്കുള്ളൂ ഇപ്പോഴത്തെ ടീമിന്.
അത് മണ്ടത്തരല്ലേ മറ്റേയൊക്കെ ചോദിക്കുന്നത്. CCക്ക് എന്താടാ പാൻക്രിയാസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ANF ഹാർട്ട്, ADH കിഡ്നിയോ, ANF ഹാർട്ട്, ADH കിഡ്നി, GIP ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് അല്ലേ. ഓക്കെ ഗുഡ്. അടുത്ത് നോർമൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ. ഇവർ ഇങ്ങനത്തെ ചോദ്യം ഇടുന്നതല്ല, അപ്പോൾ പിന്നെ അത് പൊട്ടത്തരം വരില്ലല്ലോ. അതായത് നേരിട്ട് ഒരു NCERT ഇങ്ങനെ എടുത്തതല്ലേ, പിക്ക് ചെയ്തതല്ലേ. ഇതിൻ്റെ ഉത്തരം എന്താടാ? നോർമൽ സ്ലീപ്പ് പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ ഗുഡ്. അടുത്ത് ഇതെന്താ പറ്റിയറപ്പേ. ഓക്കെ ശരി, അടുത്ത ചോദ്യം. എറിത്രോപോയറ്റിൻ വിച്ച് സ്റ്റിമുലേറ്റ് RBC ഫോർമേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. വേഗം പറഞ്ഞോ. വെരി ഗുഡ്. ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ഓഫ് കിഡ്നി അല്ലേ. എടാ ആക്ച്വലി ഈ JGAയിൽ പലതരം സെല്ലുണ്ട്, പല ടൈപ്പ് സെല്ല്. മെസാൻജിയൽ സെല്ലുകളുണ്ട്, ജെക്സ്റ്റാഗ്ലോമറുലാർ സെല്ലുകളൊക്കെ ഉണ്ട്. അതിൽ ജെക്സ്റ്റാഗ്ലോമറുലാർ JG സെൽസ് ആണ് റെനിൻ ഉണ്ടാക്കുന്നതും JG സെല്ല് തന്നെയാണ് എറിത്രോപോയറ്റിൻ 2 ഉണ്ടാക്കുന്നതും കേട്ടോ. അടുത്ത ചോദ്യം. സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഗ്ലൂക്കഗോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പോഗ്ലൈസീമിയ. ഇൻസുലിൻ ആക്ട് ഓൺ പാൻക്രിയാറ്റിക് സെൽസ് ആൻഡ് അഡിപ്പോസൈറ്റ്സ്. ഇൻസുലിൻ അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പർഗ്ലൈസീമിയ. Glucocorticoids stimulate gluconeogenesis. സിയോ എന്നങ്ങ് കൊല്ല്. ബിയോ. വാവ്. എടാ ദിസ് ഈസ് കോൾഡ് പാരലൽ ലാക്സിക് എറർ. You are making error on the thing which you know. On a simple question, you are making error. Why it is not B? Look buddies, പാൻക്രിയാറ്റിക് സെല്ലിൽ ഇൻസുലിൻ വന്നിട്ട് എന്താ പറയുക ആക്ട് ചെയ്യുന്നുണ്ട്. Insulin act on adipocytes, I am agreeing with you, but on hepatocytes, not on pancreatic cells. Act on liver cells. ബി എടുക്കരുത്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജൻ. കണ്ടോ എടാ, ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കുക. നിങ്ങൾ തെറ്റിക്കൽ നിങ്ങൾക്ക് അറിയായിട്ടല്ല ബയോളജി തെറ്റിക്കുക. ഇതേമാതിരി ശ്രദ്ധിക്കൂല അല്ലെ. നമ്മൾ ശരിക്കും ബയോളജി ഇങ്ങനെ ഞാൻ എന്താ വെച്ചാൽ എജുപോർട്ട് എനിക്കറിയാം. ഇപ്പോൾ ഈ ലൈവ് കാണുന്നതിൽ മെജോറിറ്റി കുട്ടികൾ നമ്മൾ എജുപോർട്ടിൻ്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് ലൈവ് ഞാൻ കുറേ കാലം എടുക്കണില്ല. നിങ്ങളെ ബാക്കി സബ്ജക്റ്റിൻ്റെ അവസ്ഥ ഒന്നും എനിക്കറിയില്ല. ഇൻ ബയോളജി യു ആർ സൂപ്പർ നൈസ് ഗൈസ്. സീരിയസ്ലി നമ്മൾ റിപ്പീറ്റർസിന് എടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ട്. നിങ്ങൾ എപ്പോഴും ആൻസർ പറയാറുണ്ട്. നിങ്ങളോട് തന്നെ എപ്പോഴും പറഞ്ഞാൽ ഞാൻ ഐ ആം വെരി ഇംപ്രസ്ഡ് ഓഫ് യു പീപ്പിൾ. പക്ഷേ എന്നിട്ടും നിങ്ങൾ തെറ്റിച്ചോക്ക് കുറേ ആൾക്കാർ. ദർ കംസ് ദ ഇഷ്യൂ. ഓക്കെ, അത് തെറ്റിക്കാതെ നോക്കി. അത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും പറ്റും. എനിക്ക് പറ്റിയ എൻ്റെ ഇതേമാതിരി എനിക്ക് തെറ്റിയ ചോദ്യമാണ്. വീക്ക് ലിഗാൻഡ് Cl- ആണ്. മണ്ടനായ ഞാൻ CN എടുത്തു, സയനൈഡ് എടുത്തു. അതങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് Cl ആയിരുന്നു. പക്ഷെ ഞാൻ കുത്തിയത് സയനൈഡ് ആയി പോയി. എൻ്റെ റാങ്ക് എത്ര മാറിയെന്നറിയോ നിങ്ങൾക്ക്? ഓക്കെ, 10ൻ്റെ ഉള്ളിൽ വരേണ്ട ഞാൻ 38ലേക്ക് എത്തി. ഇതേമാതിരി 2 തെറ്റിച്ചോടെ. ഒന്ന് ഞാൻ തെറ്റിച്ചത് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നിങ്ങൾക്കറിയാം ഞാൻ തെറ്റിച്ച 2 ചോദ്യം എൻ്റെ എൻട്രൻസിൽ. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, സിമ്പിൾ 1 മാർക്ക് ചോദ്യം. പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്ത് ഫുള്ള് ശരിയാക്കിയിട്ടുണ്ട്. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ തെറ്റിച്ചു. അതേപോലെ ഏതാണ് വീക്ക് ലൈഗാൻഡ് സ്ട്രോങ് ലൈഗാൻഡ് തെറ്റിച്ചു. ഓക്കെ, സോ ലൈക്ക് ദിസ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ, എനിവേ അടുത്ത ഉത്തരം പറ, വേഗം ഉത്തരം പറ. ഞാൻ നിങ്ങളൊക്കെ തെറ്റിക്കോ, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വേഗം പറ. ഏതാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. തൈറോയിഡ് ഗ്ലാൻഡ് ഏതാടാ? ഗ്രേവ്സ് ഡിസീസ്, എക്സോഫ്താൽമിക് ഗോയിറ്റർ. അഡ്രിനൽ ഗ്ലാൻഡ് ഏതാടാ? അഡിസൺസ് ഡിസീസ്. പാൻക്രിയാറ്റ് ഏതാടാ? ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ ഗുഡ്. അടുത്തത് ഹോർമോൺ സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ഫ്രം ന്യൂറോ ഹൈപ്പോഫൈസിസ് ആർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ഫ്രം ന്യൂറോ ഹൈപ്പോഫൈസിസ് ആർ. വെരി ഗുഡ്. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. സോ ഹൗ വാസ് ദ ഡിസ്കഷൻ? വാസ് ഇറ്റ് ഹെൽപ്ഫുൾ? അപ്പൊ നമുക്ക് എന്നാ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്താലോ? 10 മിനിറ്റ് ബ്രേക്ക് എടുത്താലോ? 10 മിനിറ്റ് ബ്രേക്കിൽ എന്താ ചെയ്യേണ്ടത് അറിയാം? ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു മുന്നിലേക്ക് കൊണ്ടു നോക്കുക, അങ്ങോട്ട് ഇരിക്കുക. നമുക്ക് അടുത്ത കുഞ്ഞു ചാപ്റ്റർ ആടാ, വേഗം തീരും ട്ടാ. അപ്പം എന്നാ വേഗം. ഇപ്പോൾ സമയം എത്രയായി? 9:08. നമുക്ക് 9:18, 9:20 വരെ 12 മിനിറ്റ് എടുക്കുക. അതല്ലേ നല്ലത്? സോ ഓക്കെ, നിങ്ങളെ കാണുമ്പോൾ തന്നെ സമാധാനമാണ്. കൃതാർത്ഥനായിരിക്കുന്നു ഗൈസ്. ഓക്കെ ശരി, പോയി വാ.
ശരി. പൊലിവായി പൊലിവ്.
ഇവരൊക്കെ ഇവിടെ ഉണ്ടാ 9:13.
ശരത്തേ ലുക്മാൻ ലുക്മാൻ പിള്ളേർ വന്നിണ്ടാവൂല്ലോ. ലുക്മാൻ പിള്ളേർക്ക് അക്ഷരം ഉണ്ടാക്കണ്ടാവും, കാണാനില്ല പറഞ്ഞിട്ട്. ഹലോ 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 മക്കളെ, ലുക്മാൻ റെഡിയാണ് മക്കളെ. ലുക്മാനും ഞാനും റെഡിയാണ്. ലുക്മാന് സെറ്റ് അല്ലേ? ഞാൻ സെറ്റാ. നീ സെറ്റാണോ? എന്ത് സെറ്റാണ് ഉദ്ദേശിച്ചത്? വെറുതെ സെറ്റാണെന്നാണ് പറയുന്നേ. എന്ത്? എന്തായാലും സെറ്റാണ്. ലുക്മാൻ സീനാണ് ഗൈസ്. ഓക്കെ, ഞാൻ കഴിച്ചിട്ടൊന്നുമില്ലടാ. കഴിക്കാനൊന്നുള്ള സമയമില്ലല്ലോ. എജുപോർട്ടിന്റെ ഓഫീസിലല്ലേ. ഞാൻ ഉച്ചക്ക് എല്ലാം കഴിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉച്ചക്ക് ഫുഡ് കഴിച്ചു. പിന്നെ എനിക്ക് സങ്കടം വന്നപ്പോൾ വൈകിട്ട് പോയിട്ട് ഞാനൊരു എന്താ പറയാ, ഒരു കേക്ക് തിന്നു, ചോക്കോ ട്രഫിൾ. പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. ചോക്ലേറ്റ് ഒന്നാമത് ഇഷ്ടമല്ല, വിഷമം കൊണ്ട് തിന്നാ. നിങ്ങൾ കണ്ടോളൂ, നീ രണ്ട് തുറന്നിട്ടോ. പിന്നെ ഇപ്പൊ തിന്നില്ലേലും കുഴപ്പമില്ല. റെഡി അല്ലേ? നേരത്തെ അതേ പ്രശ്നം. ഇമ്പോർട്ട് നിനക്ക് പ്രാന്താടാ. അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട് ചക്ക. ആയില്ല? P22 ആണത്. ഞാൻ തൊടാ, എന്നാലേ ആവുള്ളൂ. നീ ഇത് PPT ആയിട്ട് അയക്കരുത്. PDF ആക്കി അയച്ചിട്ടുണ്ട്. PDF ആക്കി അയച്ചു. ഞാൻ തൊട്ടാ വരും. കിട്ടിപ്പോയി മക്കളെ. ബിലാൽ സാർ തൊടുന്നതോടുകൂടി സാധനം റെഡി ആവുന്നു. പോടാ, പോ, ഗോ ഗോ ഗോ. ഞാൻ തൊട്ടു. ഇതൊക്കെ ഈ ലുക്മാൻ, നീ എന്നെ വിളിക്ക്. സാധനം റെഡി ആവുന്നില്ലെങ്കിൽ ഞാൻ വന്ന് തൊടും. ഓക്കെ, വാട്ട് ലുക്മാൻ. ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? ഡയറ്റ് ഒന്നും പറയണ്ട എന്റെ മക്കളെ. ഞാൻ തടിച്ച് കൊഴുത്തിട്ടേ ഇപ്പൊ 83 കിലോ ആണ്. ഞാൻ മാക്സിമം 73 പാടുള്ളൂ എന്റെ ഹൈറ്റ് വെച്ചിട്ട്. ഡ്രസ്സ് ഒന്നും കൊള്ളുന്നില്ലടാ. എത്ര ഡ്രസ്സാ വീട്ടിൽ കൊണ്ട് വെച്ചില്ല അറിയോ കൊള്ളായിട്ട്, പാൻസ് പോലും. ഓക്കെ, അതുകൊണ്ട് ഡയറ്റും തുടങ്ങിയില്ലെങ്കിൽ റെഡി ആവില്ല. നോക്ക്, ശ്രദ്ധിക്ക്. പക്ഷെ എന്റെ ഡയറ്റ് കണക്കാൻ, ഞാൻ ഡയറ്റ് കുറച്ച് ദിവസം എനിക്ക് സങ്കടം വന്ന ഫുഡ് ആയിരിക്കും. സാർ, ഞങ്ങൾ ഡൗട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താ ഡൗട്ട്സ് ഇവിടെ ചോദിച്ചു, ഞാൻ പറയുന്നുള്ള ഇൻ ബിറ്റ്വീൻ. നോക്ക്, അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. വേഗം തീരും, കുഞ്ഞു ചാപ്റ്റർ ആണ്, പേടിക്കണ്ട. 9:27 10 ഉള്ളിൽ ചാപ്റ്റർ തീരും. ഡിസ്കഷൻ കേട്ടോ. 18 ചോദ്യങ്ങളുണ്ട് നമുക്ക്, 16-17 ചോദ്യങ്ങൾ. As you know, the functions of organ or organ systems in our body must be coordinated to maintain homeostasis. We already know. Now, what is coordination, makale? Coordination is the process through which two or more organs
സൗണ്ട് കുറവാണ്. ഓക്കെ. 2 or more organs interact and complement functions of one another. അല്ലേ, നമ്മൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടോ അതിലധികമോ അവയവം. സൗണ്ട് കുറവാന്ന് പറയുന്നില്ല കുട്ടികള്, അത് ചിലപ്പോ ഇവിടെ വെച്ചിട്ടാവും, ചിലപ്പോ ഇവിടെ വെച്ചിട്ടാവും. ഇതല്ലേ, ഇതാണോ? അതൊക്കെ പറയണ്ടേ ലുക്മാൻ? എടാ സൗണ്ട് ലോ, ഈ ലുക്മാൻ ഇത് പറയുന്നില്ല. ലുക്മാൻ മൈക്ക് ഇവിടെ വെച്ചിട്ട്, ലുക്മാൻ പ്രശ്ന, ലുക്മാൻ ഈ സീൻ ഗൈസ്. ഓക്കെ, സെറ്റ് അല്ലേ, നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നോക്ക്, വാട്ട് ഈസ് കോർഡിനേഷൻ? കോർഡിനേഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് 2 or more organs ഇന്ററാക്ട് ആൻഡ് കോംപ്ലിമെന്റ് ദ ഫംഗ്ഷൻസ് ഓഫ് വൺ അനദർ. അല്ലേ, രണ്ടോ അതിലധികമോ അവയവങ്ങൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫംഗ്ഷൻസ് നിർവഹിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസിക്കലി കോർഡിനേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ വി ഡു ഫിസിക്കൽ എക്സസൈസ്, നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ദർ ഈസ് എൻ ഇൻക്രീസ്ഡ് എനർജി, ദ എനർജി ഡിമാൻഡ് ഈസ് ഇൻക്രീസ്ഡ്. അല്ലേ, അപ്പോൾ കൂടുതൽ എനർജി വേണം. അതിന് വേണ്ടിയിട്ട് എന്താ കുട്ടികളെ, ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ഈസ് ഇൻക്രീസ്ഡ്. അതിന് വേണ്ടിയിട്ട് ദ ഇൻക്രീസ്ഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ നെസസിറ്റേറ്റ്സ് ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ, അതുപോലെ ഹാർട്ട് റേറ്റ് ആൻഡ് ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ വയ ബ്ലഡ് വെസൽസ്. അല്ലേ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് എനർജി വേണ്ടി വരുമ്പോൾ അവിടെ കൂടുതൽ ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ എത്തണം. അതിന് വേണ്ടിയിട്ട് വെൻ ഫിസിക്കൽ എക്സസൈസ് ഈസ് സ്റ്റോപ്ഡ്, ദ ആക്ടിവിറ്റീസ് ഓഫ് നെർവ്സ്, ലങ്സ്, ഹാർട്ട്, കിഡ്നി എല്ലാം ഗ്രാജുവലി റിട്ടേൺ ടു ദെയർ നോർമൽ കണ്ടീഷൻസ്. Thus, the functions of muscle, lungs, heart, blood vessels, kidney and all other organs are coordinated while performing physical exercises. In our body, the neural system and endocrine system jointly coordinate and integrate all activities of organ so that they function in a synchronized fashion. Okay, പിന്നെ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞാണ്, the neural system provides a network of point-to-point connections for a quick coordination. The endocrine system provides chemical integration through hormones. In this chapter we are going to study about the neural system. അല്ലേ, ശ്രദ്ധിക്കും മക്കളെ. നമ്മൾ ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലുക്ക്, the neural system of all animals is composed of highly specialized cells called neuron, which can, ന്യൂറോണുകളുടെ പ്രത്യേകത എന്താ കുട്ടികളെ, which can detect signals, which can receive signals, which can transmit signals. അല്ലേ, സിഗ്നൽസിനെ ഉണ്ടാക്കാൻ പറ്റും, സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, സിഗ്നൽസിനെ റിസീവ് ചെയ്യാൻ പറ്റും, സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നോക്കൂ, സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഉള്ള സിഗ്നൽസിനെ തിരിച്ചറിയാനും ആ സിഗ്നൽസിനെ റിസീവ് ചെയ്യാനും, ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് റിസീവ് ചെയ്യാൻ പറ്റും, ആ കിട്ടിയ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, നൗ ലുക്ക്, ഹൈഡ്രയെ പോലത്തെ ജീവികൾ എടുത്തു കഴിഞ്ഞാൽ, ഹൈഡ്ര ദ ന്യൂറൽ സിസ്റ്റം കമ്പോസ്ഡ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺ. ലൈക്ക് ഹൈഡ്രയിൽ ന്യൂറോൺ നെറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, നെർവ് നെറ്റാണ് കാണാൻ പറ്റുക. എന്ത് ഈ നെർവ് നെറ്റ് എന്ന് പറഞ്ഞാൽ, നെർവ് മെഷ് എന്നൊക്കെ പറയും. ഹൈഡ്രയിൽ ഇങ്ങനെയാണ്, ഒരു ന്യൂറോൺ സെൽ ബോഡി, ഇതാ അവിടുന്ന് ആക്സോൺ, അടുത്ത ന്യൂറോൺ, ഇങ്ങനെ സെൽ ബോഡികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂറോണുകളുടെ സെൽ ബോഡിയും ആക്സോൺ ബോഡിയും ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ കിടക്കുന്ന സ്ട്രക്ചറാണ് ഹൈഡ്രയുടെ ബോഡിയിൽ കാണാൻ പറ്റുക. ദ ന്യൂറൽ സിസ്റ്റം ഈസ് ബെറ്റർ ഓർഗനൈസ്ഡ് ഇൻ ഇൻസെക്ട്. ഇൻസെക്റ്റുകൾ ന്യൂറൽ സിസ്റ്റം കുറച്ചുകൂടെ നന്നായി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. വേറെ ബ്രെയിൻ ഈസ് പ്രസന്റ് അലോങ് വിത്ത് എ നമ്പർ ഓഫ് ഗാംഗ്ലിയ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. നമുക്ക് നമ്മൾ എർത്ത് കേസിൽ പഠിച്ചില്ലേ, എർത്ത് കേസിൽ നമ്മൾ ആനിമൽ കിങ്ഡം പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ദേ ഹാവ് പെയേർഡ് ഗാംഗ്ലിയ കണക്റ്റഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ കണക്റ്റീവ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ നെർവ്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വെൻട്രൽ നെർവ്സ് എന്ന്, ഡബിൾ വെൻട്രൽ നെർവ് കോഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, ഗാംഗ്ലിയകളും കുറേ നെർവ് കോഡുകൾ അല്ലെങ്കിൽ കുറേ ആക്സോണുകളുടെ കൂട്ടവും അടങ്ങിയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അതിൽ ഇവരുടെ ഇൻസെക്റ്റുകളുടെ കേസിലും ഏകദേശം എർത്ത് അതേപോലത്തെ നെർവസ് സിസ്റ്റമാണ്. പക്ഷെ ഇവരുടെ ഒരു ഗാംഗ്ലിയ ഭയങ്കര വലിപ്പം ഉണ്ടാവും. ആ ഗാംഗ്ലിയയിൽ നിന്നായിരിക്കും ഇവരുടെ ആൻറ്റിനെ, ഇൻസെക്റ്റുകളെ നോക്കിയാൽ നിങ്ങൾക്ക് മുന്നിൽ 2 ആൻറ്റിനെ കാണാൻ പറ്റും അല്ലേ. നമ്മൾ കോക്രോച്ചിനൊക്കെ നോക്കുമ്പോഴേ ഇങ്ങനെ 2 ആൻറ്റിനെ കാണില്ല, തല ഇവിടെ ഉണ്ടാവും, അവിടെ നിന്ന് 2 ആൻറ്റിനെ കാണൂലേ. ഈ ആൻറ്റിനയിലേക്കും അവരുടെ കണ്ണിലേക്കൊക്കെ സിഗ്നൽ കൊടുക്കുന്ന ഒരു ഗാംഗ്ലിയോൺ ഉണ്ടാവും, ഒരു ഗാംഗ്ലിയ ഉണ്ടാവും. അയാളെയാണ് ഈ ബ്രെയിൻ ആയിട്ട് കണക്കാക്കുന്നത് ഇൻസെക്റ്റുകളുടെ. So where a brain is present along with a number of ganglia and neural tissue. Now we vertebrates, നമ്മൾ വെർട്ടിബ്രേറ്റുകൾക്ക് we have a more developed neural system. ഓക്കെ, നമ്മൾ മനുഷ്യരുടെ നമ്മുടെ ന്യൂറൽ സിസ്റ്റം നോക്കാം. സോ നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ്, വി നോ ദാറ്റ് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം. ഏതൊക്കെ കുട്ടികളെ, വി ഹാവ് വാട്ട്, വി ഹാവ് സെൻട്രൽ നെർവസ് സിസ്റ്റം, പിന്നെന്താ ഉള്ളത് മക്കളെ പറ, വെരി ഗുഡ്, പെരിഫറൽ നെർവസ് സിസ്റ്റം. നോക്കൂ, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലേ. പെരിഫറൽ എന്ന് പറഞ്ഞാൽ ഓൾ നെർവ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്.
യെസ്, അതുകൊണ്ടല്ലേ തല വെട്ടിയാൽ, കാരണം അതെ, കോക്രോച്ച് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ, കോക്രോച്ചിന് തല വെട്ടിയാലും ജീവിക്കാൻ പറ്റുന്നത്. കാരണം കോക്രോച്ചിന്റെ തലയിൽ നമ്മളെ പോലെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു എക്സാക്ട് ബ്രെയിൻ ഒന്നുമില്ല. അവർക്ക് ബോഡിയിൽ കുറേ ഗാംഗ്ലിയ ഉണ്ട്, ആ കൂട്ടത്തിലുള്ള ഒരു ഗാംഗ്ലിയ തലയുടെ ഭാഗത്തുണ്ട്. ഓക്കെ, അതിനെയാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ വെട്ടിക്കളഞ്ഞാലും നമ്മളെ തല വെട്ടി നമ്മൾ മരിക്കാറ്, കാരണം നമ്മുടെ ബ്രെയിൻ മെയിൻ റെഗുലേറ്ററി സെന്റർ തലയിലല്ലേ. കൈ വെട്ടി നമ്മൾ മരിക്കാറുണ്ടോ? ഇല്ല. കാല് വെട്ടിയാൽ മരിക്കാറുണ്ടോ? ഇല്ല. രണ്ട് കാലും ഒന്നിച്ച് മുറിച്ച് കളഞ്ഞാലും മരിക്കൂല. അരക്കെന്ന് കീഴ്പ്പെട്ട് മൊത്തം മുറിച്ച്, നമ്മൾ ടോർസോ പീപ്പിൾ എന്ന് പറയും. അരക്കെന്ന കീഴ്പ്പെട്ട് മൊത്തം മുറിഞ്ഞു പോയ മനുഷ്യന്മാരുണ്ടാവും, ആക്സിഡന്റ് ഒക്കെ പറ്റി. ദൈവം നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അല്ലേ, പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ, അങ്ങനെ വരാതിരിക്കട്ടെ ജീവിതത്തിൽ. ബട്ട് സ്റ്റിൽ ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ടോർസോ പീപ്പിൾ എന്ന് അടിച്ചു കൊടുത്ത് അങ്ങനെ കാണാൻ പറ്റും, എന്താ പറയുക, ഇൻ ഗൂഗിൾ. ബട്ട് തല വെട്ടിയാൽ മരിച്ചു പോകുന്നു. ദ റീസൺ ഈസ് വെരി സിമ്പിൾ, ബിക്കോസ് നമ്മുടെ എല്ലാ റെഗുലേഷനും അവിടെയാണ്. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്, കം ഹിയർ. അപ്പോൾ പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ ഓൾ ന്യൂറോൺസ് ഓർ ഓൾ നെർവ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലേ, ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കണക്റ്റ് ആയിട്ടുള്ള എല്ലാ നെർവുകളെയും ഒന്നിച്ചാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ട് തരത്തിലുള്ള നെർവുകളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നമ്മുടെ വോളണ്ടറി ഓർഗനുകളിലേക്ക് കണക്റ്റ് ആയിട്ടുള്ള നെർവുകൾ, അവരെ നമ്മൾ മൊത്തത്തിൽ എന്ത് വിളിക്കും? സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കും അല്ലേ, സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കും. ഇനി നമ്മുടെ ഇൻവോളണ്ടറി ഓർഗനുകളിലേക്ക് കണക്റ്റ് ആയിരിക്കുന്ന എല്ലാ നെർവുകളെയും ഒന്നിച്ചാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നൗ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ രണ്ട് തരം നെർവുകളുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നെർവുകൾ ആക്റ്റീവ് ആയാൽ നമ്മുടെ ഹാർട്ട് റേറ്റും റെസ്പിറേറ്ററി റേറ്റും ഒക്കെ കൂടും. ദാറ്റ് ഈസ് നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ ആക്റ്റീവ് ആവുന്ന നെർവുകൾ. അവരെ നമ്മൾ മൊത്തത്തിൽ വിളിച്ച പേരാണ് എന്ത്? സിമ്പതറ്റിക് സിസ്റ്റം. ആണോ മക്കളെ? സിമ്പതറ്റിക് സിസ്റ്റം എന്നാണ് വിളിച്ചത്. മറ്റേ ടീമിന് എന്താ വിളിക്കുന്നത് നമ്മൾ? പാരാസിമ്പതറ്റിക് സിസ്റ്റം. ശരിയാണോ? പാരാസിമ്പതറ്റിക് സിസ്റ്റം, പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ്, ദാറ്റ് ഈസ് പാരാസിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്. യു സിംപ്ലി റിമെമ്പർ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് അല്ലേ, റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് ഓർത്താൽ മതി കേട്ടോ. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെ കുറിച്ച് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് ഓർക്കുക. എന്താ? ലുക്ക്, റെസ്റ്റ് എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അവർ ഹാർട്ട് റേറ്റ് ഡിക്രീസസ്, അവർ റെസ്പിറേറ്ററി റേറ്റ് ഡിക്രീസസ് അല്ലേ. ഇങ്ങനെയൊക്കെ അല്ലേ. ദാറ്റ് ഈസ് വെരി സ്ലോ റേറ്റ് ഓഫ് റെസ്പിറേഷൻ അല്ലേ. ഞാൻ ഈ അടുത്ത് നമ്മളൊരു HOD റൂം പോയപ്പോഴേ, മിഞ്ഞാന്ന് മൂപ്പര് വലിയ ഡോക്ടറാ, പക്ഷേ റൂം കിടന്ന് പേര് ഉറക്ക. So his respiratory rate was very low, but his sound was so louder in that room. Okay, so he was sleeping. പിന്നെ മൂപ്പര് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു മൂപ്പർക്ക് വിഷമായാലും ദേഷ്യമായാലും എഴുതി, ഞങ്ങൾ വിഷമല്ല ദേഷ്യമായാലും എഴുതിയിട്ട് ഞങ്ങൾ പോകുന്നു. ഓക്കെ, എനിവേ ലുക്ക്, സോ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് അല്ലേ. അപ്പോൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഹാർട്ട് റേറ്റ് ഡിക്രീസസ്, റെസ്പിറേറ്ററി റേറ്റ് ഡിക്രീസസ്, എവറിഥിങ് ഡിക്രീസസ്. ബട്ട് ലുക്ക്, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് നെർവ്സ് ഇൻ യുവർ ബോഡി ദാറ്റ് ഇൻക്രീസ് ഡൈജഷൻ? ഏത് നെർവുകളാണ് ഡൈജഷൻ കൂട്ടുക? ദാറ്റ് ഈസ് യുവർ പാരാസിമ്പതറ്റിക് നെർവ്സ്. അതാണ് ഡൈജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഓക്കെ, വിച്ച് നെർവസ് സിസ്റ്റം റെഗുലേറ്റ് യുവർ ഡൈജഷൻ? വിച്ച് ഇൻക്രീസ് യുവർ ഡൈജഷൻ? പാരാസിമ്പതറ്റിക് നെർവ്സ് ഇൻക്രീസ് ദ ഡൈജഷൻ. ലുക്ക്, അനദർ ക്വസ്റ്റ്യൻ. ലുക്ക്, ഇജാക്കുലേഷൻ ബൈ വിച്ച് നെർവ്സ്? പാരാസിമ്പതറ്റിക് നെർവ്സ്, ബിക്കോസ് ഇറ്റ് ഈസ് സുഖമായിട്ടിരിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണല്ലോ അല്ലെ, റെസ്റ്റ് എടുക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. സോ ഇജാക്കുലേഷൻ ഈസ് ബൈ പാരാസിമ്പതറ്റിക് നെർവ്സ്. ഓക്കെ, യൂറിനേഷൻ പാരാസിമ്പതറ്റിക് നെർവ്സ്. Okay, that's it. Anyway, leave it. Now, sympathetic nerves, that is triple F. Fright, fight, flight. Settle makale, fright, fight, flight. Okay, that's it. അപ്പോൾ അതിൻ്റെ നെർവുകളാണ് ആര്? സിമ്പതറ്റിക് നെർവ്സ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും. Now look, if you take somatic nervous system, നിങ്ങൾ PNSലെ സൊമാറ്റിക് എടുത്തോ ANS എടുത്തോ, രണ്ട് നെർവസ് സിസ്റ്റം എടുത്താലും അതിൽ യു ക്യാൻ സി അഫറൻറ്റ് ന്യൂറോൺസും കാണാം, ഇഫറൻറ്റ് ന്യൂറോൺസും കാണാം. എന്താ? അപ്പോൾ നമുക്ക് സൊമാറ്റിക്, ഇപ്പോൾ എൻ്റെ കൈ ഒരു സൊമാറ്റിക് ഓർഗനാണ് എൻ്റെ കൈ അല്ലേ, നമുക്ക് അത്യാവശ്യം വോളണ്ടറി ആക്ടിവിറ്റീസ് നൽകുന്ന. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൽ നിന്ന് ടച്ച് സിഗ്നൽസിനെ എൻ്റെ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോണുകൾ, ദേ ആർ അഫറൻറ്റ് ന്യൂറോൺസ് ഓഫ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലെ സെൻസറി ന്യൂറോണുകളാണ് അല്ലെങ്കിൽ അഫറൻറ്റ് ന്യൂറോൺ. നോക്കൂ, അഫറൻറ്റ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ലുക്ക്, ന്യൂറോൺസ് ഓഫ് ANS ആൻഡ് ന്യൂറോൺസ് ഓഫ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ANSലെ ന്യൂറോണുകളായാലും സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോണുകളായാലും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് സെൻസറി സിഗ്നലുകളെ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോൺ, ടച്ച് ചെയ്തുള്ള സിഗ്നലിനെ കൊണ്ടുപോകുന്ന അഫറൻറ്റ്. ദേ ആർ ക്യാരിങ് സിഗ്നൽസ് ടു യുവർ ബ്രെയിൻ. ദേ ആർ അതർവൈസ് കോൾഡ് സെൻസറി ന്യൂറോൺസ്. സെറ്റ് അല്ലേ? ഓക്കെ, രണ്ടാമത്തെ, ബ്രെയിനിൽ നിന്ന് തിരിച്ച് സിഗ്നലിനെ കൊണ്ടുവരിക ടു യുവർ കൈ, ടു യുവർ കാല്. ദീസ് ആർ കോൾഡ് ഇഫറൻറ്റ് ന്യൂറോൺസ് ഓർ ഇഫറൻറ്റ് ഫൈബേഴ്സ്, or they are called motor neurons. Why they are motor fibers? Because they are carrying signals for movement
ഫോർ മസിൽ കൺട്രാക്ഷൻ, ഫോർ സം മോട്ടോർ ആക്ടിവിറ്റി. സോ ദീസ് ആർ കോൾഡ് മോട്ടോർ ന്യൂറോൺസ്. സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അത് പഠിച്ചിട്ടോ, അത് ഞാൻ വായിക്കാനൊന്നും നിൽക്കുന്നില്ലേ. എന്നാൽ ലുക്ക്, അടുത്താണ് കുട്ടികളെ വിസറൽ നെർവസ് സിസ്റ്റം. ഇതെന്നാ സംഭവം? വിസറൽ നെർവസ് സിസ്റ്റം ശ്രദ്ധിക്കുക. നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോണുകൾ, ഇപ്പോൾ ഓട്ടോണോമിക് എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ഓർഗാനുകളിലേക്കുള്ള എല്ലാ ന്യൂറോണുകളെയും ഓട്ടോണോമിക് ന്യൂറോൺസ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഓട്ടോണോമിക് നെർവുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയെ പ്യൂപ്പിൽ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? പ്യൂപ്പിൽ. അങ്ങോട്ട് സിഗ്നലിനെ കൊണ്ടുവരുന്ന ന്യൂറോണുകൾ ആരാ? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോണുകളാണ്. നമ്മുടെ ഇഷ്ടത്തിനല്ല, കണ്ണിന്റെ പ്യൂപ്പിൽ ഇടയ്ക്ക് വലുതാകും, ഇടയ്ക്ക് ചെറുതാകും. അങ്ങോട്ട് സിഗ്നലിനെ കൊണ്ടുവരുന്ന ന്യൂറോണുകൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോണുകളാണ്. പക്ഷെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ ആ ന്യൂറോണുകൾ നിങ്ങളുടെ കണ്ണിലേക്ക് ആ സിഗ്നലിനെ കൊണ്ടുവരുന്നത് അല്ലേ. പക്ഷേ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ ചില ന്യൂറോണുകൾ വിച്ച് ആർ കണക്റ്റഡ് ടു യുവർ വിസറ. വാട്ട് ഈസ് വിസറ? വിസറ എന്ന് പറഞ്ഞാൽ ആന്തരിക ഭാഗം. നമ്മുടെ ആന്തരിക ഭാഗത്തിലേക്ക് കണക്റ്റ് ആയി കിടക്കുന്ന, നമ്മുടെ വിസറ മുഴുവൻ ഇൻവോളണ്ടറി ആണല്ലേ. നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ സ്റ്റൊമക്ക് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല ഹാർട്ട് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല ഇൻഡസ്റ്റൈൻ പ്രവർത്തിക്കുന്നത്. സോ ദാറ്റ് ഈസ് യുവർ വിസറൽ ഓർഗൻസ്. നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ യൂട്രസ് പ്രവർത്തിക്കുന്നത്. സോ ലൈക്ക് നമ്മുടെ യൂറിനറി ബ്ലാഡർ പ്രവർത്തിക്കുന്നത്. സോ ഇവരൊക്കെയാണ് വിസറൽ ഓർഗാൻസ്. ഈ വിസറൽ ഓർഗാനുകളിലേക്ക് കണക്റ്റ് ആയി കിടക്കുന്ന മുഴുവൻ ന്യൂറോണുകൾ, അവിടെ പലതരം ഗാംഗ്ലിയകൾ കാണാൻ പറ്റും, ന്യൂറോണിന്റെ സെൽ ബോഡികളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ന്യൂറോണുകളും നെർവുകളൊക്കെ, ഒരു നെർവ്, ആ നെർവ് അടുത്ത നെർവിനോട് ബ്രാഞ്ചിങ് ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. കണ്ടോ, ഒരു നെർവ്, ഈ നെർവിൽ നിന്നുള്ള ഇതൊരു നെർവ്, അവിടെ നിന്നുള്ള ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് കൂടി ചേർന്നിട്ട് ഈ നെർവിന്റെ കൂടെ പോകുന്നു. ഇതൊരു നെർവാണേ. ഞാൻ ഈ നീല കളറിൽ കാണിച്ച ഒരു നെർവ്, മറ്റേ ചോപ്പ് വേറൊരു നെർവ്, ആ ചോപ്പ് നെർവിന്റെ ഒരു ബ്രാഞ്ച് മറ്റൊരു നെർവിന്റെ കൂടെ പോകുന്നു. ഇങ്ങനെ നെർവുകൾ ബ്രാഞ്ചിങ് ഒക്കെ ആയി കിടക്കുന്നത് കാണാൻ പറ്റും ബോഡിക്കകത്ത്. ഒരു നെർവ് മറ്റൊരു നെർവിലേക്ക് ബ്രാഞ്ച് ആയി ചേർന്ന് രണ്ടും കൂടി പോകുന്നു. ഇപ്പോൾ റോഡൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വരുന്നു, പിന്നെ റോഡ് ഇങ്ങനെ പോകുന്നു, മറ്റൊരു റോഡുമായി കൂടി ചേർന്നു, റെയിൽവേ ട്രാക്ക് ഒക്കെ അതേമാതിരി. ദാറ്റ് ഈസ് കോൾഡ് പ്ലക്സസ്. അതിനാണ് നെർവ് പ്ലക്സസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആന്തരിക ഭാഗത്ത് കാണുന്ന ഇവന്മാരെ മൊത്തത്തിൽ നമ്മൾ വേറൊരു ഗ്രൂപ്പായിട്ട് വെറുതെ ഒരു പേരങ്ങോട്ട് വിളിക്കുന്നു എന്നുള്ളൂ. ദാറ്റ് ഈസ് വിസറൽ നെർവസ് സിസ്റ്റം. സെറ്റ് അല്ലേ? സോ ദ പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം ദറ്റ് കംപ്രൈസസ് ഹോൾ കോംപ്ലക്സ് നെർവ്. ശ്രദ്ധിച്ചോട്ടെ, എല്ലാ നെർവുകളും ഫൈബറുകൾ. ഫൈബർ എന്ന് പറഞ്ഞാൽ നെർവ് തന്നെ. ഇവന്മാർക്ക് നെർവ് എന്ന് എഴുതി വെച്ചാൽ പോലെ. എന്തിനാ ഫൈബർ എന്ന് എഴുതി നമ്മളെ പിള്ളേരെ പേടിപ്പിക്കുന്നത് അല്ലെ? നെർവ് അതന്നെ. ഗാംഗ്ലിയ, പലതരം സെൽ ബോഡികളുടെ ഗ്രൂപ്പ് അവിടെ കാണാം. പ്ലക്സസ്, ഇത്തരം ബ്രാഞ്ചുകൾ കാണാം. by which impulses travel from central nervous system to viscera and from viscera to central nervous system. അതിനാണ് എന്ത് വിളിക്കുന്നത് കുട്ടികളെ? വിസറൽ നെർവസ് സിസ്റ്റം. സെറ്റ് അല്ലേ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Now let's talk about neuron. ഓക്കെ, ഇപ്പോൾ ന്യൂറോൺ എന്തൊക്കെ ഉണ്ടാവും കുട്ടികളെ? സെൽ ബോഡി അല്ലെ. സെൽ ബോഡിന്റെ മറ്റൊരു പേരാണ് സോമ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം HODയുടെ പേര് സോമൻ എന്നാണ്. ദിസ് ഈസ് സോമ. സോമൻ സാറിന് ഇന്നലെ അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിലാണെന്നാണ് കേട്ടത്. ഓക്കെ, ഇന്നലെ ക്രിട്ടിക്കൽ വിഭാഗത്തിലായിരുന്നു, രക്ഷപ്പെട്ടു തോന്നുന്നു. നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ മൂപ്പരെ ഓർത്തതാണ്. ഓക്കെ, ന്യൂറോൺ. സോ ലുക്ക്, ന്യൂറോണ് സെൽ ബോഡി ഉണ്ടാവും, അതർവൈസ് സോമനല്ല സോമ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഡെൻഡ്രൈറ്റ് ഉണ്ടാവും. നമുക്കറിയാം ഡെൻഡ്രൈറ്റ്, ആക്സോൺ ഒക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ നമ്മൾ സെൽ ബോഡിയിൽ കാണുന്ന പ്രധാനപ്പെട്ട ആളാരാ കുട്ടികളെ? നിസിൽസ് ഗ്രാന്യൂൾസ്. ആക്ച്വലി നിസിൽസ് ഗ്രാന്യൂൾ എന്താ അറിയും നിങ്ങൾക്ക്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇല്ലേ, ദാറ്റ് ഈസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്ത് റൈബോസോംസ്. അതാണ് ഈ റൈബോസോം ഉള്ള റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അങ്ങനെ കുറേ പീസായിട്ടാണ് കിടക്കുക ന്യൂറോണിൽ. ഓക്കെ, അതും ചിരിച്ചിട്ട് പറയാല്ല, ചിരിച്ച് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാ, മൂപ്പര് ഓർത്തപ്പോൾ പറഞ്ഞതാണ്. മൂപ്പർക്ക് വേറെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. എന്തെങ്കിലും സ്റ്റാറ്റസിൽ കാണേണ്ടതാണ്, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പാവം, രക്ഷപ്പെടട്ടെ. പാവം മനുഷ്യനായിരുന്നു. ഇപ്പോൾ കുറച്ച് ടെററാണെന്ന് ഞാൻ കേട്ടത്. ഞാൻ അവിടെ ഉള്ളപ്പോൾ പാവമായിരുന്നു. എൻ്റെ യൂണിറ്റിൽ, ഞാൻ മൂപ്പരെ യൂണിറ്റിലായിരുന്നു ഹൗസ് സർജൻ ആയപ്പോൾ. ഓക്കെ, എനിവേ, സോ ലുക്ക്, അപ്പോൾ നിസൽസ് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്ത് റൈബോസോംസ്. ഓക്കെ, ആ ഒരു സാധനമാണ് ശരിക്കും നിസൽസ് ഗ്രാന്യൂൾ. നമുക്ക് എവിടെ കാണാൻ പറ്റൂടാ? നമുക്ക് നമുക്ക് ഈ പിക്ചർ വെച്ച് പറയാം, വെറുതെ ഞാൻ അത് വായിച്ച് സമയം കളഞ്ഞ് നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ സെൽ ബോഡി ഓർ സോമനല്ല സോമ. അവിടെ യു ക്യാൻ സി ഡെൻഡ്രൈറ്റ്സ്. ശരിക്കും ഈ ഭാഗത്തെ ഡെൻഡ്രോൺ എന്ന് വിളിക്കാം കേട്ടോ. NCERT ഇതിന് മൊത്തത്തിൽ ഡെൻഡ്രൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഡെൻഡ്രോണിൻ്റെ കുഞ്ഞു ബ്രാഞ്ചുകളാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സി, നോക്കൂ, ഡെൻഡ്രൈറ്റുകളിലും നിങ്ങൾക്ക് എന്തിനെ കാണാൻ? നിസിൽസ് ഗ്രാന്യൂൾ, ഗ്രേ കളേർഡ് ഗ്രാന്യൂൾസ് ആണ് നിസിൽസ് ഗ്രാന്യൂൾസ്. അതിനെ കാണാൻ പറ്റും. പിന്നെ ന്യൂക്ലിയസ് ഉണ്ട്. ഓൾ അതർ സെൽ ഓർഗനൽസ്, മൈറ്റോകോൺട്രിയ ഉണ്ടാകും, ഗോൾജി അപ്പാരറ്റസ്, അതൊക്കെ ഈ സെൽ ബോഡിക്കകത്തുണ്ട്. പിന്നെ എന്തുണ്ടാവുക? വലിയ ആക്സോൺ അല്ലേ. ന്യൂറോൺസ് ആർ സം ഓഫ് ദ ലോങ്ങസ്റ്റ് സെൽസ്. ഓക്കെ, ദെൻ ആക്സോണിൻ്റെ ടെർമിനലിൽ നമുക്ക് കുറേ ബ്രാഞ്ചുകൾ കാണാൻ പറ്റും. അവിടെ സൈനാപ്റ്റിക് നോബുകളുണ്ട് അല്ലേ, സൈനാപ്റ്റിക് നോബുകളുണ്ട്. പിന്നെ ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്യുന്ന സെല്ലുകളെ നമ്മൾ ന്യൂറോഗ്ലയ എന്ന് വിളിക്കും. പലതരം സെല്ലുകളുണ്ട് ന്യൂറോണെ സപ്പോർട്ട് ചെയ്യാൻ. അവരൊന്നിച്ചാണ് ന്യൂറോഗ്ലയ എന്ന് വിളിക്കുക. ആ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ന്യൂറോൺ സപ്പോർട്ടിങ് സെല്ലാണ് ഷ്വാൻ സെല്ല്. ആരാണ് മക്കളെ? ഷ്വാൻ സെൽ. അപ്പോൾ ഈ ഷ്വാൻ സെല്ലിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്.
ഷ്വാൻ സെല്ലുകൾ ചില ന്യൂറോണുകളുടെ ആക്സോണിന് ചുറ്റും മയലിൻ ഷീത്ത് എന്ന് പറയുന്ന ഷീത്ത് ഉണ്ടാക്കും ചിലപ്പോൾ. സംടൈംസ് അല്ലെങ്കിൽ ഇൻ സം ന്യൂറോൺസ് ഷ്വാൻ സെൽസ് ഫോം എ മയലിൻ ഷീത്ത് കോൾഡ് മയലിൻ ഷീത്ത്. ഈ ഷ്വാൻ സെൽ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി ഒരു ഷീത്ത് പോലെ നിൽക്കും, അതാണ് മയലിൻ ഷീത്ത്. ഇൻ സം ന്യൂറോൺ, എല്ലാ ന്യൂറോണിലും അല്ല. അപ്പോൾ ഒരു ന്യൂറോണിൽ ഷ്വാൻ സെല്ല് മയലിൻ ഷീത്ത് രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ന്യൂറോണിനെ മയലിനേറ്റഡ് ന്യൂറോൺ എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ നോൺ മയലിനേറ്റഡ് ന്യൂറോൺ എന്ന് വിളിക്കും. പക്ഷേ ഷ്വാൻ സെൽ എല്ലാത്തരം ന്യൂറോണുകളിലും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ വേറെയും കുറേ കാര്യങ്ങൾ പറയാണ്ട്, നമ്മൾ അത്യാവശ്യം NCERT ലെവലിൽ നിന്നിട്ട് പറയാം. ഇനി ദ സ്പേസ് ബിറ്റ്വീൻ ടു മയലിൻ ഷീറ്റ്സ്, ഇത്തരത്തിൽ രണ്ട് മയലിൻ ഷീത്തിൻ്റെ ഇടയിൽ, ഇവിടെ ഇപ്പോൾ മയലിൻ ഷീത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ദിസ് ഈസ് യുവർ ഷ്വാൻ സെൽ. അതൊരു മയലിൻ ഷീത്ത് ഇങ്ങനെ ഷീത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. സോ ലുക്ക്, കണ്ടോ മയലിൻ ഷീത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷ്വാൻ സെൽ കണ്ടോ, ഇവർ മാർക്ക് ചെയ്ത് ഇതേപോലെ നോക്കി പഠിക്കണേ, നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും. കാരണം ഇതിപ്പോൾ ഷ്വാൻ സെല്ലാണോ മയലിൻ ഷീത്താണോ ഒന്നും വൃത്തിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ പിക്ചർ നോക്കുക, എക്സാമിന് ഈ പിക്ചർ തന്നിട്ട് തന്നെ നമ്മളോട് ചോദിക്കും. അപ്പോൾ ഈ ഭാഗത്ത് മാർക്ക് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം കേട്ടോ. രണ്ട് ഷ്വാൻ സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നോഡ് ഓഫ് റാൻവെയർ എന്ന് വിളിക്കുക. എന്താണ് നോഡ് ഓഫ് റാൻവെയർ? ഓക്കെ, സോ ലൈക്ക് നമ്മൾ ഈ ഷ്വാൻ സെല്ലിൻ്റെ പ്രസൻസിനെ ബേസ് ചെയ്ത് വി ഹാവ് മയലിനേറ്റഡ് ആൻഡ് നോൺ മയലിനേറ്റഡ് ന്യൂറോൺ അല്ലേ. എപ്പോഴും സിഗ്നൽ കണ്ടക്ഷൻ ത്രൂ മയലിനേറ്റഡ് ന്യൂറോൺ ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ നോൺ മയലിനേറ്റഡ് ന്യൂറോൺ. നോൺ മയലിനേറ്റഡ് ന്യൂറോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിഗ്നൽ ട്രാൻസ്മിഷൻ എപ്പോഴും മയലിനേറ്റഡ് ന്യൂറോണിലായിരിക്കും കൂടുതൽ. സെറ്റല്ലേ മക്കളെ? ഓക്കെ, നൗ ലുക്ക്, അടുത്ത പോയിന്റ് നോക്ക്. Unmyelinated or non-myelinated nerve fiber is enclosed by a Schwann cell that does not form myelin sheath around the axon. അല്ലേ, ഷ്വാൻ സെൽ ഉണ്ട്, പക്ഷേ മയലിൻ ഷീത്ത് രൂപപ്പെടുത്തുന്നില്ല. ആൻഡ് ലുക്ക്, ഇത്തരം ന്യൂറോണുകൾ ദേ ആർ കോമൺലി ഫൗണ്ട് ഇൻ ഓട്ടോണോമിക് ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം, ദാറ്റ് ഈസ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ കാണുമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മുടെ പെയിൻ സിഗ്നലിനെ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോണുകൾ, നമ്മുടെ എന്താ പറയുക, ടെമ്പറേച്ചർ സെൻസേഷനെ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോണുകൾ അല്ലേ. നമ്മൾ ചൂടുള്ള സ്ഥലത്തൊക്കെ എത്തി നമുക്ക് ചൂടുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ലേ. സോ ലൈക്ക് ദീസ് ആർ ന്യൂറോൺസ് ഓഫ് ടെമ്പറേച്ചർ, ന്യൂറോൺസ് ഓഫ് പെയിൻ സെൻസേഷൻ. അതൊക്കെ അൺമൈലിനേറ്റഡ് ന്യൂറോണാണ്. ഓക്കെ, സോ ലൈക്ക് PNS പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ട് ഭാഗത്തും യു ക്യാൻ സി അൺമൈലിനേറ്റഡ് ന്യൂറോൺസ്. സെറ്റല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽസ്. ഓക്കെ, കുറേ കാര്യങ്ങൾ NCERT എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് തൽക്കാലം അത് സിമ്പിളായിട്ട് അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് അത്രയേ ഉള്ളൂ. നിങ്ങളുടെ NCERT പറയുന്ന കോൺസെപ്റ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ്, ന്യൂറോൺ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ദ ന്യൂറോണൽ മെംബ്രെയിൻ ആർക്കാടാ മോർ പെർമിയബിൾ, സോഡിയത്തിനാണോ? ഓക്കെ, നമുക്ക് കോൺസെൻട്രേഷൻ നോക്കാം. ഓക്കെ, ലുക്കുമാനെ ഇഷ്ടമായി. എടാ, ഇവിടെ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ ലുക്കുമാൻ ഇന്ന് എന്നെ ഇഷ്ടമല്ലേ, ഞാൻ നിർത്തി പോവാം, മൂഡ് പോയി. ഓക്കെ, ശ്രദ്ധിക്ക്. ഓക്കെ, സോ ആ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ നമ്മൾ നോക്കിയാൽ കളിക്കൽ, ഈ സമയം കളയല്. ഓക്കെ, റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ നോക്കിയാൽ ന്യൂറോണിനകത്ത് ആരുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ? ന്യൂറോണിനകത്ത് ആരുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ എന്നറിയോ? K+ കോൺസെൻട്രേഷൻ ഈസ് മോർ ഇൻസൈഡ് ദ ന്യൂറോൺ. ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് നെഗറ്റീവ് ചാർജ്ഡ് പ്രോട്ടീൻസ്, നെഗറ്റീവ് ചാർജ്, ഞാൻ പോകും എന്നെ അങ്ങനെ സങ്കടപ്പെടുത്തിയാൽ ഞാനിവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാം ലുക്കുമാൻ ഇഷ്ടമായി. വൈകുന്നേരം കുളിച്ചു വന്ന് എന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ല, കുളിക്കാത്ത ലുക്കുമാൻ ഇഷ്ടമായി. ലുക്കുമാൻ കേൾക്കണ്ടവൻ ഓടിക്കുപ്പം. ഓക്കെ, എനിവേ, സോ അപ്പോൾ നെഗറ്റീവ് ചാർജ്ഡ് പ്രോട്ടീനുകളുടെ കോൺസെൻട്രേഷനും സെല്ലിനകത്ത് അല്ലെങ്കിൽ ആക്സോണിനകത്താണ് കൂടുതൽ, സൈറ്റോപ്ലാസ്റ്റിനകത്താണ് കൂടുതൽ. K+ കോൺസെൻട്രേഷനും സൈറ്റോപ്ലാസ്റ്റിനകത്താണ്. സോ വാട്ട് അബൌട്ട് Na+ കോൺസെൻട്രേഷൻ? Na+ കോൺസെൻട്രേഷൻ എവിടെയാ? ഫ്ലൂയിഡ് ഔട്ട്. പിണങ്ങലെ മുത്തൻ സിദ്ധാർത്ഥ് പറഞ്ഞു, സ്നേഹം മാത്രം. അപ്പോൾ നോക്ക്, Na+ കോൺസെൻട്രേഷൻ എവിടെ കൂടുതൽ? ഫ്ലൂയിഡ് ഔട്ട്സൈഡ് അല്ലേ, പുറത്തുള്ള ഫ്ലൂയിഡിലാണ്. ഇതാണ് റെസ്റ്റിംഗ് സ്റ്റേറ്റിലെ പ്രത്യേകത. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ന്യൂറോണൽ മെംബ്രെയിൻ ആരെ മാത്രം കടത്തിവിടുക? K+ മാത്രം കടത്തിവിടും അല്ലേ. അപ്പോൾ K+ പതിയെ പുറത്തോട്ട് പോകാൻ തുടങ്ങും. ഇത്രയും പോയിന്റ് ഓർക്കേണ്ടത് കേട്ടോ. K+ പതിയെ പുറത്തോട്ട് പോകും. ദിസ് ഈസ് കോൾഡ് K+ ഇഫ്ലക്സ്. അപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ സോഡിയം കോൺസെൻട്രേഷൻ ഈസ് മോർ ഔട്ട്സൈഡ്, പൊട്ടാസ്യം കോൺസെൻട്രേഷൻ മോർ ഇൻസൈഡ്, നെഗറ്റീവ് ചാർജ്ഡ് പ്രോട്ടീൻസ് മോർ ഇൻസൈഡ്.
ഓക്കെ. നൗ അറ്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് കെ പ്ലസ് പുറത്തോട്ട് പോകും. ദിസ് ഈസ് കോൾഡ് കെ പ്ലസ് ഇഫ്ലക്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കെ പ്ലസ് ഇഫ്ലക്സ്. അങ്ങനെ പുറത്തോട്ട് പോകുന്നത് കാരണം കുറച്ച് കഴിയുമ്പോൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, ന്യൂറോണൽ മെംബ്രെയിൻ്റെ ഉൾഭാഗത്ത് മൊത്തത്തിൽ നെഗറ്റീവ് ചാർജ് വരും. കാരണം ഈ നെഗറ്റീവ് പ്രോട്ടീനുകൾ കാരണം നെഗറ്റീവ് ചാർജ് വരും ഉൾഭാഗത്ത്. പുറം ഭാഗത്തോ പോസിറ്റീവ് ചാർജ്. അത് ആര് കാരണം? NA പ്ലസ്. കെ പ്ലസ് കാരണമല്ല, NA പ്ലസ് കാരണം. സോ ദിസ് ഈസ് കോൾഡ്, ലുക്ക്, ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ന്യൂറോണിനെയാണ് നമ്മൾ പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക അല്ലേ. ദിസ് ഈസ് കോൾഡ് പോളറൈസ്ഡ് സ്റ്റേറ്റ്. ദിസ് ഈസ് കോൾഡ് പോളറൈസ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ പോളറൈസ്ഡ് സ്റ്റേറ്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കുട്ടികളെ? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത് അല്ലേ. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുക, അപ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്താ? പൊട്ടൻഷ്യൽ നോക്കൂ, എപ്പോഴും നമ്മൾ പ്ലസ് ടു കാരല്ലേ, നമുക്കറിയാം. നമ്മൾ പ്ലസ് ടുവിൽ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു തകിട്, ആ തകിടിൻ്റെ ഒരു സൈഡിൽ പോസിറ്റീവും ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജും ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. നിങ്ങൾ Q ബൈ എപ്സിലോണോ 1 ബൈ Q എപ്സിലോണോ Q ബൈ എപ്സിലോണോ അങ്ങനത്തൊക്കെ പഠിച്ചിട്ടില്ലേ? ലൈക്ക് എപ്പോഴും ഒരു രണ്ട് സൈഡിൽ, ഒരു തകിടിൻ്റെ രണ്ട് സൈഡ് ആയിക്കോട്ടെ, ഒരു മെംബ്രെയിൻ്റെ രണ്ട് സൈഡ് ആയിക്കോട്ടെ, വേറെവർ ദർ ഈസ് ചാർജ് സെപ്പറേഷൻ ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ മെംബ്രെയിൻ്റെ അക്രോസ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചത്. ആ ഒരു സ്റ്റേറ്റിനെയാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് വിളിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ ആരാണ് റെസ്പോൺസിബിൾ ഫോർ ജനറേഷൻ ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ ആരാ റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചാൽ ആൻസർ കെ പ്ലസ് ഇഫ്ലക്സ്. ഈ പൊട്ടാസ്യം അങ്ങോട്ട് പുറത്തോട്ട് ഇഫ്ലക്സ് ആയില്ലേ, അതാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനുള്ള കാരണം. നൗ ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ന്യൂറോണിൽ ഒരിക്കൽ രൂപപ്പെട്ടാൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് വരെ, ഇപ്പോൾ എൻ്റെ ന്യൂറോൺ, ഇവിടെയുള്ള ന്യൂറോൺ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. ബട്ട് വെൻ എവർ ഐ ആം ഗിവിങ് എ സിഗ്നൽ, ആ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മാറിയിട്ട് അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. ഓൺലി വെൻ ഐ ആം ഗിവിങ് സിഗ്നൽ. ഞാൻ സിഗ്നൽ ഓൺലി വെൻ ഐ ആം ഗിവിങ് എ സ്റ്റിമുലസ്. സിഗ്നൽ അല്ല, ഐ ആം ഗിവിങ് എ സ്റ്റിമുലസ്. ഞാൻ ഏതെങ്കിലും ഒരു ഉദ്ദീപനം, മലയാളത്തിൽ ഉദ്ദീപനം എന്ന് പറയും, നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്ദീപിപ്പിക്കുക, എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് വരെ അയാൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിലാവും. സോ സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് വരെ അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ജനറേഷന്റെ കാരണക്കാരൻ കെ പ്ലസ് ഇഫ്ലക്സ് ആണ്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ? ദാറ്റ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. മെയിൻ്റനൻസിന്റെ കാരണക്കാരൻ ആരാണ്? ശ്രദ്ധിച്ചോ, റെസ്റ്റിംഗ് സ്റ്റേറ്റിലും എല്ലാ സമയത്തും ഇവിടെ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. അയാളാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. എന്താണ് ഇയാളുടെ പേര്? സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇയാൾ എനർജി ഉപയോഗിച്ചുകൊണ്ട് 2K+ സെല്ലിനകത്തേക്കും ന്യൂറോണിൻ്റെ അകത്തേക്കും 3Na+ ന്യൂറോണിൻ്റെ പുറത്തേക്കും ATP എനർജി ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ചെയ്യുന്ന ഒരാളാണ്. സോ ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട്? So Muckles, so look, he is responsible for what? For maintenance. Okay, so this is called a sodium potassium pump. Sodium potassium pump. Okay, sodium potassium pump. Na+K+ pump അല്ലെങ്കിൽ Na+K+ ATPase എന്ന് പറയും. സെറ്റ് അല്ലേ മക്കളെ? So that's all about resting state, resting potential, who is responsible for generation, who is responsible for maintenance. Next, when you give a stimulation, what happens? When you give a stimulation, when you give a stimulus, what happens? Look, പൊട്ടാസ്യത്തിൻ്റെ പെർമിയബിലിറ്റി നിൽക്കും. ദ മെംബ്രെയിൻ ബിക്കം ഇംപെർമിയബിൾ ടു പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന് ഇംപെർമിയബിൾ ആയിട്ട് മാറും. ആൻഡ് ഇറ്റ് ബിക്കം പെർമിയബിൾ ടു Na+ന് പെർമിയബിൾ ആയിട്ട് മാറും. സോ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് Na+ ഇൻഫ്ലക്സ്. എന്താണിത്? ഇഫ്ലക്സ് അല്ല, Na+ ഇൻഫ്ലക്സ് നടക്കും. Na+ ഇൻഫ്ലക്സ് നടക്കുമ്പോൾ പോസിറ്റീവ് ഒക്കെ കൂടെ ഉള്ളിലേക്ക് എത്തുന്നത് കാരണം ഉള്ളിൽ മോർ പോസിറ്റീവ് ആയിട്ട് മാറും, പുറത്ത് എന്തായിട്ട് മാറുടാ മക്കളെ? വേഗം പറ, ടെൽ മീ. മോർ നെഗറ്റീവ് ആയിട്ട് മാറും, പുറത്ത് മോർ നെഗറ്റീവ് ആയിട്ട് മാറും. സോ ദിസ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ് അല്ലേ. ദിസ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്. ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്. So the potential difference in depolarized state, ഈ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന the potential difference in depolarized state, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചു മക്കളെ? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു അല്ലേ. ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ? സിംപ്ലി Na+ ഇൻഫ്ലക്സ്. സെറ്റാണോ? ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ആക്ഷൻ പൊട്ടൻഷ്യൽ? Na+ ഇൻഫ്ലക്സ്. I hope it is clear. Now let's talk about the conduction of action potential. Very simply ഞാൻ പറഞ്ഞുതരാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ പണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നൗ നമ്മുടെ എക്സാം ലെവലിൽ എന്ന് പറയാൻ പറ്റില്ല, സാധാരണ നീറ്റിന് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് അവർ ഭയങ്കര ഡെപ്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ സാധാരണ ചോദിക്കുന്ന ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ പ്യുവർലി ബേസ്ഡ് ഓൺ NCERT. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് മതി.
ഏത് മതി ഇപ്പോൾ പറഞ്ഞുതരാം. നമുക്കറിയുന്ന കാര്യം നമ്മൾ ബോർഡ് എക്സാമിന് വരെ പഠിച്ചതല്ലേ. സോ ലുക്ക്, ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിമുലേഷൻ കൊടുത്താൽ ഇവിടെ എന്തായിരിക്കും കുട്ടികളെ, ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഉള്ളിൽ നെഗറ്റീവ്, പുറത്ത് പോസിറ്റീവ് ആയിരിക്കും അറ്റ് ദിസ് റീജിയൻ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉള്ള ഭാഗത്ത് എന്തായിരിക്കും, ഉള്ളിൽ നെഗറ്റീവും പുറത്ത് പോസിറ്റീവും. നേരത്തെ ഉള്ളതുപോലെ ഉള്ളിൽ പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവ്, പുറത്ത് പോസിറ്റീവ്. സോ പോളറൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലേ. ശ്രദ്ധിക്കുക, ഇപ്പം നോക്കൂ, ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ ഫ്രം, നമുക്ക് ഇതിനെ 2 പേരിട്ട് കൊടുക്കുക. അതിനെ എ എന്നും ഇതിനെ ബി എന്നും വിളിക്കുക അല്ലേ. ബിയിൽ നിന്ന് എയിലേക്ക് ഔട്ട്സൈഡും അതേപോലെ തന്നെ എയിൽ നിന്ന് ബിയിലേക്ക് ഇൻസൈഡും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ നടക്കും. ദ സെയിം തിങ് ഹാപ്പൻസ് ഹിയർ. ഓക്കെ, ആ കറണ്ട് ഫ്ലോ കാരണം കുറച്ച് കഴിയുമ്പോൾ ബിയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അങ്ങോട്ട് ചേഞ്ച് ആകും. ഇതിൻ്റെ പിന്നിൽ വേറെ കുറേ മെക്കാനിസങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ വൃത്തിക്ക് പഠിച്ച കാര്യമാണ്. നമുക്കിപ്പോൾ അത് വീണ്ടും പഠിക്കണം നിർബന്ധമില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണെങ്കിൽ വളരെ നല്ല കാര്യം, അതർവൈസ് യു സിംപ്ലി ലീവ് ഇറ്റ്. അപ്പോൾ എന്താവും കുട്ടികളെ, ഇത്ര പഠിച്ചാൽ തന്നെ മതി. ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ നടക്കും, അത് കാരണം ഇവിടെ എന്തായിട്ട് മാറും, ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവായിട്ട് മാറും. സോ നൗ ദിസ് സൈറ്റ് ഈസ് ഡീപോളറൈസ്ഡ്. ഇപ്പോൾ ഈ സൈറ്റ് എന്തായി, ഡീപോളറൈസ്ഡ് ആയി അല്ലേ, ബി ഡീപോളറൈസ്ഡ് ആയി. ഇനി ബിയിൽ നിന്ന് സിഗ്നൽ സിയിലേക്ക് എത്തിക്കോളും, അവിടുന്ന് ഡിയിലേക്ക് എത്തിക്കോളും, ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. നൗ ലുക്ക്, ഇനി നമുക്ക് വേണ്ട എന്താ, എ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകണം. ബി ഡീപോളറൈസ്ഡ് ആയി. വി ആർ അഗ്രീയിങ് ദാറ്റ് നൗ വാട്ട് വി വാണ്ട് എ ടു ബിക്കം റീപോളറൈസ്ഡ്. ആ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് പഴയ പോളറൈസ്ഡിലേക്ക് തിരിച്ചു. കണ്ടോ, അബ്സോർപ്ഷൻ റീ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞതുപോലെ പോളറൈസ്ഡ് സ്റ്റേറ്റ്, റീപോളറൈസ്ഡ് സ്റ്റേറ്റ്. അതാ വീണ്ടും പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകണം. അതാണ് റീപോളറൈസേഷൻ ഓഫ് സൈറ്റ് എ. അതെങ്ങനെ നടക്കുക അറിയോ? ഓക്കെ, ഡീപോളറൈസേഷൻ നടക്കാനുള്ള കാരണം എന്താ, Na+ ചാനൽ തുറന്നു അല്ലേ. അപ്പം നിങ്ങൾ കരുതും റീപോളറൈസേഷൻ നടക്കാൻ Na+ ചാനൽ അങ്ങോട്ട് ക്ലോസ് ആവുക, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വന്ന Na+ പുറത്തോട്ട് നേരെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ പോരെ. പറ്റൂല. നിങ്ങൾ കാണാതെ ഇങ്ങോട്ട് പഠിച്ചോ, K+ പുറത്തോട്ട് പോയിട്ടാണ് റീപോളറൈസേഷൻ നടക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ എക്സാക്ട് മെക്കാനിസം ഞങ്ങൾക്ക് പണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇത്ര കാണാതെ പഠിച്ചാൽ മതി. റീപോളറൈസേഷൻ ഓഫ് എ ഈസ് ഡ്യൂ ടു K+ efflux. That is diffusion of K+ to outside അല്ലേ, K+ to extracellular fluid. സെറ്റല്ലേ മക്കളെ, അത് കാരണമാണ് റീപോളറൈസേഷൻ നടക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി Na+ പുറത്തെത്തിക്കും. നമുക്കറിയാം Na+ ഉള്ളിലേക്ക് വന്നതുകൊണ്ടാണ് ഉള്ളിൽ മോർ പോസിറ്റീവ് ആയത്. വി നോ ദാറ്റ്. ഇനി ആ Na+ പുറത്തെത്തിയാലല്ലേ സാറേ ആ ഉള്ളിലെ പോസിറ്റീവ് മൊത്തം പുറത്തെത്തുള്ളൂ. അതെ, പക്ഷെ അതിനുവേണ്ടി സെല്ല് വളഞ്ഞൊരു പരിപാടിയാണ് സ്വീകരിക്കുക. സെല്ല് K+ പുറത്താക്കും, എന്നിട്ട് K+ ഉപയോഗിച്ചിട്ട് Na+ പിന്നെ പുറത്തിറക്കുന്ന ഒരു പരിപാടിയാണ്. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ, ആദ്യം നടക്കൽ K+ പുറത്തോട്ട് പോവുകയാണ്. ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. റെഡി ആണെങ്കിൽ കമൻറ്റ് ചെയ്തേ. ഈ ഡയഗ്രം മാർക്ക് ചെയ്യാൻ പഠിക്കണേ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങൾ +1 ബോർഡ് എക്സാമിന് പഠിച്ച സിമ്പിൾ ഡയഗ്രാണ്. കാരണം +1 ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്റർ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ബ്രെയിനിൻ്റെ ഭാഗവും 2 ഈ ഡയഗ്രവും ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ വൃത്തിക്ക് പഠിപ്പിച്ച് തന്നതാണ്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. സിമ്പിളാണ് ഈ ഒരു ഡയഗ്രം. നമുക്ക് ജസ്റ്റ് ആ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അത് വായിക്കാൻ ഇതിലൊന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ വായിക്കാൻ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ഒന്നുമില്ല. പ്രത്യേകിച്ച് NCERT വേറെ എന്താ പറയുക ചതിക്കുഴികളൊന്നും ഒരുക്കിയിട്ടില്ല അവിടെ സെൻറ്റൻസിൽ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തത്. സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. അപ്പം നോക്ക്, സൈനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ് അല്ലേ. സൈനാപ്സ് 2 ടൈപ്പ് ഉണ്ട് അല്ലേ. ഏതൊക്കെ കുട്ടികളെ? വി ഹാവ് ഇലക്ട്രിക്കൽ സൈനാപ്സ് ആൻഡ് കെമിക്കൽ സൈനാപ്സ് അല്ലേ. സോ ഒരു സൈനാപ്സിൽ എന്താ, ഒരു ന്യൂറോൺ അതിൻ്റെ സൈനാപ്റ്റിക് നോബ്, ദെൻ അടുത്ത ന്യൂറോൺ അതിൻ്റെ ഡെൻഡ്രൈറ്റ്. ഓക്കെ, സോ ലുക്ക്, ഇവിടെ ദിസ് ഈസ് ദ ജംഗ്ഷൻ, ദിസ് ഈസ് സൈനാപ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് സിഗ്നൽ വരുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ് സിഗ്നൽ വരുന്നത്. ഈ സിഗ്നൽ ഇങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ സൈനാപ്സിന് മുൻപുള്ള ന്യൂറോൺ ആരാടാ? ഇയാളല്ലേ സൈനാപ്സിന് മുൻപുള്ള ന്യൂറോൺ. നമ്മൾ നോക്കൂ, പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്നാണ് പറയുക ഞങ്ങൾ എഴുതുന്ന നീറ്റിന്. പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്താ, മെഡിസിൻ പഠിക്കുന്നതിന് മുമ്പുള്ള ടെസ്റ്റ്, അതാണ് പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ്. സോ ദിസ് ഈസ് പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ. എന്താണ് പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ? പ്രീ സൈനാപ്റ്റിക് ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതെന്താ,
പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് നിങ്ങളിപ്പോൾ MBBS ജോയിൻ ചെയ്താൽ കാണാം പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് എന്താ ഓപ്പറേഷന് ശേഷമുള്ള വാർഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം. സോ ദിസ് വൺ ഈസ് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. അതിൻ്റെ മെംബ്രെയിനെ നമ്മൾ എന്ത് വിളിക്കും? പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കും. സോ ഇൻ ഇലക്ട്രിക്കൽ സൈനാപ്സ് the membranes of presynaptic neuron and postsynaptic neuron, they are in close proximity. അവർ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലായിരിക്കും ഉണ്ടാവുക. they are in close proximity. the membranes of presynaptic and postsynaptic neuron, they are in close proximity. അതുകൊണ്ട് തന്നെ നോ ഗ്യാപ്പ് അല്ലേ, അതാണ് കാര്യം, ഗ്യാപ്പ് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഇവിടെ ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്ന കുറേ കണക്ഷൻസ് ഉണ്ടാവും ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക്. ഈ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നെർവ് സിഗ്നലിന് വളരെ സ്പീഡിൽ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഫാസ്റ്റ് ട്രാൻസ്മിഷൻ ആണ്, ഫാസ്റ്റ് ട്രാൻസ്മിഷൻ ആയിരിക്കും ഈ സൈനാപ്സുകളുടെ പ്രത്യേകത. ആൻഡ് ദ ട്രാൻസ്മിഷൻ ഈസ് സിമിലർ ടു and the transmission of signal through electrical synapse is similar to transmission of signal through a single neuron. ഒരു സിംഗിൾ ന്യൂറോണിലൂടെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ആവുന്ന സ്പീഡ് എത്രയാണോ അതേപോലെ അതേ രീതിയിൽ നമുക്ക് ഇലക്ട്രിക്കൽ സൈനാപ്സുകളിലൂടെ സിഗ്നൽ പാസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ബട്ട് ഇലക്ട്രിക്കൽ സൈനാപ്സസ് ആർ റയർ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ റയർ ആണ്, നമ്മുടെ ബ്രെയിനിലൊക്കെയാണ് മെയിനായിട്ട് ഇലക്ട്രിക്കൽ സൈനാപ്സിനെ കാണാൻ പറ്റുക. But in the chemical synapse, we know that in the chemical synapse, the membrane of presynaptic neuron, this is your presynaptic neuron, synaptic vesicle, and this is your postsynaptic neuron. Okay, so it is separated by a fluid filled, a fluid filled space, a fluid filled space called synaptic cleft. Synaptic cleft. Settle. Okay, so presynaptic membrane, this is presynaptic membrane, this is postsynaptic membrane. So look, when a signal reaches axon terminal, what is axon terminal? Look, this is axon terminal. So when a signal reaches axon terminal, ഈ synaptic knob, this is actually called synaptic knob എന്നല്ലേ വിളിക്കുകയുണ്ടായേ. ഈ സൈനാപ്റ്റിക് നോബിനകത്ത് നിറയെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉണ്ടാവും. ന്യൂറോ ട്രാൻസ്മിറ്റർ നിറഞ്ഞിരിക്കുന്ന വെസിക്കിൾസ് ഉണ്ടാകും. വെസിക്കിൾസ് ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ വെസിക്കിൾസിനെ നമ്മൾ എന്താ വിളിക്കുക കുട്ടികളെ പറ? സൈനാപ്റ്റിക് വെസിക്കിൾസ് അല്ലേ, സൈനാപ്റ്റിക് വെസിക്കിൾസ്. വി നോ ദാറ്റ് synaptic vesicles filled with what? With neurotransmitters. So when a signal reaches, look, when signal reaches axon terminal, there is movement of the synaptic vesicles towards the synapse, and these vesicles they fuses with the presynaptic membrane. Presynaptic membrane ആയിട്ട് ഇവിടെ ഫ്യൂസ് ചെയ്യും. and finally they opens here, ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യും. okay, and they create a small opening here. ആ ഓപ്പണിങ്ങിലൂടെ ഇവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എങ്ങോട്ട് വരും? സൈനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് വരും. Now there are special receptors on the postsynaptic neuron for what? For these neurotransmitters. So these neurotransmitters bind to their receptors. അല്ലേ മക്കളെ? So this is actually receptor for neurotransmitter. Receptor for neurotransmitter. ആ റിസപ്റ്ററുകളുടെ തൊട്ടടുത്ത് തന്നെ അയോൺ ചാനലുകൾ ഉണ്ടാവും. സെറ്റ് ആണല്ലോ. സോ വെൻ ലുക്ക്, ശ്രദ്ധിക്കുക മക്കളെ, വെൻ ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ് ടു ദെയർ റിസപ്റ്റർ, ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ദ അയോൺ ചാനൽ ഓപ്പൺസ്. ശ്രദ്ധിക്ക്. ഓക്കെ, സോ ആക്ച്വലി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ടു ടൈപ്സ്. ദർ ആർ excitatory neurotransmitters and inhibitory neurotransmitters. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. നിങ്ങളെ ഇവിടെ നിന്ന് വന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നോക്ക്, ഈ ന്യൂറോണിൽ നിന്ന്, ഈ പ്രീസൈനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പേര് ഞാൻ പറയട്ടെ, അസറ്റൈൽ കോളിൻ.
വിച്ച് ഈസ് ആൻ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. അയാളാണെങ്കിൽ ഇവിടെ സോഡിയം ഇൻഫ്ലക്സ് ഉണ്ടാകും, Na+ ഇൻഫ്ലക്സ് ഉണ്ടാകും. Na+ ഇൻഫ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഡീപോളാറൈസേഷൻ നടക്കും. അപ്പോൾ ഈ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിൽ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ നോക്കൂ, എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ റിലീസായാൽ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിൽ സോഡിയത്തിൻ്റെ ഇൻഫ്ലക്സ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിൽ ഡീപോളാറൈസേഷൻ നടക്കും. ഓക്കെ, അങ്ങനെ ഡീപോളാറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? അങ്ങനെ ഡീപോളാറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സൈറ്റേറ്ററി സിഗ്നൽ ഉണ്ടാകും അല്ലേ? അപ്പോൾ നമുക്കതിനെ പറയാം, നോക്കൂ, ലീഡ് ടു എക്സൈറ്റേറ്ററി പോസ്റ്റ് സൈനാപ്റ്റിക് പൊട്ടൻഷ്യൽ അല്ലേ? പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിൽ എക്സൈറ്റേറ്ററി പൊട്ടൻഷ്യൽ ഉണ്ടാക്കും, എക്സൈറ്റേറ്ററി പോസ്റ്റ് സൈനാപ്റ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കും ഇയാൾ. ദാറ്റ് ഈസ് അവിടെ ഡീപോളാറൈസേഷൻ നടക്കും, ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ എത്തും. അതാണ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ വന്നാൽ. ബട്ട് ഇഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ലൈക്ക് ഗാബ, ഹാവ് യു ഹിയർഡ് അബൌട്ട് ഗാബ എന്ന് പറയുന്ന കാർഡ്? ദാറ്റ് ഈസ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. എടാ, ന്യൂറോൺ എക്സൈറ്റഡ് ആവുന്നത് എപ്പോഴാണ്? ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവ് ആകുമ്പോഴല്ലേ? പക്ഷെ ഗാബ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ വന്ന് ബൈൻഡ് ചെയ്ത് എന്താ ഉണ്ടാവുക എന്നറിയോ? ഉള്ളിലേക്ക് Na+ അല്ലടാ മക്കളെ കയറിപ്പോ, പകരം Cl- കയറിപ്പോയിട്ടേ ഉള്ളിൽ മോർ നെഗറ്റീവ് ആയിട്ട് മാറും. നമുക്ക് പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നെഗറ്റീവ് ഉള്ള സ്റ്റേറ്റ് ആണ്. ഇതുള്ള നെഗറ്റീവിനെ ഒന്നുകൂടെ ഇന്റൻസിഫൈ ചെയ്യും. അങ്ങനെ ന്യൂറോണ് സിഗ്നൽ ഉണ്ടാവാതെ അങ്ങോട്ട് ഇൻഹിബിറ്റ് ആയിട്ടിരിക്കും. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ പറ്റാതെ അങ്ങോട്ട് പരമാവധി ഇൻഹിബിറ്റ് ആവും. So that is actually called, അതിൻ്റെ എക്സാമ്പിൾ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിൾ ഒന്നും നിങ്ങൾ പഠിക്കണം എന്നില്ല, ഗാബയൊക്കെയാണ് എക്സാമ്പിൾ. ബട്ട് യു ക്യാൻ സ്റ്റഡി ലൈക്ക് അതെന്തിലേക്ക് നയിക്കും കുട്ടികളെ? ഇൻഹിബിറ്ററി. അപ്പോൾ NCERT പറയുന്നുണ്ട് ദ പോസ്റ്റ് സൈനാപ്റ്റിക് പൊട്ടൻഷ്യൽ ക്യാൻ ബി ഇൻഹിബിറ്ററി ഓർ എക്സൈറ്റേറ്ററി എന്ന്. അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും? ഇൻഹിബിറ്ററി പോസ്റ്റ് സൈനാപ്റ്റിക് പൊട്ടൻഷ്യൽ ആയിരിക്കും, ചിലപ്പോൾ ഇൻഹിബിറ്ററി പോസ്റ്റ് സൈനാപ്റ്റിക് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓക്കെ, ഞാൻ ഔട്ട് ഓഫ് സിലബസ് ഒന്നും പറയുന്നില്ല, NCERT ലൈനുകളിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. നോക്കൂ, look, the released neurotransmitter bind to their receptors present on the postsynaptic membrane. This binding opens ion channels allowing the entry of ions. അയോണുകൾ കയറുന്ന പറഞ്ഞു, സോഡിയം എന്ന് പറഞ്ഞിട്ടില്ല. which can generate a new potential in the postsynaptic neuron. postsynaptic neuronൽ പുതിയ പൊട്ടൻഷ്യൽ രൂപപ്പെടും. the new potential either excitatory or inhibitory. I hope it is clear. ready അല്ലേ മക്കളെ? That's it. Now let's talk about the structure of central nervous system. Look, the brain is covered by cranial meninges. The brain is located in the cranium. We already know it is otherwise called brain box. So അതിനകത്ത് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും മൊത്തത്തിൽ നമുക്കറിയാം, സ്പൈനൽ കോഡ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് ബ്രെയിൻ അല്ലേ? ഓക്കെ, എപ്പിനെഫ്രിൻ ഈസ് another excitatory neurotransmitter. ഓക്കെ, സോ ലുക്ക്, സ്പൈനൽ കോഡ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് ബ്രെയിൻ. നമുക്കറിയാം മെഡുല്ലയുടെ കണ്ടിന്യൂഷൻ ആണ് സ്പൈനൽ കോഡ് അല്ലേ? മെഡുല്ലയുടെ കണ്ടിന്യൂഷൻ സ്പൈനൽ കോഡായിട്ട് വരുന്ന ഒരു കനാലുണ്ട്. നോക്ക്, ബ്രെയിന് നമ്മുടെ ക്രേനിയത്തിലായിരിക്കുന്നത്, സ്പൈനൽ കോഡ് വെർട്ടിബ്രൽ കോളത്തിലാണ്. അപ്പോൾ ക്രേനിയത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ട്, സ്കള്ളിലൊരു ഓപ്പണിങ്ങിലൂടെയാണ് ആ നിങ്ങളുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ സ്പൈനൽ കോഡായിട്ട് താഴോട്ട് വരുന്നത്. ദാറ്റ് ഓപ്പണിംഗ് ഓഫ് സ്കൾ ഈസ് കോൾഡ്, ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ സീരീസ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഓപ്പണിംഗ് ഓഫ് സ്കൾ ത്രൂ വിച്ച് ദ മെഡുല്ല ഒബ്ലോങ്ങേറ്റ കണ്ടിന്യൂസ് a spinal cord. very good നെജ്മൽ ആൻസർഡ്. foramen magnum നമ്മൾ ഫ്രോഗിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ കേസിൽ അതിനാടാ. there is an opening in the base of skull. നമ്മുടെ സ്കള്ളിൻ്റെ ബേസിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, which is called foramen magnum. through that opening the spinal cord, the medulla oblongata continues a spinal cord. സെറ്റ് അല്ലടാ? ഓക്കെ, വെരി ഗുഡ്. Now, അപ്പോൾ ആ ബ്രെയിനും സ്പൈനൽ കോഡും പരസ്പരം കണക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സോ ആ ബ്രെയിനിനെയും, ലുക്ക്, ദിസ് ഈസ് യുവർ ബ്രെയിൻ, സെറിബ്രം, ആൻഡ് ദിസ് ഈസ് യുവർ മിഡ് ബ്രെയിൻ, സെറിബെല്ലം, പോൺസ്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ, ആൻഡ് ദെൻ യു ഹാവ് യുവർ സ്പൈനൽ കോഡ് അല്ലേ? ദാറ്റ്സ് ഇറ്റ്. കാണുന്നില്ല എന്താ അങ്ങനെ എൻ്റെ അടുത്ത്? ഓക്കെ, ഗുഡ്. എന്താ വേറെന്ത് സംഭവം വന്നുണ്ടോ? 1 second. ദാറ്റ്സ് ഇറ്റ്. സോ ലുക്ക്, ഇതിനെ കവർ ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്തുള്ള ക്രേനിയൽ മെനിഞ്ചസ് ഉള്ളത് അല്ലേ? ക്രേനിയൽ മെനിഞ്ചസ്. ആ ക്രേനിയൽ മെനിഞ്ചസിൻ്റെ ലെയേഴ്സ് ആണ് NCERT പറഞ്ഞത്, 3 ലെയറാണ്. ഏറ്റവും പുറത്ത് നമ്മൾ കോഡ് എന്താ കുട്ടികളെ? പാഡ് അല്ലേ? ഞങ്ങൾ പഠിപ്പിച്ചു പാഡ്. ഏറ്റവും പുറത്ത് ആരടാ? ഡ്യൂറാം മാറ്റർ. ഏറ്റവും പുറത്ത് നോക്ക്, ലുക്ക്, ഏറ്റവും പുറത്ത് യു ഹാവ്
is the outer layer called a duramater. So that's it. In a very thin middle layer called arachnoid matter or arachnoid layer, and an inner layer which is in contact with brain tissue called pia mater. Pia mater is in contact with brain tissue. Now the brain can be divided into three major parts: forebrain, midbrain and hindbrain. അപ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കേരള ബോർഡ് എക്സാമിനൊക്കെ പഠിച്ചതല്ലേ, അടിപൊളിയായിട്ട് ദ സെയിം തിങ് അല്ലേ. സോ ബ്രെയിനിന് 3 ഭാഗമുണ്ട്. സോ ലുക്ക്, ദിസ് ഈസ് യുവർ എന്താടാ എൻ്റെ എന്താടാ റെഡി ആവാത്ത, അടിപൊളിയായിട്ട് ഇവിടെ വരച്ചാണല്ലോ ഞാൻ. ഓക്കെ, എന്നെ ആരോ പ്രാഗി, ആരുടെ എന്നെ പ്രാഗിയത്? അതിന് ഇത് മതി, ഇനി വരക്കൂല. ദിസ് ഈസ് യുവർ സെറിബ്രം. സെറിബ്രത്തിന് താഴെയായിട്ട് യു ഹാവ് യുവർ മിഡ് ബ്രെയിൻ. സെറിബ്രത്തിൻ്റെ ഉള്ളിൽ, സെറിബ്രത്തിൻ്റെ ഉൾഭാഗത്ത്, സെറിബ്രത്തിന് 2 ഹെമിസ്ഫിയർ ഉണ്ട് അല്ലേ. സെറിബ്രം ഹാസ് 2 ഹെമിസ്ഫിയേഴ്സ്. നമ്മളിപ്പോൾ ബ്രെയിനിനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്താൽ എങ്ങനെ കിട്ടുക? ബ്രെയിനിനെ നമ്മൾ ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടുക. ലുക്ക്, this is one cerebral hemisphere ന്റെ ഭാഗം, അടുത്ത ഹെമിസ്ഫിയറിൻ്റെ ഭാഗം. So these are your cerebral hemispheres. Then you have your midbrain, then you have your pons, then you have your medulla oblongata. Okay, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് your spinal cord. സെറിബ്രത്തിൻ്റെ 2 ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന ഈ സ്ട്രക്ചറിൻ്റെ പേരെന്താ? വെരി ഗുഡ്, കോർപ്പസ് കല്ലോസം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോർപ്പസ് കല്ലോസം. 2 സൈഡിൽ സെറിബ്രത്തിൻ്റെ ഹെമിസ്ഫിയേഴ്സ്, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് കോർപ്പസ് കല്ലോസം അല്ലേ മക്കളെ. 2 ഹെമിസ്ഫിയറുകൾ ഇതാ, ആ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് യു ഹാവ് കോർപ്പസ് കല്ലോസം. ആ ഹെമിസ്ഫിയറിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് കണ്ടോ, ഇവിടെ യു ഹാവ് യുവർ ഡയൻസെഫലോൺ അല്ലേ മക്കളെ. ഡയൻസെഫലോൺ ഉണ്ട്. ഡയൻസെഫലോണിൻ്റെ ബേസൽ പാർട്ടിൽ ആരുണ്ട് കുട്ടികളെ പറ? വെരി ഗുഡ്, യു ഹാവ് യുവർ ഹൈപ്പോതലാമസ്. അതിൻ്റെ മുകളിലായിട്ടാണ് യു ഹാവ് യുവർ തലാമസ് അല്ലേ. തലാമസ് അതിൻ്റെ മുകളിലായിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അതിൻ്റെ താഴെ ഹൈപ്പോതലാമസ് ഉണ്ട്, അതിൻ്റെ താഴെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നോക്ക്, ഇത്രയും ഭാഗമാണ് നിങ്ങളുടെ ഫോർ ബ്രെയിനിൽ വരുന്നത് അല്ലേ. സോ ദീസ് ആർ യുവർ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, ദെൻ തലാമസ്, ഹൈപ്പോതലാമസ്, അതാണ് ഡയൻസെഫലോൺ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവരാണ് ഫോർ ബ്രെയിനിൽ വരുന്നത്. ഇത്രയും ആളുകളാണ് ഫോർ ബ്രെയിനിൽ വരുന്നത്. സോ ദിസ് ഈസ് യുവർ ഫോർ ബ്രെയിൻ. സോറി, യെസ്, ഇതുവരെയുള്ള ഭാഗമാണ് നമ്മുടെ ഫോർ ബ്രെയിൻ അല്ലേ, ഫ്രോഗിൻ്റെ കേസിൽ പഠിച്ച പോലെ. അടുത്തത് നമ്മുടെ മിഡ് ബ്രെയിൻ. നമ്മുടെ മിഡ് ബ്രെയിനിൽ നമുക്ക് എന്താ കാണാം? 4 ഉണ്ടകൾ കാണാൻ പറ്റും അല്ലേ. കോർപ്പോറ, ക്വാഡ്രിജെമിന. ഫ്രോഗിന് എത്ര 2 ഉണ്ടല്ലേ ഉള്ളൂ, നമുക്ക് 4 ഉണ്ട കാണാം അല്ലേ. 1 2 3 4. ദാറ്റ് ഈസ് കോർപ്പോറ ക്വാഡ്രിജെമിന. സെറ്റല്ലേ മക്കളെ? ഇതാണ് മിഡ് ബ്രെയിൻ. ഈ നീലയിൽ മാർക്ക് ചെയ്ത് ഇത്രയും ഭാഗമാണ് മിഡ് ബ്രെയിൻ. ആ ഒരു ഇത് കാണുന്നില്ലേ. സോ അവിടെ വി ക്യാൻ സി കോർപ്പോറ ക്വാഡ്രിജെമിന, കോർപ്പോറ ക്വാഡ്രിജെമിന. സെറ്റല്ലേ മക്കളെ? പിന്നെ അതിൻ്റെ നടുവിലൂടെ ഒരു കനാൽ പോകുന്നില്ലേ? ദർ ഈസ് എ കനാൽ ആൻഡ് ദിസ് കനാൽ ഈസ് കോൾഡ്, വെരി ഗുഡ്, സെറിബ്രൽ അക്യൂഡക്റ്റ്. ശരിക്കും ആ കനാല് നമ്മുടെ ഫോർ ബ്രെയിൻ മുതൽ താഴോട്ട് വരെ ഉണ്ട് കേട്ടോ. ഹൈൻഡ് ബ്രെയിനിലൊക്കെ ആ കനാൽ ഉണ്ട്, പക്ഷെ NCERT പറയുന്നില്ല. NCERT പറയുന്നത് ദർ ഈസ് എ കനാൽ കോൾഡ് സെറിബ്രൽ അക്യൂഡക്റ്റ് വിച്ച് പാസസ് ത്രൂ മിഡ് ബ്രെയിൻ. ശരിക്കും ഈ സെറിബ്രൽ അക്യൂഡക്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇതിലൂടെ താഴോട്ട് പോകുന്നുണ്ട് മക്കളെ, ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ ഉണ്ട്, ഫോർ ബ്രെയിനിലും ഉണ്ട് ആക്ച്വലി ഇതിൻ്റെ ചില ഭാഗം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഫോർ ബ്രെയിൻ പഠിച്ചു, മിഡ് ബ്രെയിൻ പഠിച്ചു അല്ലേ. മിഡ് ബ്രെയിൻ കഴിഞ്ഞ അടുത്ത ഭാഗം ഏതാടാ കുഞ്ഞി മക്കളെ? പറയൂ. യെസ്, നെക്സ്റ്റ് പാർട്ട് ഈസ് കോൾഡ് ഹൈൻഡ് ബ്രെയിൻ. ഹൈൻഡ് ബ്രെയിനിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഒന്ന്, വി ക്യാൻ സീ യുവർ പോൺസ് കാണാം. യു ക്യാൻ സീ യുവർ മെഡുല്ല ഒബ്ലോങ്ങേറ്റ കാണാം. ദെൻ 2 സൈഡിലുമായിട്ട് സെറിബെല്ലാർ ഹെമിസ്ഫിയേഴ്സ് കാണാം. സെറിബെല്ലത്തിൻ്റെ ഹെമിസ്ഫിയറുകൾ കാണാം. 2 സൈഡിലുമായിട്ട് സെറിബെല്ലാർ ഹെമിസ്ഫിയേഴ്സ് കാണാം. സെറിബെല്ലം. സെറ്റ് അല്ലടാ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഓരോന്നും പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമുക്കിപ്പോൾ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണെങ്കിൽ നമുക്ക് നോക്കാം. സൈഡിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണ് വരിക? ഇപ്പോൾ ഞാൻ നേരത്തെ വരച്ചു തുടങ്ങിയ അതായിരുന്നു. യെസ്, യു ഹാവ് യുവർ സെറിബ്രം, ദെൻ you have your cerebrum, you have your midbrain, you have your pons region, you have your pons region, you have your medulla oblongata. This is your medulla oblongata which continues a spinal cord, and then here you have your cerebellum. Is that clear? ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടായിരിക്കും ആരൊക്കെ ഉണ്ടാവുക? ഇവിടെയൊക്കെ ഈ ഉൾഭാഗത്ത്, ഇതിൻ്റെ ഹെമിസ്ഫിയറിൻ്റെ ഉൾഭാഗത്തായിട്ട് തലാമസ്, ഹൈപ്പോതലാമസ് ഒക്കെ ഉണ്ടാവും അല്ലേ.
ദാറ്റ്സ് ഇറ്റ്. മിഡ് ബ്രെയിൻ ഇതാ, മിഡ് ബ്രെയിനിൽ ബാക്കിൽ കോർപ്പോറ ക്വാഡ്രിജമിന് ഉണ്ടാവും, സെറിബ്രൽ അക്യൂഡക്റ്റ് ഇതിൻ്റെ നടുവിലൂടെ വരുന്നുണ്ടാവും. ദിസ് ഈസ് കോൾഡ് പോൺസ്, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്ങേറ്റ. വി നോ ദാറ്റ് അല്ലേ? ഗുഡ്. ഇനി നോക്കൂ മക്കളെ, ഓരോരുത്തരുടെയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് അല്ലേ? നമുക്കറിയാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെറിബ്രം. ലുക്ക്, സെറിബ്രത്തിൻ്റെ ഔട്ടർ പാർട്ടിൽ നമ്മൾ എന്താ കാണുക? സെൽ ബോഡികളുടെ ഗ്രൂപ്പാണല്ലേ. സെറിബ്രത്തിൻ്റെ ഔട്ടർ പാർട്ട് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ സെൽ ബോഡീസ്. ഇതാണ് സെറിബ്രം. ഓക്കെ, സെറിബ്രത്തിൻ്റെ ഔട്ടർ പാർട്ടിൽ യു ക്യാൻ സി ന്യൂറോൺ സെൽ ബോഡികളുടെ ഗ്രൂപ്പാണ് ഇവിടെ ഒക്കെ. സോ അവിടെ ധാരാളം നിസിൽസ് ഗ്രാന്യൂളുകളൊക്കെ ആ സെൽ ബോഡിയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് അപ്പിയറൻസ് ആയിരിക്കും കുട്ടികളെ? ഗ്രേ അപ്പിയറൻസ് ആയിരിക്കും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഗ്രേ മാറ്റർ ഓർ സെറിബ്രൽ കോർട്ടെക്സ്. ആണോ? ഉൾഭാഗത്ത് എന്താ കാണുന്നത്? മൈലിനേറ്റഡ് ആക്സോണുകളാണ്. ഉൾഭാഗത്ത് ദ ഇന്നർ പാർട്ട് ആസ് മൈലിനേറ്റഡ് ആക്സോൺസ്. അത്യാവശ്യം നല്ല വൈറ്റ് ആയിരിക്കും മക്കളെ, നല്ല വൈറ്റിഷ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ അല്ലേ മക്കളെ? വൈറ്റ് മാറ്റർ ബിക്കോസ് ഓഫ് മൈലിനേറ്റഡ് ആക്സോൺസ്. ബിക്കോസ് ഓഫ് മൈലിനേറ്റഡ് ആക്സോൺസ്. ഗ്രേ മാറ്റർ ആവാനുള്ള കാരണം എന്താ? ബിക്കോസ് ഓഫ് സെൽ ബോഡീസ് കണ്ടെയ്നിങ് നിസിൽസ് ഗ്രാന്യൂൾസ്. നിസിൽസ് ഗ്രാന്യൂൾസ് ആർ ഗ്രേ ബോഡീസ്. സെറ്റ് അല്ലടാ? ഓക്കെ അല്ലേ? നൗ സെറിബ്രൽ കോർട്ടെക്സ് ഹാസ് ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് അല്ലേ? എന്തൊക്കെ സെൻറ്ററുകളാണ് കുട്ടികളെ? യു ഹാവ് സെൻസറി ഏരിയ, നമ്മുടെ ഓരോ സെൻസേഷനും വേണ്ടിയിട്ട്. നമ്മുടെ മോട്ടോർ ഏരിയ എന്താ? ഫോർ വോളണ്ടറി മോട്ടോർ ആക്ടിവിറ്റി. നമ്മൾ സെറിബ്രത്തിൻ്റെ കോർട്ടെക്സ് എടുത്താൽ ആ കോർട്ടെക്സിൻ്റെ ചില ഭാഗങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കോർട്ടെക്സിൻ്റെ ഈ ഏരിയ, നമ്മുടെ ഈ ബാക്കിലുള്ള കോർട്ടെക്സ്, ഇപ്പോൾ നമുക്ക് സെറിബ്രം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ കോർട്ടെക്സിന് ഇവിടെ ഏരിയ ഉണ്ടാവും. ഈ ഏരിയ ആണ് നമ്മുടെ വിഷ്വൽ സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മുടെ വിഷ്വൽ സെൻസേഷൻ തരുന്നത് ഈ ഏരിയ ആണ്. കോർട്ടെക്സിൻ്റെ ഈ ഒരു ഏരിയ, ഈ രണ്ട് സൈഡിലുള്ള നമ്മുടെ ടെമ്പോറൽ ബോണിൻ്റെ ഏരിയയിലുള്ള ആ ഒരു ഭാഗമാണ്, അതാണ് നമ്മുടെ ഹിയറിങ്, നമ്മുടെ സൗണ്ട് സിഗ്നൽസ് തിരിച്ചറിഞ്ഞ് നമുക്ക് ഹിയറിങ് പോസിബിൾ ആക്കി തരുന്ന ഏരിയ. ഇത് നമ്മുടെ കയ്യിൻ്റെയും കാലിൻ്റെയും ഒക്കെ, കയ്യിലെയും കാലിലെയും ഒക്കെ ഓരോ ടച്ചിൻ്റെ ഒക്കെ സിഗ്നൽസ് ഉണ്ടല്ലോ, ആ സിഗ്നൽസ് ഒക്കെ എത്താൻ വേണ്ടിയിട്ട് ദർ ആർ ഡിഫറെൻറ്റ് സെൻസറി ഏരിയാസ് ഇൻ ദ ബ്രെയിൻ. നിങ്ങൾ MBBSന് ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കും സെൻസറി ഹോമൻകുലസ് എന്ന് പറഞ്ഞിട്ട്. സെൻസറി ഹോമൻകുലസ് എന്നാണ് പറയുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തുള്ള സെൻസേഷനുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന, നിങ്ങളുടെ വിരലിൻ്റെ അറ്റത്ത് വരെയുള്ള സെൻസേഷനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക ഭാഗങ്ങൾ സെറിബ്രത്തിൻ്റെ കോർട്ടെക്സിലുണ്ട്. ദീസ് ആർ സെൻസറി ഏരിയാസ്. പിന്നെ നിങ്ങൾ പഠിക്കും മോട്ടോർ ഹോമൻകുലസ് എന്ന് പഠിക്കും. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിൻ്റെയും മോട്ടോർ ആക്ടിവിറ്റി നടക്കാനുള്ള സിഗ്നൽ സെറിബ്രത്തിൻ്റെ ഓരോ ഏരിയയിൽ നിന്നാണ് വരിക. സോ അതാണ് മോട്ടോർ ഏരിയ. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ വോളണ്ടറി മോട്ടോർ ആക്ടിവിറ്റി. ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വോളണ്ടറി മോട്ടോർ ആക്ടിവിറ്റി, നമ്മുടെ വോളണ്ടറി ആയിട്ടുള്ള മോട്ടോർ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള സിഗ്നലാണ് മോട്ടോർ ഏരിയയിൽ നിന്ന് വരിക. ആൻഡ് വി ഹാവ് അസോസിയേഷൻ ഏരിയാസ് അല്ലേ? അസോസിയേഷൻ ഏരിയാസ്. അസോസിയേഷൻ ഏരിയയുടെ ഫംഗ്ഷൻ എന്താ? നമ്പർ 1, ഇന്റർ സെൻസറി അസോസിയേഷൻ. എന്താ ഇന്റർ സെൻസറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് നമ്മൾ കാഴ്ചയും കേൾവിയും കൂടി ഒന്നിച്ച് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കാഴ്ചയും കേൾവിയൊക്കെ ഒന്നിച്ച് വർക്കാകുമ്പോഴല്ലേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കുക. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിയുമ്പോഴല്ലേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകളെ നമ്മൾ ഓർക്കുകയുള്ളൂ അല്ലേ? നിങ്ങൾ ബിലാൽ സാറിനെ ഓർക്കൂലേ? ജീവിതകാലം മൊത്തം ഒന്നും ഓർത്തില്ലെങ്കിലും ഈ കൊല്ലെങ്കിലും ഓർക്കൂലേ? സോ ദാറ്റ്സ് യുവർ മെമ്മറി അല്ലേ? സോ നമ്മുടെ മെമ്മറി, ഇന്റർ സെൻസറി അസോസിയേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നടക്കാനുള്ള ഏരിയയാണ് അസോസിയേഷൻ ഏരിയകൾ. സെറ്റിലെ കുട്ടികളെ, യു ഹാവ് സെൻസറി ഏരിയാസ്, മോട്ടോർ ഏരിയാസ് ആൻഡ് അസോസിയേഷൻ ഏരിയാസ് present in the cortex of your cerebrum. സെറ്റ് ആണല്ലോ മക്കളെ? ഇനി തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. തലാമസിന്റെ ഫംഗ്ഷൻ എന്താ? തലാമസ് ഈസ് എ മേജർ കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ ആക്ടിവിറ്റി. ഓക്കെ, സോ ലുക്ക്, തലാമസ് വിച്ച് ഈസ് എ മേജർ കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നൽസ്. നോക്കൂ, നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് വരുന്ന ഓരോ മോട്ടോർ സിഗ്നലും ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നുള്ള ആ ഒരു കോർഡിനേഷൻ നടക്കുന്ന, അതുപോലെ നമ്മുടെ മോട്ടോർ കോർഡിനേഷൻസ്, നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ അതിൽ കോർഡിനേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ആഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ശരിക്കും തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ്, നോക്കൂ, ഒരു ഉദാഹരണം പറയാം. വാട്ട് ഈസ് മെൻ ബൈ ദിസ് കോർഡിനേഷൻ ആക്ച്വലി? ലുക്ക്, there is a bottle in front of me. I want to touch this bottle. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് നോക്ക്, എൻ്റെ കൈ കൃത്യമായിട്ട് ഈ ബോട്ടിൽ നമുക്ക് പോകുന്നുണ്ട് അല്ലേ? ദിസ് ഈസ് എ കോർഡിനേറ്റഡ് ആക്ടിവിറ്റി. അതർവൈസ് എൻ്റെ കൈ ഇങ്ങനെ പോയിക്കൂടെ? കൈ ചലിക്കുന്നുണ്ട്, വെറുതെ മസിൽ ചലിച്ചത് കൊണ്ട് പരിപാടിയായില്ല. ആ മസിൽ എക്സാക്ട്ലി ഓരോ മസിലിനെയും മൂവ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് എങ്ങോട്ടാണ് കുത്തേണ്ട അങ്ങോട്ട് കുത്താൻ പറ്റും. ദാറ്റ് ഈസ് എ കോർഡിനേഷൻ സെൻറ്റർ. ഓക്കെ, കോർഡിനേറ്റിംഗ് ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, act as a relay center for impulse. Okay, impulseകളുടെ കംപ്ലീറ്റ് റിലേ സെൻറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നൗ അനദർ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ഈസ് ഹൈപ്പോതലാമസ്. നമുക്കറിയാം, ഇറ്റ് ഈസ് ലൈസ് അറ്റ് ദ ബേസ് ഓഫ് ദ തലാമസ്. തലാമസിന്റെ ബേസിലാണ്, ഡയൻസെഫലോണിന്റെ ബേസൽ ഭാഗമാണ്.
Now, the hypothalamus contains centers which control body temperature. Very important, body temperature, urge for eating, that is your വിശപ്പ് അല്ലേ, hunger. ഇനി അടുത്ത ഡ്രിങ്കിങ്ങിനുള്ള urge for drinking, thirst, ദാഹം. It also contains several group of neurosecretory cells നമുക്കറിയാം which secrete hormones called hypothalamic hormones. Now, ഇനി നമ്മുടെ ഫോർ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് അതുപോലെ സെറിബ്രത്തിന്റെ ഉൾഭാഗത്തുള്ള ചില ഏരിയകളുണ്ട്. സെറിബ്രത്തിന്റെ ഉൾഭാഗത്തുള്ള ചില സ്ട്രക്ചറുകൾ, സെറിബ്രത്തിന്റെ തന്നെ ചില സ്ട്രക്ചറുകളാണ്. ലൈക്ക് അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്, സിംഗുലേറ്റ് ഗൈറസ് എന്നൊക്കെ പറയുന്ന ചില സ്ട്രക്ചറുകൾ. ദേ എലോങ് വിത്ത് ഹൈപ്പോതലാമസ്, അവർ ഹൈപ്പോതലാമസിന്റെ കൂടെ അവർ ഒന്നിച്ച് കൂടിച്ചേർന്നിട്ട് അവർ നമ്മുടെ ബോഡിയിലെ ചില ഫങ്ഷൻസിനൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അവരൊന്നിച്ചൊരു സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന കുട്ടികളെ, ലിംബിക് ലോബ് അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം. നോക്കൂ, ദ ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഡീപ്പ് സ്ട്രക്ചേഴ്സ് ലൈക്ക് അമിഗ്ഡാല, ഹിപ്പോകാമ്പസ് എറ്റ്സെട്ര ഫോം എ കോംപ്ലക്സ് സ്ട്രക്ചർ കോൾഡ് ലിംബിക് ലോബ് ഓർ ലിംബിക് സിസ്റ്റം. ഹാവ് യു ഹിയർഡ് അബൌട്ട് ഹിപ്പോകാമ്പസ് ബിഫോർ? Have you heard about hippocampus before in this class, in our Neet class itself? സിർട്ടി സാറിനെ ഓർത്തോളൂന്നോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ അമിഗ്ഡാല പറയുമ്പോൾ എൻ്റെ ഒരു സാറിനെ എനിക്ക് ഓർമ്മ വരില്ലേ, എന്താ ഹാഷിം സാറ്, മുപ്പരെങ്ങനെ പറയാ, അമിഗ്ഡാല. ഒരു ക്ലാസ് അങ്ങനെ ഹിപ്പോകാമ്പസ് അമിഗ്ഡാല. ഓക്കെ, ഐ ഓൾവേസ് റിമെമ്പർ ഹിം. വെരി ഗുഡ്. നമ്മൾ ഒസ്റ്റിത്തൈസിന്റെ ഗ്രൂപ്പ്, അതുപോലെ മൂപ്പരെ നമ്മളെ പ്ലസ് ടൂവിൽ ഉണ്ടല്ലോ ഗഞ്ച, മരുവാന, ഹാഷിഷ് ഒക്കെ പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അതെടുക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ എടുക്കുക, ഗഞ്ച, മരുവാന, ഹഷീഷ്, ലാസ്റ്റ് ആ ചരാസ് പറയുന്നുണ്ട്, ചരാസ്, ഒരു നിർത്തുണ്ട്. ഓക്കെ, ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. ഓക്കെ, എനിവേ ശ്രദ്ധിക്കുക. സോ ലുക്ക് ഗൈസ്, നമ്മൾ പഠിച്ചിട്ട് ഹിപ്പോകാമ്പസ് ഒസ്റ്റിത്തൈസിന്റെ എക്സാമ്പിൾ, കടൽ കുതിരന്റെ മറ്റൊരു പേര്, അതേ സ്പെല്ലിംഗ് ആണ്, അതേ സാധനമാണ്. കടൽ കുതിരന്റെ ഏകദേശം ഷേപ്പുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ടാണ് ഹിപ്പോകാമ്പസ്. ഓക്കെ, സോ ദേ ഫോം എ സ്ട്രക്ചർ. ഇവർ ഒന്നിച്ച് ഒരു ഫംഗ്ഷൻ നിർവഹിക്കുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് അതിന് നമ്മൾ ലിംബിക് ലോബ് അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കൂ, ഇവരെന്താ ചെയ്യാന്നറിയോ, എലോങ് വിത്ത് ഹൈപ്പോതലാമസ്, ഹൈപ്പോതലാമസ് ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവർ ഒന്നിച്ച് ദേ ഇൻവോൾവ് ഇൻ റെഗുലേഷൻ ഓഫ് സെക്ഷൽ ബിഹേവിയർ, നമ്മുടെ സെക്ഷൽ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പ്രഷൻ ഓഫ് ഇമോഷണൽ റിയാക്ഷൻസ്, നമ്മുടെ ഇമോഷൻസിന്റെ എക്സ്പ്രഷൻ, ലൈക്ക് എക്സൈറ്റ്മെന്റ് അല്ലേ, പിന്നെ പ്ലഷർ, പിന്നെന്താ റേജ്, ഫിയർ. ഫിയർ എങ്ങനെയാണോ, പേടി എന്താണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് മോട്ടിവേഷൻ അല്ലേ, മോട്ടിവേഷൻ്റെ ഏരിയ. സോ ഓൾ ദീസ് ഏരിയാസ് ആർ ലൈക്ക് ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ആര്, നമ്മുടെ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. റെഡി അല്ലേ മക്കളെ? ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ്, വാട്ട് ആർ ദ തിങ്സ് ഇൻ മിഡ് ബ്രെയിൻ? നമുക്കറിയാം, ഒന്ന് സെറിബ്രൽ അക്യൂഡക്റ്റ് അല്ലേ, സെറിബ്രൽ അക്യൂഡക്റ്റ്, കോർപ്പോറ, ക്വാഡ്രിജെമിന, 4 സ്വെല്ലിങ്സ് ഓർ 4 റൗണ്ട് ലോബ്സ്. ഓക്കെ, ദാറ്റ് ഈസ് കോർപ്പോറ, ക്വാഡ്രിജെമിന. ഈ അമിഗ്ഡാലയ്ക്ക് വല്ല ഡാമേജും പറ്റുമോ? പറ്റും. ഇപ്പം സ്ട്രോക്ക് ഒക്കെ വന്നാലേ, സ്ട്രോക്ക് പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിലച്ചു പോകുന്ന അവസ്ഥയാണ്, തലച്ചോറിൻ്റെ ചില ഭാഗത്തേക്ക്. ഇപ്പോൾ അമിഗ്ഡാല, ഹിപ്പോകാമ്പസ് ഏരിയയിലേക്കൊക്കെ സ്ട്രോക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടായ ആളുകൾക്ക് പലപ്പോഴും ഇപ്പോൾ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, മേ ബി എൻ്റെ സാറുണ്ട്, ഡാനിഷ് സാറ് മെഡിസിനിൽ. അപ്പോൾ സാറ് പറയും, ഒരു പേഷ്യൻ്റ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ വന്ന പ്രായമായ ഒരു വല്യപ്പ സ്ട്രോക്ക് വന്ന് കിടക്കുന്നത്, ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോയ നേഴ്സിനെ കയറി പിടിച്ചു. നേഴ്സിനെ കയറി അയാൾക്ക് എണീക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷേ ഇതോടത്ത് കൈമ പിടിച്ചു, കൈമ എവിടെ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മിക്കവാറും അയാൾക്ക് ലീഷൻ മേ ബി ആ പ്രശ്നം ഉണ്ടായിട്ടുള്ള ഈ അമിഗ്ഡാല ഏരിയയിലൊക്കെ ആയിരിക്കും എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. ആ ഏരിയയിലൊക്കെ സ്ട്രോക്ക് വന്നാൽ ഇത്തരത്തിലുള്ള ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവും. നമ്മുടെ സെക്ഷൽ ബിഹേവിയറിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന മെയിൻ പാർട്ട് ഈസ് ലൊക്കേറ്റഡ് ദർ. ഓക്കെ, ദാറ്റ്സ് വൈ. ഇനി വരാം, അവിടെയൊക്കെ പ്രശ്നങ്ങൾ വരാം. ഹൈൻഡ് ബ്രെയിൻ, എല്ലാ ഭാഗത്തും പ്രശ്നം വരാം. ഇനി ഹൈൻഡ് ബ്രെയിനിൽ ആരാ കുട്ടികളെ? ഹൈൻഡ് ബ്രെയിനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോൺസ്, സെറിബെല്ലം, മെഡുല്ല അല്ല. ഇനി പോൺസിൻ്റെ ഫംഗ്ഷൻ എന്താ അറിയോ? ലൈക്ക് പോൺസ് ശരിക്കും ചെയ്യുന്നത് നമ്മുടെ ഈ സെറിബെല്ലത്തിലൊക്കെ പല ന്യൂറോണുകളും ബ്രെയിനിൻ്റെ പല ഭാഗത്തേക്കൊക്കെ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. സോ ദാറ്റ് ഈസ്, അതാണ് ഇങ്ങനെ പറയുന്നത്. പോൺസ് ഇൻ്റർ കണക്ട് ഡിഫറെൻറ്റ് പാർട്ട്. ലുക്ക് പോൺസ് കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്ട്സ്. ഫൈബർ ട്രാക്ട് എന്ന് പറഞ്ഞാൽ നെർവ് ഫൈബറുകൾ ദാറ്റ് ഇൻ്റർ കണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ബ്രെയിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഇൻ്റർ കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബറുകൾ അവിടെ ഉള്ളത്. സെറിബെല്ലം ഹാസ് എ വെരി കൺവല്യൂട്ടഡ് സർഫസ്. വാട്ട് ഈസ് മീൻ ബൈ ദിസ് കൺവല്യൂട്ടഡ് സർഫസ്? ഒന്നുമില്ലടാ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നൊക്കെ പഠിച്ചില്ലേ, അതന്നെ കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ വളഞ്ഞ് ഇതിൻ്റെ സർഫസ് സെറിബ്രത്തിൻ്റെയും അങ്ങനെ തന്നെയാണ്, വളരെ വളഞ്ഞ് നിൽക്കുന്നത്. കാരണം എന്താ, സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഇങ്ങനെ നിൽക്കുന്നതാണോ, ഇങ്ങനെയുള്ളതാണോ നല്ലത്? ഇങ്ങനെയുള്ളതല്ലേ. അപ്പോൾ രണ്ടാമത്തെ അല്ലേ ഇതല്ലേ, സർഫസ് ഏരിയ കൂടൂലേ, അതാണ്. ഓക്കെ,
in order to provide the additional space for many more neurons. The medulla of the brain is connected to spinal cord. The medulla contains medullയുടെ function എന്താ മക്കളെ? Medulla contains centers which control respiration. നമുക്ക് respiratory rhythm center, pneumotaxic center, chemosensitive area, പിന്നെ apneistic center എന്ന് പറഞ്ഞ center ഉണ്ട്. Everything is located there. അടുത്ത cardiovascular reflexes. നമ്മുടെ ഹാർട്ടിലേക്കുള്ള സിഗ്നൽ പോകുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് അവിടെയാണ്. ഓക്കെ, നൗ എന്താണ് ബ്രെയിൻ സ്റ്റെം? ബ്രെയിൻ സ്റ്റെം എന്താ വെച്ചാൽ ഈ ചിത്രം അങ്ങോട്ട് നോക്കുക. ബ്രെയിനിന്റെ സ്റ്റെം, what you are seeing here is, look, in my imagination, this is a beautiful flower. This is a beautiful flower. Okay, this is a beautiful flower with a beautiful leaf aside. ഒരു സൈഡിൽ ഒരു ബ്യൂട്ടിഫുൾ ലീഫ്, ഇതാ അടിപൊളി ലീഫ്, ലീഫിൻ്റെ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ആൻഡ് ദർ ഈസ് എ സ്റ്റെം ഹിയർ, ആൻഡ് ദർ ഈസ് എ സ്റ്റെം ഹിയർ. Can you see this stem? Yes. So which all structure form brain stem? Brain stem is formed by pons, sorry, medulla, pons, midbrain, isn't it? Medulla, pons, midbrain. Alle makkale, that's it. So look, three major regions make up brain stem: the midbrain, pons, and the medulla oblongata. Brain stem forms connection between the brain and spinal cord. Get it? So that's it. I hope it is clear. So shall we move to some questions? യെസ്, 7 മിനിറ്റോട് ക്വസ്റ്റ്യൻ ചെയ്ത 10:30 തീർക്കുമെന്ന് ഞാൻ പറഞ്ഞാണ്, ബാക്കി ഞാൻ പാലിക്കും. ബ്രെയിൻ സ്റ്റെം ഓഫ് ഹ്യൂമൻ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ്, പറഞ്ഞ പാടാണ്, 2023 ചോദ്യമാണ്. വേഗം പറഞ്ഞു. ഏതായാലും ഇപ്പം ഞാൻ പഠിപ്പിച്ചു തന്നല്ലോ, എന്നാലും പറഞ്ഞു എൻ്റെ ഒരു സമാധാനത്തിന്. വേഗം, സ്പീഡപ്പ് 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 പറയടാ. ഏ ആണോ? മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ, അതന്നെ. ഞാൻ അടുത്ത്, the parts of human brain that helps in regulation of sexual behavior, expression of excitement, pleasure, rage and fear. ആരാടാ മക്കളെ? വേഗം പറഞ്ഞേ. ബി അല്ലേ? ലിംബിക് സിസ്റ്റം ആൻഡ് ഹൈപ്പോ. എന്ത് സിമ്പിൾ ചോദ്യ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സൈനാപ്സസ്. ഇമ്പൾസ് ട്രാൻസ്മിഷൻ അക്രോസ് കെമിക്കൽ സിനാപ്സ് ഈസ് ഓൾവേസ് ഫാസ്റ്റർ ദാൻ അക്രോസ് ഇലക്ട്രിക്കൽ. പറഞ്ഞ ആൻസർ പറയുന്ന ഇൻകറക്റ്റ് ഏതാണ്? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. അടുത്ത്, വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ തെർമോ റെഗുലേഷൻ? പാരസെറ്റാമോൾ നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്താണ് പോയിട്ട് പാരസെറ്റാമോൾ ആക്ട് ചെയ്യുന്നത്? ദ റീജിയൻ ഓഫ് യുവർ ബോഡി വേർ ടാബ് പാരസെറ്റാമോൾ ഗോ ആൻഡ് ആക്ട്. വെരി ഗുഡ്. ഹൈപ്പോതലാമസ്. വേർ ദ തെർമോസ്റ്റാറ്റ് ഓഫ് യുവർ ബോഡി ഈസ് ലൊക്കേറ്റഡ്. എന്താ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ഭാഗം? തെർമോസ്റ്റാറ്റ് ഓഫ് ബോഡി. Now, which of the following statement is not correct? An action potential in an axon does not move backward because, നിങ്ങൾ വായിച്ചിട്ട് പറ, ഇൻകറക്റ്റ് ഏതാണ്? ഓ വേണ്ട, ഇത് എന്താ അറിയോ, ഇതിൽ നിങ്ങൾ ആ ഒഴിവാക്കിയ ഭാഗത്തു നിന്നുള്ള, ഞാൻ ആ മോളത്ത് മാത്രമേ നോക്കിയുള്ളൂ, ഒഴിവാക്കിയ ഭാഗത്ത് കുറേ കാര്യമുണ്ട്, അടുത്തത് നോക്കിയാൽ മതി. അത് വിട്. നിങ്ങൾ ഉത്തരം പറഞ്ഞോ? ഓ മൈ ഗോഡ്, യു ആർ റിയലി ഓസം ഗൈസ്. നിങ്ങൾ കഴിഞ്ഞതിന് ആൻസർ പറഞ്ഞാൽ, അല്ല ഇതിൻ്റെ ആൻസർ സി ആട്ടോ ശരിക്കും. ഓക്കെ, ലീവ് ഇറ്റ്. അടുത്ത ചോദ്യം, ഇത് പറ. ഇതിൻ്റെ ആൻസർ എന്താ? ആദിത്യൻ MS ഇതിന്റെ ആൻസർ. ആദിത്യൻ തെറ്റിച്ചിട്ടുണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് റെഡിയാക്കി പറഞ്ഞല്ലോ. ഫ്രീ റൈബോസോം ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആദിത്യൻ മറ്റീൻ്റെ ഉത്തരം പറഞ്ഞാവൂ അല്ലേ? ഇത് ഡി. ഓക്കെ സെറ്റ്. ഓക്കെ, ആദിത്യ മനസ്സിലായി. അടുത്ത ചോദ്യം, റിസെപ്റ്റർ സൈറ്റ്സ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ പ്രസന്റ് ഓൺ. റിസെപ്റ്റർ സൈറ്റ്സ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആർ പ്രസന്റ് ഓൺ. ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റിസെപ്റ്റർ സൈറ്റ്. മനസ്സിലായി. സെറ്റ്. ഇതിന്റെ ആൻസർ പറഞ്ഞോളി. യെസ് സി, പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിനിലാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് ഓഫ് ബ്രെയിൻ ഈസ് incorrectly paired with its function? Okay,
സിമ്പിളായിട്ട് പറയാൻ പറ്റൂലേ? ഔട്ടാണ്, ഔട്ടുള്ള കുറേ സാധനമുണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് പറയാം. ഇൻകറക്റ്റ്ലി ആടാ ചോദിച്ചത്. എടാ ഇൻകറക്റ്റ്ലി ആണ്. ഇതിൽ പ്രശ്നമുണ്ടല്ലേ? സെറിബ്രൽ കോർട്ടിസസ് എന്നാണ് പറഞ്ഞത്. സെറിബ്രൽ കോർട്ടിസസ് നമുക്ക് പറയാൻ പറ്റില്ല, സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് സ്റ്റിൽ ദർ ഈസ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഒന്നും സെറിബെല്ലല്ല. ആൻസർ ശരിക്കും സെറിബെല്ലം ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഒന്നും ഇല്ല, ഇതാണ്. ഓക്കെ, ലീവ് ദിസ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്. 2015 ചോദ്യം. 2015 നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഔട്ടുള്ള സമയമാണ്. യു ക്യാൻ സിംപ്ലി സ്കിപ്പ് ഇറ്റ്. എനിവേ ബി ആണ്. ഇത് ഈ കോർട്ടിസസ് നീ മണ്ടന്മാർ പറയരുത്. സെറിബ്രൽ കോർട്ടിസസ് എന്നൊന്നും പറയരുത്, സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എനിവേ ലീവ് ഇറ്റ്, യു ക്യാൻ ലീവ് ദിസ് ക്വസ്റ്റ്യൻ. ഇനി ഇത് നോക്ക്, ഇത് പറഞ്ഞാൽ മതി. ഓക്കെ, ഐ എം സോറി ഫോർ ആഡിങ് ദിസ്, വി ക്യാൻ സിംപ്ലി trash it here. ഓക്കെ, ഇത് പറ. ഏതാ മക്കളെ? ഇതിൻ്റെ ആൻസറോ? ഡി. വെരി ഗുഡ്, വെരി ഗുഡ്. റെഗുലേഷൻ ഓഫ് ഷോർട്ട് ടേം മെമ്മറി അല്ലേ? സോറി, റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഇതാ പിക്ചറാണ്, ഇത് NCERT-യിലുള്ള ആ പിക്ചറാണ്. സോ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാമല്ലോ, ദിസ് ഈസ് എ സിമ്പിൾ പിക്ചർ ഫ്രം യുവർ NCERT. ഓക്കെ, എടാ ആക്ച്വലി മറ്റേൻ്റെ ആ കോർട്ടിസസ് അല്ല, ലാംഗ്വേജ് കോംപ്രിഹെൻഷനാണ്. അതായത് നമ്മുടെ ലാംഗ്വേജ് അറിയാൻ വേണ്ടിയിട്ടേ. ലാംഗ്വേജ് രണ്ട് സാധനമുണ്ട്, വെർണിക്സ് ഏരിയ, അതേപോലെ തന്നെ എന്താ പറയുക, ഒരു എന്താ പറയുക, എൻ്റെ വായിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, പേര് ഞാൻ മറന്നു. ഒന്ന് വെർണിക്സ് ഏരിയ ഉണ്ട്, നമ്മുടെ ഹിയറിങ്ങും ലാംഗ്വേജ് കോംപ്രിഹെൻഷനും. അതുപോലെ തന്നെ വെർണിക്സ് ഏരിയയും പിന്നെ വേറൊരു ഏരിയ നമ്മുടെ ഈ ഭാഗത്തുള്ള രണ്ട് ഏരിയകളാണ്. പെരൈറ്റൽ ബോണിൻ്റെ റീജിയനിലും ടെമ്പറൽ ബോണിൻ്റെ റീജിയനിലുള്ള രണ്ട് ഏരിയാസ് ഓഫ് സെറിബ്രാണ് നമ്മുടെ ലാംഗ്വേജ് കോംപ്രിഹെൻഷനും നമ്മുടെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വെർണിക്സ് ആണ്, ഒന്ന് ഞാൻ മറന്നുപോയി. ഓക്കെ, ബട്ട് that's beyond our discussion, നമുക്ക് ആവശ്യമൊന്നുമില്ല. So that's all about this chapter. I hope you can you have got at least something അല്ലേ? ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഈ ചാപ്റ്ററിലെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് മാറിയിട്ടില്ലേ? ഔട്ടൊന്നുമല്ല, ഇന്ന് ചോദിച്ചാൽ ഔട്ടും ചിലതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂടാ. റെഡി അല്ലടാ? ഓക്കെ, ഞാനങ്ങോട്ട് യാത്രയാവട്ടെ. ഇനിയുണ്ടോ എൻ്റെ ക്ലാസ്? എൻ്റെ കഴിഞ്ഞു തോന്നുന്നു അല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ. സന്തോഷമായി മക്കളെ, സന്തോഷമായി. എന്നാൽ ശരി, ബയോമോളിക്യൂൾസ് ഇല്ല. ഞാൻ ഇനിയുണ്ടോ? എനിക്കൊന്ന് ബയോമോളിക്യൂൾസ് ആസാദ് സാർ എടുക്കുന്നതെന്ന്. വെരി ഗുഡ്. ബ്രോക്കാസ്, വെർണിക്സ് ആൻഡ് ബ്രോക്കാസ് ഏരിയ, അതന്നെ. വെർണിക്സ് അഫേസിയ, ബ്രോക്കാസ് അഫേസിയ എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ബ്രോക്കാസ് ഏരിയ, അതാ ഫർസാന റഹീം. അപ്പോൾ അതൊരു ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചില്ലേ, നല്ല കാര്യം. വെർണിക്സ്, അതെന്താ സംഭവം എന്നറിയോ? ഞാൻ ഈ അടുത്ത് പിന്നെ വെർണിക്സിൻ്റെ വേറൊരു സാധനമുണ്ട്, വെർണിക്സ് കോർസാക്കോഫ് സൈക്കോസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ വെർണിക്സ് കോർസാക്കോഫ് സൈക്കോസിസ് പറഞ്ഞ് അപ്പോൾ വെർണിക്സ് കഴിഞ്ഞാൽ നേരെ കോർസാക്കോഫേ വരുന്നുള്ളൂ, അതാണ്. ഓക്കെ, എനിവേ അടുത്ത ഇയർ കാണാം, ബൈ. പിന്നെ അടുത്ത ഇയർ ഒന്നുമല്ല, ഈ ഇയർ തന്നെ കാണും, ഈ ഇയർ ഇനിയും ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ വൺസ് അഗൈൻ, ബൈ. ഇനി ഇത് പ്രശ്നമാവും, മക്കൾക്ക് ഫ്ലൈയിങ് കിസ് എന്ന് പറഞ്ഞിട്ട് പണ്ട് മറ്റേ പാർലമെൻറ്റിൽ സീനായതാ, രാഹുൽ ഗാന്ധി ഫ്ലൈയിങ് കിസ് എടുത്ത് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ബഡീസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ കീപ്പ് ഇറ്റ് അപ്പ്. ഞാനിപ്പോൾ നമ്മളെ റിപ്പീറ്ററിൽ ഒരാളോട് പറഞ്ഞല്ലോ, നമ്മളെ +2 കുട്ടികൾ വേറെ ലെവലാണെന്ന്. നമുക്ക് എല്ലാവർക്കും റാങ്കിലേക്ക് എത്താൻ പറ്റണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. സോ കീപ്പ് യുവർ മൊമെൻറ്റം വിത്ത് യു. ഓക്കെ, ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് മാക്സിമം പഠിക്കുക. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. എല്ലാ ദിവസവും നിങ്ങൾ വന്നിരിക്കുന്നു. ഐ നോ, ഐ എം സീയിങ് ദ സെയിം പീപ്പിൾ. ഓക്കെ, ഇതേ ആളുകളെ തന്നെയാണ് നമ്മൾ സ്ഥിരം കാണൽ അല്ലേ? കുറേ ആളുടെ പേര് തന്നെ പോയി, അമീന, അതേപോലെ തന്നെ കുറേ ഷിഫ്ന, കുറേ പേരുടെ പേര് ഞാൻ എന്നും കാണുന്നതാണ്. അക്കീദ, മറ്റേ ആദിത്യൻ MS, ട്രിവി ഉണ്ട്. സോ ഐ ഓൾവേസ് സീ യുവർ നെയിം. അർഷിന, അയ്യോ അർഷിന ഒരിക്കൽ പ്രശ്നം ഉണ്ടാക്കിയാൾ, അർഷിനയുടെ പേര് ഞാൻ വിളിച്ചില്ല പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇറ്റ്സ് റിയലി ഗ്രേറ്റ് തിങ്. കാരണം ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്താൽ, ഞാൻ എൻ്റെ PG എൻട്രൻസിന് വേണ്ടി ഓൺലൈൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ തിരക്കിലൊക്കെ ആകുമ്പോൾ കുറേ വിട്ടുപോകും. പക്ഷേ യു പീപ്പിൾ ആർ അമേസിങ്, യു ആർ കീപ്പിംഗ് വിത്ത്
ലൈക്ക് നിങ്ങളത് കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ ട്രിവിയയാണ് ആമീന. ട്രിവിയേൻ്റെ 2 പേരിലൊക്കെ വന്നൊക്കെ അല്ലേ. അപ്പോൾ ഏതായാലും കീപ്പ് ഇറ്റ് അപ്പ്. ഓക്കെ, യു ആർ ഗ്രേറ്റ് പീപ്പിൾ. ബൈ, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളെ എഫേർട്ടെല്ലാം എന്താട്ടെ സക്സസ് ആവട്ടെ കേട്ടോ. ഓക്കേടാ, ബൈ 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 ബൈ. മോനെ ലുക്ക് മോനെ.